വെട്രിമാരനും അനുരാഗ് കശ്യപും പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമ, വർഷ ഭരത് തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള സിനിമ, അഞ്ജലി ശിവരാമൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമ ബാഡ് ഗേൾ. അതിപ്പോൾ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. സിനിമയുടെ റിവ്യൂ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. സിനിമയുടെ റിവ്യൂ ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് ഗോ ആൻഡ് വാച്ച്. അതിഗംഭീരമായിട്ട് ഒരു പെൺകുട്ടിയുടെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ഒരു ജീവിതകഥ മുഴുവൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ എൻ്റെ 35ലേക്ക് എത്തി നിൽക്കുന്ന ഒരാളാണ്. ഈ സിനിമയിൽ നമ്മൾ കാണുന്ന കഥാപാത്രം ഒരു 34ലേക്ക് എത്തി നിൽക്കുകയാണ്. അവരുടെ ഒരു ക്ലൈമാക്സിലേക്കൊക്കെ എത്തുമ്പോൾ ഈ പ്രായത്തിൽ നിന്നുകൊണ്ട് ഞാൻ കാണുന്ന എൻ്റെ ജീവിതത്തിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ഒരു ജെൻഡർ, അവരെങ്ങനെയാണ് ആ ജീവിതം ജീവിച്ചു തീർന്നതെന്നൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സിമിലാരിറ്റീസ് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഞാൻ അറിയാതെ പോയ കുറേ ഭാഗങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. കുറേ ചിരിക്കാനുണ്ടായിരുന്നു, കുറേ ആലോചിക്കാനുണ്ടായിരുന്നു. ആൻഡ് ത്രൂ ഔട്ട് ദ സിനിമ ഞാൻ ശ്രദ്ധിച്ചത് ഈ കേന്ദ്ര കഥാപാത്രത്തെ, അഞ്ജലി ശിവരാമൻ ചെയ്തിട്ടുള്ള ആ ക്യാരക്ടറിനെ, അവരുടെ ഏജ്, ആ ഏജിൻ്റെ ഡിഫറൻസിൽ ഉണ്ടാകുന്ന ശബ്ദത്തിലെ വ്യത്യാസങ്ങൾ, സംസാര രീതിയിലെ വ്യത്യാസങ്ങൾ, അവരുടെ ഹെയർ സ്റ്റൈല്, ഡ്രസ്സിങ്, അങ്ങനെ എല്ലാം, മേക്കപ്പൊക്കെ എണ്ണി പെറുക്കി പറയണം. ഒരു കൗമാരകാലത്തിൽ നിന്ന് അഡ്വാൻസ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന മാറ്റങ്ങൾ, സ്കിന്നിലുണ്ടാകുന്ന ഡിഫറൻസുകൾ എല്ലാം എന്ത് ഗംഭീരമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നതെന്ന് പറയാം. അങ്ങനെ എല്ലാം കൊണ്ടും എനിക്ക് നല്ലത് മാത്രം പറയാനുള്ളൊരു സിനിമ. ഇതൊരു ലൈഫ് കാണിക്കുന്ന സിനിമയാണ്. ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ കണ്ടിരിക്കേണ്ട, പ്രത്യേകിച്ചൊരു 14-15 വയസ്സിനപ്പുറത്തേക്ക് എത്തുന്ന ഏതൊരു ആൺകുട്ടിയും പെൺകുട്ടിയും കണ്ടിരിക്കേണ്ട സിനിമകളിൽ ഒന്നായിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയാം. മ്യൂസിക്, വിഷ്വൽസ് തുടങ്ങി സകല മേഖലകളിലും സിനിമയുടെ തിരക്കഥയോട് നീതി പുലർത്തുക എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ഒരു വലിയ എക്സാമ്പിളാണ്. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് എന്ന് ഞാൻ പറയുള്ളൂ. ഒരുപാട് ആളുകൾ ഈ സിനിമ കാണാൻ പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു, ഇൻബോക്സിൽ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും ഒരു താങ്ക്സ്. നിങ്ങളിങ്ങനെ ഫോഴ്സ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ സിനിമ ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്ന് കാണില്ലായിരുന്നു. ഹോട്ട്സ്റ്റാറിൽ സിനിമ അവൈലബിൾ ആണ്, ജസ്റ്റ് ഗോ ആൻഡ് വാച്ച്, അത്രേ ഉള്ളൂ. സിനിമ കാണാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൻ്റെ കൂടെ ഇതൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. സ്വാഭാവികമായും സ്പോയിലേഴ്സ് മാത്രമേ ഈ വീഡിയോയിൽ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കാണാതിരിക്കുക, സിനിമ കാണുക ആദ്യം. കാരണം സിനിമയിലുള്ള ഓരോ കാര്യങ്ങളും എണ്ണിപ്പെറുക്കി നമ്മൾ ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനൊരു സിനിമയുടെ ഒരു എക്സ്പ്ലനേഷൻ ചെയ്യുന്ന സമയത്ത്, ഞാനൊരു ആൺകുട്ടിയാണ്, ഞാൻ കണ്ടറിഞ്ഞിട്ടുള്ള കുറച്ച് പെൺ ജീവിതങ്ങളുണ്ട്. ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നാണ് എനിക്ക് ഈ സിനിമ കാണാൻ പറ്റുക. ഇത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തു കഴിഞ്ഞാൽ എത്രത്തോളം വൃത്തി ഉണ്ടാവും എന്നെനിക്കറിയില്ല. അത് ശരിയല്ല എന്നും എനിക്ക് തോന്നി. എൻ്റെ ടീം അംഗം ശ്രുതി കൂടെ ഉണ്ടായിരുന്നു ഈ കാര്യങ്ങൾ, ഈ സിനിമ കാണാനും ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ സൈഡിലേക്ക് നമ്മുടെ സ്ക്രിപ്റ്റിലൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ശ്രുതിയും പറയാൻ ഏൽപ്പിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമയിലെ രമ്യ എന്ന് പറയുന്ന കഥാപാത്രത്തെ വെച്ച് നോക്കുമ്പോൾ, അവളുടെ ജീവിത സാഹചര്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ശ്രുതി കുറേയും കൂടി ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ കാര്യങ്ങൾ വീട്ടിൽ അവതരിപ്പിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന പേരൻസ് ഉള്ള, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. പക്ഷേ അവരുടെയും സൗഹൃദങ്ങളിൽ നിന്നുകൊണ്ട് ഈ രമ്യയെ പോലെയുള്ള ഒരുപാട് ആളുകളെ കണ്ടറിയാൻ, അടുത്തറിയാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ സിനിമയെ വിലയിരുത്തുന്നത് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ സിനിമ നിങ്ങൾ ആസ് എ പെൺകുട്ടി അല്ലെങ്കിൽ ആസ് എ ബോയ് ഇത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായ പെർസ്പെക്റ്റീവ് ഉണ്ടാകും. നിങ്ങളുടെ പെർസ്പെക്റ്റീവുകൾ അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ പെർസ്പെക്റ്റീവാണ് ഈ പറയുന്നത്. ഇതാണ് ശരി, ഇങ്ങനെയാണ് ശരി എന്നൊന്നുമല്ല. ലെങ്ത് കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതേ ലെങ്ത്തിൽ ഇതേ സ്പീഡിൽ കാണാം. ഇനി അതല്ലെങ്കിൽ 1.5x സ്പീഡിലിട്ടാൽ കുറച്ചും കൂടി നേരത്തെ വീഡിയോ കണ്ടു തീർക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ കാണാവുന്നതാണ്. സിനിമയിലേക്ക് കടക്കുമ്പോൾ നമ്മൾ സിനിമയിൽ ആദ്യം കാണുന്നത് രമ്യ എന്ന് പറയുന്ന കഥാപാത്രം സ്വപ്നങ്ങൾ കാണുകയാണ്. അവളുടെ കുറച്ച് സ്വപ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. കുറേ കാര്യങ്ങൾ കീഴ്മേലൊക്കെ ആയിട്ട് ഗ്രാഫിക്കലി ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുള്ളൊരു സ്വപ്നമാണ്. ആ സ്വപ്നത്തെക്കുറിച്ച് അവളെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. രമ്യ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് സ്വപ്നങ്ങൾ കുറേ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സ്വപ്നങ്ങളിലൊക്കെ കോമൺ ഫാക്ടറായിട്ട് വരുന്നത് അവളുടെ ബോയ് ഫ്രണ്ട് എന്ന് പറയുന്ന ആ സ്ഥാനത്ത് വരുന്ന ആൺകുട്ടികളുടെ മുഖങ്ങൾ ചിലപ്പോൾ മാറി വരും. ചിലപ്പോൾ സ്കൂളിൽ പഠിക്കുന്നതായിരിക്കും, ഫ്രണ്ടിൻ്റെ ബ്രദറായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രഭുദേവ, ഒരു സിനിമാ താരം വന്നു എന്ന് വരും. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ആ ആൾക്കൊപ്പം സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സ്വപ്നം എടുത്ത് നോക്കുകയാണെങ്കിൽ, നമ്മൾ പൊട്ടിച്ചിരിച്ചാൽ പോലും ആരും കേൾക്കാത്ത നമ്മുടേതെന്ന് പറയുന്ന ഒരു സ്പേസ്, അവൾ കാണുന്ന തൊട്ടടുത്തുള്ള വാച്ച്മാൻ ഉണ്ട്. അയാളുടെ ഫാമിലിയോടൊപ്പം മഴ വരുന്ന സമയത്ത് ഒരു ചെറിയ ഷെഡാണെങ്കിൽ പോലും അവിടെ ഷീറ്റ് ഇട്ടിട്ട് അവിടെ അവർ കെട്ടിപ്പിടിച്ച് കിടക്കുക എന്ന് പറയുന്ന, അതായത് വളരെ പ്രിയപ്പെട്ട ഒരാൾക്കൊപ്പം വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സമയം, നമ്മുടേതെന്ന് പറയാവുന്നൊരു സമയം, പ്രിയപ്പെട്ടൊരു സമയം, ആ സമയം അവൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അവളൊരു ടീനേജിൽ നിൽക്കുന്ന പെൺകുട്ടിയാണ്. ടീനേജിൽ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചുകളുടെ ഭാഗമായിട്ട് നമുക്ക് ഈ പറയുന്ന അടുപ്പങ്ങൾ തോന്നും, ഇഷ്ടങ്ങൾ തോന്നും, അടുത്തിരിക്കണം, അടുത്തിടപഴകണം, ഒന്ന് തൊടണം, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അത് വളരെ സ്വാഭാവികമാണ്. ഞാനത് വീണ്ടും ഈ വീഡിയോയിലും പറയാൻ ഉദ്ദേശിക്കുന്നത്, അത് ഒരു കുഴപ്പമില്ല, ദാറ്റ്സ് നാച്ചുറൽ. അങ്ങനെയുള്ള ആഗ്രഹങ്ങളുടെ റിഫ്ലക്ഷനാണ് അവളുടെ സ്വപ്നത്തിൽ അവൾ ഈ കാണുന്നത്. പക്ഷേ ഈ സ്വപ്നം കണ്ട് കണ്ണ് തുറന്നു കഴിയുമ്പോൾ ഇവൾ ആദ്യം കാണുന്നത് ഒന്ന് ദൈവങ്ങളുടെ ഫോട്ടോ കാണുന്നു, പിന്നൊന്ന് അവരുടെ പൂർവികനായിട്ടുള്ള ഏതോ ഒരു മുത്തച്ഛൻ്റെ ഒരു ഫോട്ടോ കാണുന്നു. അവളുടെ ഉള്ളിലുള്ള ഈ ആഗ്രഹം തെറ്റാണോ ശരിയാണോ എന്ന് അവൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം
പൂർവികരിൽ നിന്ന് അവൾ പഠിച്ചിട്ടുള്ള, അവളുടെ വീട്ടിൽ അമ്മൂമ്മയുണ്ട്, അമ്മയുണ്ട്, ഇവരിൽ നിന്നൊക്കെ ഇവക്ക് കിട്ടുന്ന അറിവുകൾ ഇതൊക്കെ തെറ്റാണ്, ഇതൊക്കെ പാപമാണ്. അതുപോലെ മതം പഠിപ്പിക്കുന്നത് എന്താണ്, ഇതൊക്കെ തെറ്റാണ്, ഇതൊക്കെ പാപമാണ് എന്നിങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ടീനേജിൽ ഇതുപോലെയുള്ള ചേഞ്ചസും ആഗ്രഹങ്ങളും ഉണ്ടാവും. അവൾ കണ്ണു തുറന്ന് ആദ്യം ചോദിക്കുന്നത് ഇത് എനിക്ക് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത് എൻ്റെ തെറ്റാണോ? ഈ ചോദ്യം ചോദിക്കാത്ത ഒരു ടീനേജ് കാലഘട്ടവും ഒരാൾക്കും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യം ഉൾക്കൊള്ളാൻ പറ്റുന്ന ആളായിരിക്കും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരു 13-14 വയസ്സിന് ശേഷം അരക്കെട്ടിന് താഴെ ഉണ്ടാവുന്ന അനക്കത്തെക്കുറിച്ച് സ്വന്തം കൂട്ടുകാരോടും വീട്ടുകാരോടും ഒന്നും ചോദിക്കാൻ പറ്റാതെ എനിക്കിത് വല്ല അപകടവും സംഭവിക്കുകയാണോ എന്ന് പേടിച്ചിരുന്ന ഒരു ടീനേജ് കാലഘട്ടം എനിക്കും ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു കൾച്ചറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീനേജ് സമയത്ത് ഒരാളിലുണ്ടാവുന്ന ശാരീരിക മാനസിക മാറ്റങ്ങളെ നമുക്ക് ചർച്ച ചെയ്യാനൊരു സ്പേസ് ഇല്ല എന്നുള്ളതാണ്. നമ്മൾ വീട്ടുകാരോട് സംസാരിക്കാൻ പറ്റുമോ? നമ്മുടെ വീട്ടുകാർ അതൊക്കെ പറഞ്ഞു തരുന്ന ആളുകളാണോ? അമ്മമാർ, അച്ഛന്മാർ, അവർക്ക് ചമ്മലാണ് കുട്ടികളോട് ഇതെങ്ങനെ പറയുമെന്നുള്ളത്. സ്കൂളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ കുട്ടികളോട് എങ്ങനെ അവർക്കുണ്ടാകുന്ന ശാരീരിക മാനസിക മാറ്റങ്ങളെ വിവരിച്ചു കൊടുക്കാം, മനസ്സിലാക്കി കൊടുക്കാം എന്നുള്ള ട്രെയിനിങ്ങിലേക്ക് നമ്മുടെ എത്ര ടീച്ചർമാർ എത്തിയിട്ടുണ്ട്. അവരുടെയൊക്കെ കൂട്ടുകാരോട് ചോദിക്കുമ്പോൾ ശരീരത്തെ സംബന്ധിച്ച് ആൺ പെൺ ശരീരങ്ങളെക്കുറിച്ച് എൻ്റെ ആദ്യത്തെ പാഠപുസ്തകം എന്ന് പറയുന്നത് കൊച്ചു പുസ്തകങ്ങളും നീലച്ചിത്രങ്ങളുമായിരുന്നു എന്ന് ഏറ്റവും സങ്കടത്തോടു കൂടിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതൊക്കെ പറഞ്ഞു തരാൻ അധ്യാപകരോ എൻ്റെ വീട്ടുകാരോ ആർക്കെങ്കിലും അതിനുള്ളൊരു വിവരം ഉണ്ടായിരുന്നെങ്കിൽ, അതിന് അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കൾച്ചറൽ സെറ്റപ്പ് അങ്ങനെയാണ്. ഇവിടെ വിവരം എന്നുള്ളതിനേക്കാൾ കൂടുതൽ അനുവർത്തിച്ചു വരുന്നത് തുടരുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ ആളുകൾക്ക് അയ്യേ ഇതൊക്കെ പറയാമോ എന്നുണ്ടെങ്കിൽ അത് അയ്യയാണ്, സമൂഹത്തിന് മുഴുവൻ അയ്യയാണ്. ആ കാര്യത്തിനെ അൺലേൺ ചെയ്തു വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനിയും കുറേ ദൂരം മുന്നോട്ട് പോകാനുണ്ട്. ആ അവസ്ഥയെ ഒരു 90s കിഡിൻ്റെ ആംഗിളിൽ നിന്ന് ഏറ്റവും ഗംഭീരമായിട്ട് ഒരു ചെറിയ സ്വപ്നവും 2 ഫോട്ടോസും കാണിച്ച് അവരെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ഈ സിനിമയിൽ. ആ ഒരു പ്രായത്തിൽ നമ്മുടെ ബ്രെയിനും ആഗ്രഹിക്കുന്ന അങ്ങനെയാണ്, നമുക്ക് നമ്മുടെ ഓപ്പോസിറ്റ് സെക്സുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റണം. ഇത് പറയുമ്പോൾ ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ആളുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവിടെ ഡിഫറെൻറ്റ് ഒരു രീതിയിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. ഓപ്പോസിറ്റ് സെക്സ് എന്ന് പറയുന്ന വാക്ക് അവിടെ ഉപയോഗിക്കേണ്ടി വരില്ല. അവിടെ നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, കൂടെ ഇരുത്തി പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. പക്ഷേ നമ്മളെയൊക്കെ പോലെ തന്നെ അൺഫോർച്ചുനേറ്റ്ലി രമ്യയ്ക്കും അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഒരാളുണ്ടായിരുന്നില്ല. ഞാനൊരു ചീത്ത പെൺകുട്ടിയാണോ, ഇങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാകുന്ന ഞാനൊരു മോശക്കാരിയാണോ എന്ന് അവൾ ചിന്തിച്ചു തുടങ്ങുന്നിടത്താണ് ബാഡ് ഗേൾ ആരംഭിക്കുന്നത്. ഒരു പക്ഷേ ഞാനൊരു ബാഡ് ഗേൾ ആണോ എന്ന് ചിന്തിച്ച പെൺകുട്ടികളും ഞാനൊരു ബാഡ് ബോയ് ആണോ എന്ന് ചിന്തിച്ചിട്ടുള്ള ആൺകുട്ടികൾക്കൊക്കെ ഈ രംഗങ്ങളൊക്കെ വളരെയധികം റിലേറ്റബിൾ ആയിരിക്കും. ആ സിനിമയിൽ ഈ ഒരു സമയത്ത് വരുന്നൊരു ട്രാക്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു വാക്ക് പറയുന്നുണ്ട്. വാ തുറന്നാൽ മാനം പോച്ചെന്നാണ് പറയുന്നത്. വായ തുറന്നാൽ പോയി, ആരോടും പറയാൻ പറ്റില്ല. അപ്പം ഞാൻ ഒരു ബാഡ് ഗേളെന്ന് അവളങ്ങ് വിശ്വസിക്കുകയാണ്. ഈ സിനിമയിൽ രമ്യയ്ക്ക് മാർക്ക് കുറയുന്നൊരു സമയത്ത് അവൾക്ക് മാർക്ക് കുറവാണ്, 16 മാർക്കാണ് 100-ൽ കിട്ടിയിട്ടുള്ളത്. കുറച്ച് ആൺകുട്ടികളുടെ കൂടെ അവളെ നിർത്തിയിരിക്കുകയാണ്. പക്ഷെ അവളോട് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: യു വാക്ക് ലൈക്ക് എ ബോയ്, യു ടോക്ക് ലൈക്ക് എ ബോയ് ആൻഡ് ഫെയിൽഡ് ലൈക്ക് എ ബോയ്. അതായത് ആൺകുട്ടിക്ക് ഫെയിലാകാം, ആൺകുട്ടിക്ക് മാർക്ക് കുറയാന്ന് പറഞ്ഞാൽ അത് ബോയ്സ് അല്ലേ, ബോയ്സ് ആകുമ്പോൾ അങ്ങനെയൊക്കെയാണ്. പക്ഷേ യു ഫീൽ ലൈക്ക് എ ബോയ്, നീ ആ ആൺകുട്ടിയെ പോലെ തോറ്റുപോയി എന്നുള്ളതാണ്. പെൺകുട്ടിയായാൽ പഠിക്കണം, പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കല്യാണം കഴിച്ച് വീട്ടിൽ പോയി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ളതാണല്ലോ. അങ്ങനെ ആൺകുട്ടികളെ പോലെ നടക്കുക, സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ കുറ്റമായിട്ടാണ് അവരവിടെ കാണുന്നത്. പെൺകുട്ടികളായാൽ ഇങ്ങനെയായിരിക്കണം, ആൺകുട്ടികളായാൽ ഇങ്ങനെയായിരിക്കണം എന്ന് പറയുന്ന അടിച്ചുറപ്പിച്ച് വെക്കലാണത്. അതിന് ശേഷം വന്ന സീൻ അത് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് അത്രയും ഉറപ്പാണ്. ഞങ്ങൾ ഈ സിനിമ ഇരുന്ന് കാണുന്ന സമയത്ത് ശ്രുതിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ആർട്സിൻ്റെ പ്രോഗ്രാമൊക്കെ വരുന്ന സമയത്ത് ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും ഇഷ്ടമുള്ള കുട്ടികൾ ചുറ്റും കൂടും, എന്നെയും കൂടി ഒന്ന് ഈ പ്രോഗ്രാമിൽ ഭാഗമാക്കുമോ എന്ന് ചോദിച്ചിട്ട്. പക്ഷെ അവരെന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ വരുന്നതിന് മുമ്പ് ടീച്ചേഴ്സ് വന്ന് ഇടപെടും. അതായത് ഒരു കുട്ടിക്ക് പഠിത്തത്തിൽ താല്പര്യം കുറവാണ്, താല്പര്യമുള്ള കലാരംഗം ഇപ്പുറത്തെ സൈഡിൽ നിൽപ്പുണ്ട്. പക്ഷേ പഠിത്തമില്ലെങ്കിൽ നിനക്ക് ആർട്ടും വേണ്ട, അതായത് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു കാര്യം നീ ചെയ്തേ പറ്റുള്ളൂ, ഇൻട്രസ്റ്റ് ഉള്ളത് ചെയ്യാനും പാടില്ല എന്നുള്ള രീതിയിൽ കുട്ടികളെ മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഈ സ്കൂളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എത്രയോ കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ റെസ്ട്രിക്ഷൻസ് ആയിട്ടാണ് നമ്മുടെ രമ്യ വളർന്നുകൊണ്ടിരിക്കുന്നത്, ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്കൂളിലെ അവസ്ഥ ഇതാണ്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ സ്കൂളിലെ ടീച്ചറുടെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് പോലെ അവളുടെ അമ്മ അവിടെയുണ്ട്, അമ്മൂമ്മയുണ്ട്. പീരീഡ്സ് ആയി കഴിഞ്ഞാൽ അവിടെ തുടരുത് ഇവിടെ തുടരുത് എന്ന് പറയുന്ന ആ അമ്മൂമ്മയെ ഒരുപാട് പെൺകുട്ടികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ രാവിലെ നേരം വെളുത്ത് എണീക്കുമ്പോൾ മുതൽ വൈകുന്നേരം വരെ നോ, വേണ്ട, അരുത്, പാടില്ല, പറ്റില്ല തുടങ്ങിയിട്ടുള്ള വാക്കുകൾ കോൺസ്റ്റൻ്റ്ലി കേട്ട് വളരുന്ന ഒരു പെൺകുട്ടിയായിട്ടാണ് നമ്മൾ രമ്യയെ കാണുന്നത്. രമ്യയുടെ അടുത്ത് പല കാര്യങ്ങളും ആൾക്കാർ വേണ്ടാന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഈ മുത്തശ്ശിയൊക്കെ ഈ പീരീഡ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുമ്പോഴാണ് നമ്മൾ സിനിമയിൽ കൂടുതൽ കാണുന്നത്. ഈ കുട്ടിക്ക്
ഓരോ ചോദ്യങ്ങൾക്കും ലോജിക്കലായിട്ടുള്ളൊരു ആൻസർ വേണം. അവൾ ചോദിക്കുന്നത് എന്തുകൊണ്ട് പാടില്ല. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ലോജിക്കലായിട്ടുള്ള ഒരു ആൻസറും വരുന്നില്ല. ഇനി ഇവളുടെ അടുത്ത് ഉത്തരം കൊടുക്കാനോ ഇവളെ ചോദ്യം ചെയ്യാനോ നിന്ന് കഴിഞ്ഞാൽ ഇവളുടെ ഭാഗത്തു നിന്ന് കുറച്ച് ലോജിക്കൽ ചോദ്യങ്ങൾ വരും. അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാവുമ്പോൾ ഇവർ എക്സ്പ്ലെയിൻ ചെയ്യാനോ തിരുത്തി കൊടുക്കാനോ ഒന്നും നിൽക്കുന്നില്ല. പാടില്ല, നോ, അരുത്, പറ്റില്ല, ഇതല്ലാതെ വേറെ ഒന്നും തന്നെ ഇവളുടെ അടുത്ത് സംസാരിക്കുന്നില്ല. അത് കഴിഞ്ഞാണ് നമ്മൾ രമ്യയുടെ അച്ഛനെ കാണുന്നത്. അച്ഛനെ കാണുന്നതിന് മുമ്പ് അമ്മയുടെ കാര്യം കൂടി പറയാണ്. അമ്മ ഈ അച്ഛനെ കല്യാണം കഴിച്ചു, രമ്യ ഉണ്ടാവുന്നു. പുള്ളിക്കാരിക്ക് വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനൊരു നാട്ടിൽ കല്യാണം കഴിഞ്ഞ് വന്നതുകൊണ്ട് ആ വീട്ടിലൊരു ആചാരവും രീതിയും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് തന്നെ വീട്ടിൽ തന്നെ നിൽക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു. കുഞ്ഞ് വളർന്ന് വലുതായി സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ അവരും ജോലിക്ക് പോകാൻ തുടങ്ങി. അതുവരെ അവർക്ക് ജോലിക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം എന്താ എന്ന് പറയുന്നൊരു ചോദ്യം ഒരു പക്ഷേ അവർ നേരിടേണ്ടി വന്നിട്ടുണ്ടാവും. എന്തായാലും കുഞ്ഞിനെ ഏത് സ്കൂളിൽ ചേർത്തോ അതേ സ്കൂളിൽ തന്നെ ടീച്ചറായി അവർ ജോലിക്ക് പോകാൻ ശ്രമിക്കുകയാണ്. അവരും ഒരുപാട് റെസ്ട്രിക്ഷൻസ് കേട്ട് വളർന്നിട്ടുള്ള തനിക്ക് പറ്റുന്ന രീതിയിൽ തന്നെ കൊണ്ടാവുന്ന രീതിയിൽ ചിറക് വിരിച്ച് പറക്കാൻ ആഗ്രഹിച്ച ഒരു സ്ത്രീ തന്നെയായിരുന്നു. അവരവിടെ ജോലിക്ക് കയറുന്നു. ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം ഒരുപാട് കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു കൊടുക്കുന്നു. അങ്ങനെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മുമ്മ ആചാരങ്ങൾ മുറുക്കെ പിടിച്ചുകൊണ്ട് ബാക്കിയുള്ളവരെയും രാഗി സന്തോഷമായിട്ട് ജീവിക്കുന്നു. അതുപോലെ ഈ പെൺകുട്ടിയുടെ അച്ഛൻ എന്ന് പറയുന്നത് മറ്റെവിടെയോ ജോലി ചെയ്യുകയാണ്. PTA മീറ്റിങ്ങിനും അതുപോലെയുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് നമ്മൾ രമ്യയുടെ അച്ഛനെ കാണുന്നത്. അങ്ങനെ ഒരു PTA മീറ്റിങ്ങിൽ വെച്ച് അദ്ദേഹം മാർക്ക് കുറവാണ് കുട്ടിക്ക് എന്ന് പറയുന്ന സമയത്ത് ടീച്ചറോട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങളല്ലേ അവളിൽ ഈ കാര്യങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാക്കേണ്ടത്, അതിനാണല്ലോ നമ്മൾ ഇങ്ങോട്ട് വിടുന്നത് എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും നല്ല അച്ഛൻ അങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ, നമ്മുടെയൊക്കെ അച്ഛനമ്മമാർ അങ്ങനെയൊക്കെ ചോദിക്കുമെന്ന്. പക്ഷെ അപ്പോഴും അയാൾ ചോദിച്ചത് അവൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു വിഷയത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റില്ല എന്നാണ്. അവൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള വിഷയം എന്താണെന്ന് അവിടെ ആരും ചോദിക്കുന്നില്ല. അവൾക്ക് അറിയേണ്ടത് എന്താണെന്നോ മനസ്സിലാക്കേണ്ടത് എന്താണെന്നോ ആ അച്ഛനും ചോദിക്കുന്നില്ല. അയാളെ പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ നമ്മൾ ഈ പറയുന്ന സിസ്റ്റത്തിൻ്റെ ബൈ പ്രോഡക്റ്റാണ്. അത് കഴിഞ്ഞാണ് നളൻ സിനിമയിലേക്ക് വരുന്നത്. ഋതു ഹാരുണാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. നളനെ നമ്മൾ ആദ്യം കാണുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അയാളുടെ കയ്യിലുള്ള ഒരുപാട് മുറിപ്പാടുകളാണ്. അയാൾ ഫോണിൽ എന്തുമാത്രം സമയമെടുത്താണ് അവിടെ ആ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, അയാളിലേക്ക് തന്നെ ഒതുങ്ങിപ്പോകുന്നത്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രാധാന്യം കുറച്ച് കഴിയുമ്പോഴാണ് വരിക. എന്തായാലും നളനെ കാണുന്ന സമയത്ത് അവന് കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ കൂട്ടുകാർ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ക്യൂട്ടാർക്ക് എന്നുള്ള ഒരു മറുപടി മാത്രമാണ് രമ്യ അവിടെ പറയുന്നത്. അങ്ങനെ നളനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ രമ്യയുടെ അമ്മ രമ്യയെ കാണാൻ വരുന്നുണ്ട്. അവർ അവിടുത്തെ തന്നെ ടീച്ചറാണല്ലോ, സീനിയർ ആയിട്ടുള്ളൊരു ടീച്ചറാണ്. അപ്പോൾ അവർ രമ്യ ഫുഡ് എടുക്കാൻ മറന്നു പോയിട്ടുണ്ട്, ഇനി ഫുഡ് എടുക്കാൻ മറന്നാൽ നിനക്ക് ലഞ്ചില്ല എന്ന് പറയുന്ന ടീച്ചറായിട്ടാണ് നമ്മൾ അവരവിടെ കാണുന്നത്. അവിടെ മാത്രമല്ല, മൊത്തത്തിൽ ആ വീട്ടിലാണെങ്കിലും അവരൊരു ടീച്ചറായി തന്നെ അങ്ങ് ജീവിക്കുകയാണ്. അങ്ങനെ സ്വന്തം മകൾക്ക് ഈ ഭക്ഷണം കൊടുത്ത സമയത്താണ് ക്ലാസ് റൂമിലിരുന്ന് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഒരു കുട്ടിയെ ആ ടീച്ചർ കാണുന്നത്. അവർ ഓടിച്ചെന്ന് ഫോൺ വാങ്ങിച്ചിട്ട് സ്റ്റാഫ് റൂമിൽ വന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞ് അവരവിടുന്ന് പോവുകയാണ്. രമ്യ സ്റ്റാഫ് റൂമിൽ ചെല്ലുന്ന സമയത്ത് ഈ പറഞ്ഞ ഭക്ഷണപ്പൊതി എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാഫ് റൂമിൽ ചെല്ലുന്ന സമയത്ത് നളൻ്റെ ഫോൺ അവിടെ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. പിറ്റേ ദിവസം അത് അവൻ്റെ ബാഗിലേക്ക് അവൾ കൊണ്ട് വെക്കുന്നുണ്ട്. തുടർന്ന് അവർക്കിടയിൽ ഒരു സൗഹൃദം ജനറേറ്റ് ആവുകയാണ്. ആദ്യം അവർ ഓർക്കുട്ടിൽ മെസ്സേജ് അയക്കുന്നു. ഓർക്കുട്ടിൽ മെസ്സേജ് അയക്കുന്ന സമയത്ത് രമ്യയ്ക്ക് ആക്ച്വലി ഈ അമ്മുമ്മ ഭക്ഷണം വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ഒരു മെസ്സേജ് വരുന്ന സമയത്ത് അവളിലുണ്ടാകുന്ന വെപ്രാളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓപ്പോസിറ്റ് സെക്സിൽ നിന്നുള്ള ഒരാൾ എനിക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് അയ്യോ അത് ആരെങ്കിലും കണ്ടാലോ, അയ്യോ എനിക്ക് മെസ്സേജ് അയക്കുമോ എന്ന് പറയുന്ന എക്സൈറ്റ്മെൻറ്റും ടെൻഷനും ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. പക്ഷേ ആ ടെക്സ്റ്റിങ്ങിലെ ഒരേ ഒരു വാക്ക് മാത്രമാണ് ലൂപ്പ് അടിച്ച് നമ്മളെ കേൾപ്പിക്കുന്നതും. ആ വാക്ക് വരുന്ന സമയത്താണ് രമ്യയുടെ ലോകം മുഴുവൻ ഒരു പിങ്ക് കളറിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അവൾ സ്വപ്നം കാണുന്ന പോലെ ഒരു ലോകമായി മാറുന്നത്. ഓക്കെ, ടേക്ക് കെയർ എന്ന് പറയുന്നതാണ് ആ മെസ്സേജ്. അതിന് മുമ്പ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ഇപ്പം നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ ഏതൊരു മെസ്സേജ് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ഓക്കെ ടേക്ക് കെയർ എന്ന് കാഷ്വലി അയക്കുമായിരിക്കും. പക്ഷേ അന്നത്തെ കാലത്ത് ഈ പറയുന്ന ടെക്സ്റ്റിങ്ങും പരിപാടിയൊന്നും അത്രയും കോമൺ അല്ലാത്തതുകൊണ്ടും ഓപ്പോസിറ്റ് സെക്സുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവായതുകൊണ്ടും ആ പെൺകുട്ടിയെ സംബന്ധിച്ച് അവളായി കണ്ടിട്ട് നീ നന്നായിരിക്കൂ എന്ന് അവളോട് പേഴ്സണലി പറയുന്ന ആദ്യത്തെ ആളാണവൻ. അവനോട് അവൾക്ക് തോന്നുന്ന ഇഷ്ടം അല്ലെങ്കിൽ ക്രഷ് എന്ന് പറയുന്ന ആ സാധനം അത് ഇരട്ടിക്കുന്നതാണ് നമ്മളവിടെ കാണുന്നത്. കാരണം അവളെ ആരും കണ്ടിട്ടില്ല, അവളെ ആരും ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ അവർ തമ്മിലുള്ള ചാറ്റും പരിപാടികളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ആ ചാറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറുണ്ട്. എനിക്കും നിന്നെ പോലെ സ്വന്തമായ ഒരു റൂം വേണം എന്ന് അവൾ നളനോട് പറയുന്നതാണ്. ഇതൊക്കെ കുറേ മെസ്സേജുകളുടെ ഇടയിൽ ഇങ്ങനെ മിക്സായി പോകുന്നതാണ്. പക്ഷേ എന്തുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ ആഗ്രഹിച്ചത്? അവൾ ആഗ്രഹിക്കുന്നത് അവളൊരു ബാഡ് ഗേൾ ആയതുകൊണ്ടാണോ? നമ്മുടെ സമൂഹത്തിലെ ഒരു പ്രത്യേകതരം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആൺകുട്ടിയോ പെൺകുട്ടിയോ ആയിക്കോട്ടെ, ടീനേജ് സമയമൊക്കെ ആണെങ്കിൽ മുറി അടച്ചിട്ടിട്ടുണ്ടെങ്കിൽ, അതായത് അവർക്ക് സ്വന്തമായ ഒരു മുറി ഉണ്ടെങ്കിൽ ആ മുറി അടച്ചിടുകയോ മുറിയുടെ കുറ്റി ഇടുകയോ ലോക്ക് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അച്ഛനമ്മമാർക്ക് ടെൻഷനാണ്.
മുറിയടച്ചിട്ടിരുന്ന എന്തോ പരിപാടിയാണ്, എന്തോ മഹാപരാധം ചെയ്യാൻ പോകുന്ന പോലെയാണ്. ഏതൊരു വ്യക്തിക്കും അയാളുടേതായ പ്രൈവറ്റ് സ്പേസിന് അവകാശമുണ്ട്. കുഞ്ഞുങ്ങളാവുമ്പോൾ, ആ ഒരു പ്രായമാവുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കലോ അവരുടെ സ്വാതന്ത്ര്യത്തിനൊന്ന് റെഗുലേറ്റ് ചെയ്യോ ഇതൊന്നുമല്ല സംഭവിക്കുന്നത്. റെസ്ട്രിക്റ്റ് ചെയ്യാണ്, കട്ട് ഓഫ് ചെയ്ത് കളയാണ്. അതിനുശേഷം നമ്മൾ ഈ പെൺകുട്ടികൾ തമ്മിലുള്ള, ഇവർ ടൂർ പോവുകയും പെൺകുട്ടികൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ നമ്മൾ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അതിലെ ഏറ്റവും രസകരമെന്ന് തോന്നിയ, എന്നാൽ വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കണമെന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഈ പെൺകുട്ടികളുടെ ബ്രായുടെ കളറിനെ കുറിച്ച് അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. നമുക്കിവിടെ ഇന്നർ വെയർ എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. കാരണം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സിമിലർ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു ആൺകുട്ടി എന്നുള്ള നിലയ്ക്ക് എനിക്കും കൂടി മനസ്സിലാവുന്നതുകൊണ്ടാണ്. ഒരു പ്രായം വരെ നമ്മുടെയൊക്കെ ഇന്നർ വെയർ, അണ്ടർ ഗാർമെൻറ്റ്സ് സെലക്ട് ചെയ്യുന്നത്, നമുക്ക് വേണ്ടി അത് വാങ്ങിച്ചു തരുന്നത് അച്ഛനമ്മമാർ തന്നെയാണ്. പക്ഷേ അവരത് വാങ്ങുന്ന സമയത്ത് നമ്മുടെ കംഫർട്ടോ നമ്മുടെ പ്രിഫറൻസുകളോ അവിടെ പരിഗണിക്കാറില്ല. ഒരു ദിവസം വൈകുന്നേരം ആകുമ്പോഴേക്കും നിനക്കിരിക്കട്ടെ 3 ജട്ടി, നിനക്കിരിക്കട്ടെ 2 ബ്രേസർ എന്ന് പറഞ്ഞ് സാധനങ്ങൾ വാങ്ങിക്കുകയാണ്. ഇതിൽ എനിക്ക് ഈ കളറാണ് ഇഷ്ടം, അല്ലെങ്കിൽ എനിക്ക് ഈ മെറ്റീരിയൽ എൻ്റെ ബോഡിയിൽ കംഫർട്ടബിൾ ആവുന്ന, എനിക്ക് ഒരു സന്തോഷം തരുന്ന. അപ്പോൾ ചോദിക്കും, ഇതൊക്കെ പുറത്ത് ആര് കാണാനാണ്? ഈ സിനിമയിൽ തന്നെ അത് ചോദിക്കുന്നുണ്ട്. ബ്ലാക്കും വൈറ്റും അല്ലാതെ വേറൊരു കളർ കിട്ടിയിട്ട് എന്തിനാ? നമ്മൾ പുറത്തിട്ടുകൊണ്ട് നടക്കുന്നില്ലല്ലോ. പക്ഷേ അത് ഒരാളുടെ പ്രിഫറൻസാണ്, ഒരാളുടെ കംഫർട്ടാണ്, ഒരാളുടെ സന്തോഷമാണ്. ഈ പറയുന്ന കളറുകളിലും മോഡലുകളിലും മെറ്റീരിയലിലും ഒക്കെ ഈ സാധനങ്ങൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ്. ആളുകൾക്ക് പ്രിഫറൻസ് ഉണ്ട് എന്ന് ഈ ഇൻഡസ്ട്രിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പേരൻസിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞങ്ങൾ ഈ ഒരു സീനിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ശ്രുതി എന്നോട് പറഞ്ഞൊരു കാര്യം, അവരുടെ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ കേട്ടറിഞ്ഞിട്ടുള്ളൊരു കാര്യം, നമ്മളൊക്കെ ജോലി കിട്ടി ആദ്യമായിട്ട് ശമ്പളം കയ്യിലേക്ക് വരുന്ന സമയത്ത് പലതരം ആഗ്രഹങ്ങൾ, നമുക്ക് ആദ്യം പൈസ കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന ആഗ്രഹങ്ങളൊക്കെ ആയിരിക്കും തീർക്കാൻ ചിന്തിക്കുക. അങ്ങനെ ആദ്യത്തെ സാലറിയൊക്കെ വരുമ്പോൾ സ്വന്തമായി ഇഷ്ടമുള്ള ഡ്രസ്സ് വാങ്ങാൻ പോകുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ സാലറി കിട്ടിയ ഉടനെ തന്നെ ഇഷ്ടമുള്ള ഇന്നർ വെയർ വാങ്ങാൻ ആഗ്രഹിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന പെൺകുട്ടികളുണ്ട്. കാരണം അതുവരെ വീട്ടുകാർ വാങ്ങിക്കൊടുക്കുമ്പോൾ ഇത് മതി, ഈ കളറ്, ഈ മോഡൽ, ഇത് ഈ മെറ്റീരിയൽ, ഇത്രേ ഉള്ളൂ, ഇതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്ന രീതിയിലാണ്. മറ്റൊരു തരത്തിൽ അത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ എനിക്ക് ഇന്ന കളറിലുള്ള, ഇന്ന ഡിസൈനിലുള്ളതാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരിൽ അവരെ ജഡ്ജ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുമ്പോൾ, ജോലി കിട്ടി തൻ്റേതായ പൈസ കയ്യിലേക്ക് വരുമ്പോൾ ആദ്യം അവർ ചെയ്യാൻ പോകുന്നത് എനിക്കിഷ്ടമുള്ള ഇന്നർ വെയർ ഇടണം. ഞാനും സത്യം പറയാലോ, എനിക്ക് സാലറി കിട്ടിയിട്ട് ആദ്യത്തെ 3ാമത്തെ മറ്റോ സാലറി വന്നപ്പോൾ, ആദ്യത്തെ സാലറി എല്ലാം ചിലവുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ എൻ്റേതായിട്ട് എനിക്ക് കുറച്ച് പൈസ ബാക്കി വന്നപ്പോൾ ഞാനും ചെയ്തത് നല്ല കളർഫുൾ ആയിട്ടുള്ള ഇന്നർ വെയർ വാങ്ങിച്ചു എന്നുള്ളതാണ്. കാരണം നമ്മളിതൊക്കെ ഇടുമ്പോൾ നമ്മളെ ഇതിൻ്റെ പേരിൽ ജഡ്ജ് ചെയ്യുന്നൊരു ഫാമിലി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇതൊക്കെ വേറെ എന്തോ ഒരു അർത്ഥത്തിൽ നോക്കി കാണുന്ന ആളുകളുണ്ടായിരുന്നു. പക്ഷേ നമ്മളിതൊക്കെ പറയുമ്പോൾ, ഇപ്പോൾ ഫാമിലി ഇതൊന്നും വാങ്ങിച്ചു കൊടുക്കുന്നില്ല, അമ്മമാർ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ മക്കളുടെ പ്രിഫറൻസ് നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്കിവരെ കുറ്റം പറയാൻ പറ്റില്ല. നമ്മുടെയൊക്കെ അമ്മമാർ അവരൊന്നും അമ്മമാരാകേണ്ട, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രിപ്പയർ ആയതിന് ശേഷം അമ്മമാരായതല്ല. അവർ കല്യാണം കഴിഞ്ഞു, വീട്ടുകാർ കല്യാണം കഴിപ്പിച്ചു, അങ്ങനെ എങ്ങനെയൊക്കെയോ കുട്ടികളുണ്ടായി. ആ കുട്ടികളെ അവർ നോക്കുന്നു. അപ്പോൾ അവർക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ അവർ ഡീൽ ചെയ്യുന്നു. എന്നാൽ അതേസമയം എനിക്കൊരു അമ്മയാവണം, എൻ്റെ കുഞ്ഞിനെ ഞാൻ ഇങ്ങനെയൊക്കെ നോക്കണം. ഒരമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിലെ കൺസെപ്റ്റ് ഇതാണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് എൻ്റെ കുഞ്ഞിനെ ഡെലിവർ ചെയ്യേണ്ടത്. എൻ്റെ കുഞ്ഞ് 20-30 വർഷം കഴിയുമ്പോൾ ഇങ്ങനെ ബിഹേവ് ചെയ്യണമെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ കുഞ്ഞിനെ ചെറുപ്പം മുതലേ നോക്കി വളർത്തേണ്ടത് എന്നൊക്കെ അറിഞ്ഞ് പഠിച്ച് അമ്മമാരായിട്ടുള്ള ആളുകളല്ല നമുക്കുള്ളത്. അവരെ സംബന്ധിച്ച് അവർക്ക് മക്കൾക്ക് ഇതാണ് നല്ലതെന്ന് തോന്നുന്നു, സമൂഹം ഇതാണ് നല്ലതെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, അവരാ കാര്യങ്ങൾ ചെയ്യുന്നു. ഇവരും പറഞ്ഞു ഇതാണ് നല്ലതെന്ന്. ഇതിന് കൃത്യമായിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ളൊരു ഡയലോഗ് രമ്യയുടെ അമ്മ പറയുന്നുണ്ട്. അത് ക്ലൈമാക്സിനോട് അടുത്താണ്, നമുക്കതിനെക്കുറിച്ച് അപ്പം പറയാം. കാര്യം ഇത് അത്രയും ഗംഭീരമായിട്ടുള്ളൊരു ഡയലോഗാണ്. ഈ പറയുന്ന ഓരോ പ്രശ്നങ്ങൾക്കും ഈ അമ്മമാരുടെ ഭാഗത്തു നിന്നുള്ള മറുപടി. പക്ഷേ അമ്മമാരാകാൻ പ്രിപ്പയർഡ് ആവാതിരുന്ന ഒരു സമയത്ത് അമ്മമാരായി പോയതുകൊണ്ടാണ്. എനിക്ക് ഉറപ്പാണ് അങ്ങനെ സാലറി വന്നിട്ട് ഇഷ്ടമുള്ള ഇന്നർ വെയർ വാങ്ങാൻ കൊതിച്ചിട്ടുള്ള ആ പെൺകുട്ടികളുണ്ടല്ലോ, അവരൊരിക്കലും അമ്മയാവുന്ന സമയത്ത് അവരുടെ കുഞ്ഞുങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്യില്ല. എന്തായാലും അവരുടെ ഈ ടൂർ പോക്കിനിടയിലാണ് ഇവർ രാത്രി നളനും രമ്യയും കൂടി കാടിനകത്ത് പൊളിഞ്ഞു കിടക്കുന്ന ഒരു വീട്ടിലേക്ക് ചെല്ലുന്നത്. അവിടെ ചെന്ന് അവർ നമുക്ക് TV ഇവിടെ വെക്കണം, നമുക്കിത് ഇവിടെ അങ്ങോട്ട് മാറ്റണം, ഇങ്ങോട്ട് മാറ്റണം എന്ന് പറയുന്ന അവരുടെ ആഗ്രഹങ്ങൾ, അവൾ ആഗ്രഹിച്ച് അവളുടെ സ്വപ്നത്തിൽ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് ഏറ്റവും പ്രിയപ്പെട്ട ഒരുവനോടൊപ്പം ഒരു സ്ഥലത്ത് അവരുടേതെന്ന് പറയാവുന്ന ഒരു സ്പേസിൽ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത്. അവളത് സ്വപ്നത്തിൽ കാണുമ്പോൾ അവളെയും അവളുടെ പ്രിയപ്പെട്ടവനെയും കണ്ടിരുന്നത് പൂച്ചകളായിട്ടായിരുന്നു എന്ന് പറയുന്നൊരു പ്രത്യേകതയുണ്ട്. അത് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇവിടെ നളനോടൊപ്പം അവൾക്ക് അങ്ങനെ ഒരു സ്പേസ് കിട്ടുകയാണ്. രാത്രി അവർ രണ്ടുപേരും കൂടി ഒരു ബാത്ത് ടബിനകത്ത് കിടക്കുന്നുണ്ട്. രമ്യ കിടക്കുന്നു, അതിനടുത്തായിട്ട് നളൻ കിടക്കുന്നു. അവർ തൊട്ടാണ് കിടക്കുന്നത്. ആ സമയത്ത്
അവൾ നളനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇത് നല്ല രസമല്ലേ ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ, അല്ലെങ്കിൽ ഇത് എന്ത് സുഖമുള്ളൊരു കാര്യമാണ്, ഇതിനെ എന്തിനാണ് ബാക്കിയുള്ളവർ ഇത്രയും മോശമായി ചിത്രീകരിക്കുന്നത്? വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ആ സംശയം പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷൻ കിട്ടി വളർന്നിട്ടുള്ള ഒരു അമ്മയായിരുന്നു അവളുടേതെങ്കിൽ, അല്ലെങ്കിൽ തൻ്റെ മകൾക്കുണ്ടാവുന്ന കൗമാരകാലത്തെ മാറ്റങ്ങളെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് അവളോട് സംസാരിക്കാനും കഴിയുന്ന ഒരു അമ്മയായിരുന്നു അവൾക്കുണ്ടായിരുന്നെങ്കിൽ അവരും പറഞ്ഞു കൊടുത്തേനെ, ശരിയാ മോളെ അങ്ങനെയൊക്കെ തോന്നും, അതൊക്കെ നല്ല രസമുള്ളൊരു കാര്യമാണ്, പക്ഷേ നമ്മൾ ഇന്ന കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്ന പ്രോപ്പറായി കാര്യങ്ങൾ പറഞ്ഞു. ചിലപ്പോൾ വീണ്ടും വീണ്ടും അവൾ ചോദിക്കും. ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ പോരാ, 2 പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ പോരാ, പുറകെ നടന്ന് ചോദിക്കും. ഒരു സംശയം തീരുമ്പോൾ അടുത്ത സംശയത്തിലേക്ക് വരും. അങ്ങനെ വലിയ വലിയ സംശയങ്ങളിലേക്ക് അവൾ എത്തിച്ചേരും. പക്ഷേ അപ്പോഴും സമാധാനത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അവളുടെ അമ്മയ്ക്ക് സാധിച്ചിരുന്നെങ്കിൽ അവൾ ഈ സ്വപ്നങ്ങൾ കാണുകയും പിന്നീട് അവളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അത്രയും വലിയ ട്രോമ ഉണ്ടാക്കുന്ന സിറ്റുവേഷൻസിലേക്കും അവൾ എത്തിപ്പെടില്ലായിരുന്നു. അങ്ങനെ നളനോട് ഇത് നല്ല രസമുള്ളൊരു കാര്യമല്ലേ, ഇതിപ്പോൾ എന്തിനാ എല്ലാവരും തെറ്റായി പറയുന്നത് എന്ന് പറഞ്ഞിട്ട് തനിക്ക് ഇങ്ങനെ ഒരു സ്വപ്നമൊക്കെ ഉണ്ടായ സമയത്ത് അത് ട്യൂഷൻ ക്ലാസ്സിൽ പറഞ്ഞു, അവരെല്ലാവരും വളരെ മോശമായിട്ടാണ് അവളെ ട്രീറ്റ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്നിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ള അവളുടെ ചോദ്യത്തിന് എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാവും, നീ ഒറ്റയ്ക്കല്ല എന്ന് പറയുന്ന ഒരു അഷ്വറൻസ് ആണ് അവൻ കൊടുക്കുന്നത്. ഞാൻ ചിന്തിക്കുന്നത് തെറ്റാണോ, ഞാൻ മാത്രമേ ഇങ്ങനെ ചിന്തിക്കുന്നുള്ളൂ, ഞാനൊരു തെറ്റുകാരിയാണോ എന്നുള്ള ചോദ്യത്തിന് അല്ല, എല്ലാവർക്കും ഇങ്ങനെയുള്ള ചിന്തകളുണ്ടാവും, നീ ഒറ്റയ്ക്കല്ല എന്ന് പറഞ്ഞ് അവൾക്ക് കൊടുക്കുന്ന ആ അഷ്വറൻസ് അവളുടെ അമ്മ കൊടുത്തിരുന്നെങ്കിൽ, അവളുടെ ടീച്ചേഴ്സ് ആരെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ, അവളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ കുറേയും കൂടി നേരത്തെ അവൾക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. തൊട്ടടുത്ത് സംഭവിക്കുന്നത് അവൾക്ക് ഫോൺ കോൾ വരികയാണ്. ആ സമയത്ത് നളന് ടെൻഷൻ ആവുന്നുണ്ട്. അവൻ ചോദിക്കുന്നത് നമ്മളിവിടെ ഉണ്ടെന്ന് അവർ കണ്ടുപിടിച്ചിട്ടുണ്ടാവോ എന്നുള്ളതാണ്. അവൾ വളരെ ഈസി ആയിട്ട് വളരെ കൂളായിട്ടാണ് ചോദിക്കുന്നത്, കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഇനിയിപ്പോൾ എളുപ്പമായല്ലോ. അതിൻ്റെ കൂടെ ചേർത്ത് വെക്കേണ്ട ഒരു ഡയലോഗ് കുറച്ച് നാൾ മുമ്പ് ഒരു ഇവൻറ്റിൽ വെച്ച് ഒരാൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. പ്രണയം വരുമ്പോൾ ആൺകുട്ടികൾ പേടിക്കുകയും പ്രണയത്തിലാവുമ്പോൾ പെൺകുട്ടികൾക്ക് ധൈര്യം കൂടുകയും ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കാണുകയാണ്. അങ്ങനെ ടൂറൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന സമയത്ത് പിന്നെ നമ്മൾ കാണുന്നത് രമ്യയുടെ വീടാണ്. വീട്ടിൽ അമ്മൂമ്മയുണ്ട്, അമ്മ പുറത്ത് നിൽപ്പുണ്ട്. അമ്മൂമ്മയുടെ അടുത്ത് ഒരു പെൺകുട്ടി ഇരുന്ന് കരയുന്നുണ്ട്. അത് അവളുടെ കസിനാണ്. ആ കസിന് മറ്റൊരാളുമായി പ്രണയമുണ്ട്. അവരുടെ ജാതിപ്പെടുന്ന ഒരാളല്ല. സ്വാഭാവികമായും അവരുടെ കുടുംബത്തിൻ്റെ അഭിമാനം എന്നൊക്കെ പറഞ്ഞ് ഈ പാർട്ടിയാണല്ലോ ബലം പിടിക്കുക. പൊതുവെ എല്ലാ കുടുംബത്തിലും ഇതുപോലെ കുറച്ച് മുതിർന്ന ആളുകളുണ്ടാവും. അവരാണ് ആചാരങ്ങൾ അനുസരിച്ച് ജീവിക്കണം, ജീവിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് മക്കളുടെയും കൊച്ചുമക്കളുടെയും ജീവിതം ഏറ്റവും വലിയ ദുരന്തത്തിലാക്കുന്നത്. അതിനെക്കുറിച്ച് വീണ്ടും ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ വളരെ നല്ല രീതിയിൽ അവർ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ പെൺകുട്ടി കരഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാർട്ടിയുടെ അടുത്ത്. ആ സമയത്ത് രമ്യയുടെ അമ്മ രമ്യയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. നീ അവിടെ ഇടപെടാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിൽ അവരെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് രമ്യ ചോദിക്കുന്നത് മുഴുവൻ അവൾ ഓക്കെ ആണോ എന്നുള്ളതാണ്. ഒരു പെൺകുട്ടി അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾ ഏത് അവസ്ഥയിലാണെന്നറിയില്ല, അവൾക്ക് എന്താണ് വേണ്ടതെന്നറിയില്ല. അവൾ ഓക്കെ ആണോ എന്നുള്ളതാണ് അവിടുത്തെ ഫസ്റ്റ് ചോദ്യം. അത് അവൾക്ക് മാത്രമല്ല അവനും ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചോദ്യം. ഒരു മനുഷ്യൻ കരയുമ്പോൾ, ഒരു മനുഷ്യൻ സങ്കടപ്പെടുമ്പോൾ, ഒരു മനുഷ്യൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും ആദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യം ആർ യു ഓക്കെ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യു ടേക്ക് കെയർ എന്ന് പറയുന്ന ഒരു മെസ്സേജ് നളൻ്റെ കയ്യിൽ നിന്ന് വന്നപ്പോൾ അത് അവൾക്ക് അത്രയും ഫീൽ ചെയ്യാൻ പറ്റിയത്. പക്ഷേ രമ്യയുടെ അമ്മ അവളോട് പറയുന്നത്, യമുന, അതായത് ആ പെൺകുട്ടി പോകുന്നത് വരെ നീ പുറത്തേക്ക് വരരുത്, അവളോട് സംസാരിക്കരുത്, വേറെ ആരോടും ഇതിനെക്കുറിച്ച് സംസാരിക്കരുത്. ഇത് മുഴുവൻ അരുതുകളാണെന്ന് ആലോചിക്കണം. ഈ പ്രശ്നം എന്താണെന്ന് അറിയാൻ പോലും അവൾക്ക് അവകാശമില്ലെന്നും അതിൽ ഇടപെടരുതെന്നും ആരോടും സംസാരിക്കരുതെന്നും അവളെ പറഞ്ഞ് വിലക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മളെയൊക്കെ പോലെ ഏതൊരു മനുഷ്യനെയും പോലെ കാര്യങ്ങൾ അറിയാനുള്ള ആഗ്രഹം അവൾക്കുണ്ടാവും. സ്വാഭാവികമായും അവൾ രാത്രിയാകുമ്പോൾ ഗ്രാൻഡ്മയോട് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പാട്ടിയോട് ചോദിക്കുന്നുണ്ട് എന്തായിരുന്നു കാര്യം എന്ന്. ആ സമയത്ത് അമ്മുമ്മ അവൾക്ക് കൊടുക്കുന്ന ഉപദേശം, നീ നല്ല കുട്ടിയായിട്ടിരുന്നോണം, നമ്മുടെ കുടുംബത്തിന് ചീത്തപ്പേരൊന്നും വരുത്തി വെക്കരുത് എന്നുള്ളതാണ്. ഇതും ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ കുടുംബത്ത് ആരെങ്കിലും ഒരാൾ പ്രേമിച്ചിട്ടുണ്ടെങ്കിൽ ഒളിച്ചോടി പോവുകയോ ജാതിയോ മതമോ മാറി കല്യാണം കഴിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പിന്നെയുള്ള ആളുകൾക്ക്, അവരുടെ താഴെയുള്ള ആളുകളുടെ മുകളിലാണ് ഈ പ്രഷർ മുഴുവൻ. നിൻ്റെ ചേച്ചി അങ്ങനെയൊക്കെ പോയി, അല്ലെങ്കിൽ നിൻ്റെ ചേട്ടൻ അങ്ങനെയൊക്കെ ചെയ്തു, ഇനിയിപ്പോൾ നീയേ ഉള്ളൂ, നീയായിട്ട് ഇവിടെ ചീത്തപ്പേരുണ്ടാക്കരുത് എന്ന് പറയുന്ന രീതിയിൽ ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരൊറ്റ പറച്ചിലിൻ്റെ പേരിൽ ഞാൻ പ്രേമിച്ചേ കിട്ടുമെന്ന് തീരുമാനം എടുത്തിട്ടുള്ള കൂട്ടുകാരെയും എനിക്കറിയാം. പക്ഷേ ഇവിടെ ഓൾറെഡി അവൾ പെൺകുട്ടി ആയതുകൊണ്ട് ഇങ്ങനെ ജീവിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന പ്രഷർ ഏറ്റുകൊണ്ടിരിക്കുന്ന സമയത്താണ് മറ്റൊരാൾ ചെയ്ത കാര്യത്തിനുള്ള പ്രഷറും കൂടി ഇവളുടെ അടുത്തേക്ക് വരുന്നത്. അതും കുടുംബത്തിൻ്റെ അഭിമാനം എന്ന് പറയുന്നത് കല്യാണം നടത്തലിലാണെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം ഇവിടെയുണ്ട്. മൂത്ത മോള് ഒളിച്ചോടിപ്പോയി, അപ്പോൾ ഇളയ മോളുടെ കല്യാണം ഗ്രാൻഡായി നടത്തിയേ പറ്റൂ,
അവൾ ഒളിച്ചോടി പോകുന്നില്ല എന്ന് എല്ലാവരെയും ഒന്ന് അറിയിക്കണം. അതെ, എൻ്റെ മൂത്ത മോൾ ഒളിച്ചോടിയെങ്കിലും ഇളയ മോൾ ഒളിച്ചോടിയിട്ടില്ല കേട്ടോ എന്ന് വിളിച്ച് പറയാനുള്ള ഈ ഉള്ളിൽ നിന്ന് വരുന്ന ആഗ്രഹം ഉണ്ടല്ലോ, ഇത് നമുക്ക് ഒരുപാട് ഇടങ്ങളിൽ കാണാൻ പറ്റും. നമ്മളൊക്കെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ ഇത് കണ്ടിട്ടുണ്ടാകും. അതും സ്വന്തം ചേച്ചി ഒളിച്ചോടി പോകണമെന്നില്ല, കസിൻ ചേച്ചി, ഒരു 3-4 ബന്ധം അപ്പുറത്തുള്ളൊരു കസിൻ ചേച്ചി എവിടെയോ ഒളിച്ചോടി പോയിട്ടുണ്ടെങ്കിൽ നീ ഒളിച്ചോടി പോകാൻ നിൽക്കരുത് എന്ന് പറയുന്ന ഭീഷണി സ്വരങ്ങൾ കേൾക്കേണ്ടി വരും. ഈ ഒരു അമ്മുമ്മയുടെ വർത്തമാനം കേട്ട് കഴിയുമ്പോൾ അവൾക്കൊരു സംശയം, ഇനി അവൻ നോൺ വെജ് കഴിക്കുന്ന ഒരാളാണോ? അങ്ങനെയാണെങ്കിൽ ഇവരുടെ വീട്ടിൽ അതൊരു പ്രശ്നമാവുമല്ലോ. അപ്പോൾ നീ മുട്ടയൊക്കെ കുക്ക് ചെയ്യാറുണ്ടോ എന്ന് പറയുന്ന ചോദ്യം ടൈപ്പ് ചെയ്തിട്ട് അവൾ ആ മെസ്സേജ് മുഴുവൻ ഡിലീറ്റ് ചെയ്യാണ്, അവൻ അയക്കുന്നില്ല. എന്നിട്ട് ഉള്ളി പറയുന്നത്, ഞാൻ വേറെ ഒന്നിനു വേണ്ടി നിന്നെ വിട്ടു കൊടുക്കൂല, ഐ വിൽ നെവർ ഗിവ് അപ്പ് ഓൺ യു എന്ന് പറയുന്നൊരു കാര്യമാണ്. കാരണം അവൾ അത്രയും സ്ട്രോങ് ആണ്, അവനെക്കുറിച്ച് അവൾക്ക് അത്രയും വിശ്വാസമുണ്ട്. പക്ഷേ വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രമ്യയെ കാത്തിരുന്ന ആ ദുരന്ത സംഭവം അരങ്ങേറുകയാണ്. മറ്റൊന്നുമല്ല, ആ സ്കൂളിൽ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും ഇഷ്ടത്തിലാവുകയും അവരൊരുമിച്ച് പോയി ചുംബിക്കുകയും ചെയ്യുന്നു. ഇത് കൃത്യമായി രമ്യയുടെ അമ്മ തന്നെയാണ് പൊക്കുന്നത്. അതായത് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒരു മുറിക്കകത്തേക്ക് കയറി പോകുന്നത് കാണുമ്പോൾ ടീച്ചർ പുറകെ ഓടിപ്പോയി അവരെ പേടിപ്പിച്ച് വിളിച്ച് സ്റ്റാഫ് റൂമിൽ കൊണ്ടുവന്ന് അച്ഛനെയും അമ്മയും വിളിപ്പിച്ച് TC കൊടുത്ത് പറഞ്ഞു വിടുക. അവർക്ക് വേറെ ഒന്നുമില്ല, ഇത് കുട്ടികളാണ്. കുട്ടികളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയുന്ന ഒരു സ്റ്റേജ് അവിടെ എവിടെയും തന്നെ ഇല്ല. നിങ്ങൾ കുറ്റക്കേട് കാണിച്ചോ എന്നാൽ നിങ്ങൾ ഈ സ്കൂളിൽ നിന്ന് പുറത്താണ്. അച്ഛനെയും അമ്മയും വിളിപ്പിക്കുക എന്ന് പറയുന്ന, അതായത് കുട്ടികളെ ടെററൈസ് ചെയ്യുകയാണ്. സ്വന്തം ലൈഫിനെക്കുറിച്ച്, ബോഡിയെക്കുറിച്ചുള്ള സംശയങ്ങൾ പോലും വീട്ടിൽ ചോദിക്കാൻ പറ്റാതെ ടെൻഷൻ അടിക്കുന്ന സ്കൂളിലേക്ക് എത്തുന്ന കുട്ടികളെ വീണ്ടും ഈ പറയുന്ന പേരൻസിനെ തന്നെ വിളിച്ചു വരുത്തുമെന്നും അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് അടി കിട്ടും അല്ലെങ്കിൽ നിങ്ങളെ ചീത്ത വിളിക്കും എന്നുള്ള കാര്യം ഞങ്ങൾ ഉറപ്പാക്കും എന്നും ഇവർ കുട്ടികളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഞങ്ങൾ നിങ്ങളെ ഭീകരവാദികളെ പോലെ ട്രീറ്റ് ചെയ്യും എന്ന് പറയുന്ന സ്കൂൾ അധികൃതരെയാണ് നമ്മൾ കാണുന്നത്. ഇന്നും മാറ്റമില്ലാതെ അത്തരം സ്കൂളുകളും സ്കൂളിലെ ആചാരങ്ങളും തുടരുന്നുണ്ട് എന്നുള്ളത് സമീപകാല വാർത്തകൾ എടുത്ത് നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കുട്ടികളെ പറഞ്ഞു തിരുത്തുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. നിങ്ങൾ നല്ല കുട്ടികൾ, അതായത് അവരുടെ കണ്ണിലെ നല്ല കുട്ടികളായി നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ എക്സിസ്റ്റൻസ് ഉള്ളൂ, അല്ലെങ്കിൽ യു ആർ ഔട്ട് എന്ന് പറയുന്ന ഒരു രീതിയാണ്. പക്ഷേ ഈ കൂട്ടുകാരി എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അതായത് പിടിക്കപ്പെട്ട പെൺകുട്ടി ചെയ്തത് രമ്യയുടെ കാര്യവും കൂടി പ്രിൻസിപ്പളുടെയും രമ്യയുടെ അമ്മയുടെയും മുന്നിൽ വെച്ച് അവതരിപ്പിക്കുകയും രമ്യയും നളനെയും അവരുടെ ഫോണൊക്കെ ചെക്ക് ചെയ്യുകയും അവരെ രണ്ടുപേരെയും സ്കൂളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. അതിനിടയ്ക്കൊരു ടൈനി ഡീറ്റെയിലിംഗ് ഉണ്ട്. വീട്ടിൽ വെച്ചിട്ട് ഈ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് രമ്യ ഇരുന്ന് ചെയ്യുന്നത് അവളുടെ നെയിൽ പോളിഷ് ചുരണ്ടി കളയുക എന്നുള്ളതാണ്. ഈ പെൺകുട്ടികൾക്ക് ടെൻഷൻ വരുമ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നാണിതെന്നാണ് എന്നോട് ശ്രുതി പറഞ്ഞത്. എന്നിട്ട് എന്താണ് രമ്യയുടെ അമ്മ ചെയ്തത്? നേരെ അവളെ അമ്പലങ്ങളിൽ കൊണ്ടുപോകുന്നു, പൂജാരികളെ കാണിക്കുന്നു, ശയന പ്രദക്ഷിണം നടത്തുന്നു. അതായത് അവളെ പിശാച് ബാധിച്ചിരിക്കുകയാണ്. അവൾക്ക് അവളുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത എന്തോ ഒരു മോശം കാര്യം സംഭവിച്ചിരിക്കുകയാണ്. ഏതൊരാളുടെയും ടീനേജിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അവളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളൂ. അത്തരം ചിന്തകൾ മാത്രമേ അവളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. എല്ലാവർക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു തെറ്റൊന്നും അല്ല കേട്ടോ. ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് അത്തരം ചിന്തകളും ആഗ്രഹങ്ങളും ശാരീരിക വ്യത്യാസങ്ങളും ഒക്കെ ചിലപ്പോൾ നേരത്തെ സംഭവിക്കാം, ചിലപ്പോൾ കുറച്ച് വൈകി സംഭവിക്കാം. അതൊന്നും ഒരു തെറ്റൊന്നുമല്ലേ. പക്ഷേ രമ്യയെ സംബന്ധിച്ച് ഏതൊരാളുടെയും ലൈഫിൽ സംഭവിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ സംഭവിച്ചുള്ളൂ. പക്ഷേ അതൊരു പിശാച് ബാധിച്ചതാണെന്നുള്ള രീതിയിലാണ് അവളുടെ അമ്മ അവളെ ട്രീറ്റ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം അവർ പറയുന്നുണ്ട്, എനിക്കെൻ്റെ ദൈവമുണ്ട്, വിശ്വാസമുണ്ട്, അത് മാത്രം മതി എന്നാണ്. ഇന്നും കൂടി നമ്മളൊരു വാർത്ത കണ്ടതേ ഉള്ളൂ. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിന് ഒരു പൂജാരിയുടെ അടുത്ത് കൊണ്ടുപോയേക്കുക കൊച്ചിനെ, 11 വയസ്സുള്ള കൊച്ചിനെ. ആ പെൺകുട്ടിയെ മോശമായി ഉപയോഗിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ആ പൂജാരി അറസ്റ്റിലായിരിക്കുകയാണ്. ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അതിനേക്കാളും എന്തുകൊണ്ടും നല്ലതല്ലേ ആ കുട്ടിക്ക് എന്താ ഇൻട്രസ്റ്റ് ഉള്ളതെന്ന് കണ്ടുപിടിച്ച് അതിൽ ഫോക്കസ് ചെയ്യാൻ ആ കുട്ടിയെ അനുവദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ കുട്ടി അത്ഭുതങ്ങൾ കാണിച്ചു വന്നിരിക്കും. അല്ലാതെ കണ്ണിക്കണ്ട പൂജാരിയുടെയൊക്കെ മുന്നിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ടോ ഒരു അമ്പലത്തിൻ്റെ പുറത്തുള്ള മണ്ണിലും കല്ലിലും കൊണ്ടുപോയി ഉരുട്ടിയിട്ടോ ഒരാളുടെ ക്യാരക്ടറിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. ഒരാളുടെ ജീവിതത്തിൽ സാധാരണയായി സംഭവിക്കുന്ന കാര്യങ്ങളെ അടിച്ചമർത്താനും പറ്റില്ല. എന്തായാലും വീട്ടിൽ പ്രണയം പൊക്കിക്കഴിഞ്ഞാൽ കൗമാരക്കാരുടെ മനസ്സിൽ ആദ്യം വരുന്ന ആ ഐഡിയ തന്നെയാണ് രമ്യയുടെ മനസ്സിൽ വരുന്നത്. രമ്യയും നളനും കൂടി ഒളിച്ചോടാൻ വേണ്ടി ഒരു പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് ബാഗ് എടുത്ത് നളൻ്റെ വീടിൻ്റെ താഴെയായിട്ട് രമ്യ ചെന്ന് വെയിറ്റ് ചെയ്യാണ്. ആ സമയത്താണ് നളൻ്റെ വീട്ടിൽ നടക്കുന്നൊരു കോൺവെർസേഷൻ നമ്മൾ കേൾക്കുന്നത്. അവൻ ഇറങ്ങിപ്പോകാൻ പോകുന്നത് അവൻ്റെ അമ്മ കണ്ടു. അമ്മ നെഞ്ചുവേദന എടുക്കുന്നു എന്ന് പറയുന്ന സമയത്ത് നളൻ തിരിച്ചു പറയുന്നത് ഇതെല്ലാം നമ്മൾ ഡയലോഗുകളായിട്ട് രമ്യ കേൾക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ വിഷ്വലൊന്നും കാണുന്നില്ല. അമ്മ നെഞ്ചുവേദന എടുക്കുന്നു എന്ന് പറയുന്ന ഒരു ഡയലോഗ് പറയുമ്പോൾ നളൻ അവരോട് പറയുന്നത്, നീ എപ്പോഴും ഇതേ കാര്യം പറഞ്ഞ് തന്നെയാണ് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുള്ളത് എന്നാണ്. അതായത് എനിക്ക് വയ്യാണ്ടാവുന്നു, ഞാനിപ്പോൾ ചാവാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ ചത്ത് കളയും എന്ന് പറയുന്ന രീതിയിൽ ആൺകുട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അവനെക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരമ്മ. ഒരു പാരൻറ്റിങ്ങിൽ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്ത ഏറ്റവും മോശം രീതികളിൽ ഒന്നാണ്
തനിക്ക് എന്തെങ്കിലും പറ്റും, താൻ എന്തെങ്കിലും ചെയ്തു കളയും എന്ന് പറഞ്ഞ് കുട്ടികളെ കൊണ്ട് കാര്യങ്ങൾ സമ്മതിപ്പിച്ചെടുക്കുക എന്നുള്ളത് സ്വാഭാവികമായും ആ കുട്ടിയും അവൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ ആ മാർഗം സ്വീകരിച്ചു എന്ന് വരും. പിന്നീട് എപ്പോഴെങ്കിലും ഒരു നല്ല സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് എത്തുകയും ആ ട്രോമയിൽ നിന്ന് അവൻ വിമുക്തമാവുകയും ചെയ്യുന്ന സമയത്ത് മാത്രമേ ആ ശീലം അവനിൽ നിന്ന് മാറുള്ളൂ. നമ്മൾ നളൻ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഇൻട്രൊഡക്ഷൻ സമയത്ത് അവൻ്റെ കൈ കണ്ടതാണ്. ഒരുപാട് മുറിപ്പാടുകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതൊരു പക്ഷേ എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ അമ്മയുടെ അടുത്ത് അല്ലെങ്കിൽ വീട്ടുകാരുടെ അടുത്ത് കൈമുറിച്ച് കാണിച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിയതുകൊണ്ടാവാം. അവൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് അവന് കരച്ചിൽ വന്നില്ല എന്നാണ് അവൻ പറയുന്നത്. അവൻ ഇമോഷണലി അത്രയും ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഒരു പക്ഷേ രമ്യയേക്കാൾ മോശം ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലാണ് നളനുള്ളത്. രമ്യയേക്കാൾ മോശം ചൈൽഡ്ഹുഡാണ് നളൻ അവിടെ അവകാശപ്പെടാനുള്ളത്. നളൻ പോകണ്ടെന്ന് പറയുന്നൊരു തീരുമാനമെടുക്കാൻ ഇത്രയും കാരണങ്ങൾ നമ്മുടെ മുന്നിൽ അവർ കാണിക്കുന്നുണ്ട്. ഇതൊരു പെൺകുട്ടി എഴുതിയ തിരക്കഥയാണ്. പൊതുവെ ഫെമിനിസം എന്ന് പറയുന്നൊരു വാക്ക് കേൾക്കുമ്പോഴേക്കും ആണുങ്ങളെ ക്രൂശിക്കാൻ വേണ്ടി ഇറങ്ങി നടക്കുന്ന പെണ്ണുങ്ങൾ എന്ന് പറയുന്ന പോലത്തെ ഒരു ചിന്താഗതിയുണ്ട്. ഇവിടെ ഒരു പെൺകുട്ടി എഴുതിയ തിരക്കഥയിൽ മോശക്കാരായിട്ടുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെയുള്ള ആൺകുട്ടികളെല്ലാവരും മോശക്കാരല്ല. അവർക്കൊക്കെയും അവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ടായിരുന്നു. ആ കാരണങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്തിട്ട് നളൻ എന്ന് പറയുന്ന ആ ക്യാരക്ടറിൻ്റെ അവൻ്റെ ഹെൽപ്ലെസ്നെസ് എത്രത്തോളമാണെന്നും അവൻ്റെ കുട്ടിക്കാലത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ട്രോമ എത്രത്തോളമാണെന്നും വളരെ വ്യക്തമായി ശക്തമായി അവർ തിരക്കഥയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നളൻ അവൻ മറ്റൊരു സ്കൂളിൽ നിന്ന് പുറത്താവാൻ കാരണം അവൻ്റെ കഞ്ചാവ് ഉപയോഗമാണ് എന്ന് കൂട്ടുകാർ പറയുമ്പോഴും അതിനിപ്പോൾ എന്താണെന്ന് ചോദിക്കുന്ന രമ്യയാണ് നമ്മൾ കണ്ടത്. അവൾക്ക് വേണ്ടത് അവളെ സ്നേഹിക്കുന്ന ഒരാളെയായിരുന്നു. എന്തുകൊണ്ടാണ് അവൻ ഈ പറയുന്ന ലഹരിയിലേക്കോ അല്ലെങ്കിൽ ഈ സ്വയം ശരീരം മുറിവേൽപ്പിക്കുക എന്ന് പറയുന്ന കാര്യങ്ങളിലേക്കൊക്കെ പോയിട്ടുള്ളത്? അവനെ സ്നേഹിക്കുന്ന, അവനെ അവനായി അംഗീകരിക്കുന്ന ഒരു കുടുംബം അവനില്ല. രമ്യയെ സംബന്ധിച്ച് അവളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അവൾ സ്നേഹിക്കപ്പെടുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാക്കുന്ന ആരും തന്നെ അവളുടെ ചുറ്റുമില്ല. അത് നളൻ മാത്രമാണ്. നമ്മുടെ കുട്ടികൾ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളോട് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നൊരു കാര്യം കൂടി ചിന്തിക്കേണ്ടതുണ്ട്. ഈ രണ്ട് കുട്ടികളോടും അവരുടെ ഫാമിലിയും അവരുടെ കൂട്ടുകാരും അവരുടെ ചുറ്റുപാടുമൊക്കെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? എന്തായാലും അവരുടെ ഒളിച്ചോട്ട പരിപാടി നടന്നിട്ടില്ല. രമ്യയെ അവളുടെ അച്ഛൻ തല്ലുന്ന സീനാണ് നമ്മൾ പിന്നീട് കാണുന്നത്. ആ തല്ലുന്ന സമയത്ത് അയാൾ ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. ഞാൻ ഇതുവരെ നിന്നോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? നിന്നോട് ഞാൻ എന്തിൻ്റെങ്കിലും പേരിൽ വഴക്ക് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെയാണ്. അയാൾ വിചാരിച്ചിരിക്കുന്നത് വഴക്ക് പറയാതിരിക്കുക എന്ന് പറയുന്നത് നല്ല പേരൻറ്റിംഗ് ആണ്. വഴക്ക് പറയാതിരുന്നു കഴിഞ്ഞാൽ കുട്ടികൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിക്ക് മുന്നോട്ട് അവരുടേതായിട്ടുള്ള നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നതാണ്. ഒരു പക്ഷേ അയാളുടെ കുട്ടിക്കാലത്ത് അയാൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നത് ഈ പേരൻസിൻ്റെ കയ്യിൽ നിന്ന് എന്ത് പറഞ്ഞാലും തല്ല് കിട്ടുക, എന്ത് പറഞ്ഞാലും വഴക്ക് കേൾക്കുക എന്ന് പറയുന്നൊരു കാര്യമായിരിക്കും. അപ്പോൾ അത് തൻ്റെ കുട്ടി അനുഭവിക്കേണ്ടെന്ന് അയാൾ തീരുമാനിച്ചിട്ടുണ്ടാവും. ശരി, നല്ല കാര്യമാണ്. പക്ഷെ അപ്പോഴും നിങ്ങളൊരു നല്ല പേരൻ്റ് ആവുന്നില്ല. നിങ്ങൾ എങ്ങനെയാണ് ആ കുട്ടിയോട് സംസാരിക്കേണ്ടതെന്നും ആ കുട്ടിയോട് തൻ്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുക്കുന്നതെന്നും താൻ എന്തൊക്കെയാണ് തിരിച്ച് പ്രതീക്ഷിക്കുന്നതെന്നും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നല്ലൊരു പേരൻറ്റിങ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ആ വഴക്കുകൾക്കിടയിൽ അയാൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വളരെ പ്രശ്നകരമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, നീ ഒരു യൂസ്ലെസ് ചൈൽഡാണെന്ന് അറിഞ്ഞിട്ടും എന്ന് പറയുന്നൊരു വാക്ക് അയാൾ അവിടെ ഉപയോഗിച്ചു. എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി അയാൾക്ക് യൂസ്ലെസ് ചൈൽഡായിട്ട് മാറുന്നത്? മാർക്ക് കുറഞ്ഞതുകൊണ്ടാണോ? ഒരു പെൺകുട്ടി ആയതുകൊണ്ടാണോ? വഴക്ക് പറയുന്നതിനിടയിൽ ഈ അച്ഛനമ്മമാർ എന്ന് പറയുന്ന ആളുകൾ വായി തോന്നിയതൊക്കെ വിളിച്ച് പറയുമായിരിക്കും. അവർക്ക് അവരുടെ ജോലി സ്ഥലത്തുള്ള ഫ്രസ്ട്രേഷൻ, അവരുടെ കുടുംബത്തിലുള്ള ഫ്രസ്ട്രേഷൻ, അവരുടെ കുട്ടിക്കാലം മുതലേ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ട്രോമ, ഇതൊക്കെ ചേർത്തിട്ട് വായി തോന്നിയതൊക്കെ വിളിച്ച് പറയും. പക്ഷേ കുട്ടികൾ ക്യാച്ച് ചെയ്യുന്നത് മുഴുവൻ ചില വാക്കുകൾ മാത്രമായിരിക്കും. നീ ഒരു യൂസ്ലെസ് ചൈൽഡ് ആയിരുന്നിട്ടും എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി എന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവാം? അല്ലെങ്കിൽ തന്നെ ഏത് കുട്ടിയാണ് ഇവിടെ ഒരു യൂസ്ലെസ് ചൈൽഡായിട്ട് മാറുന്നത്? ഇവിടെ ആ അച്ഛൻ അയാളെപ്പോഴും ഉദ്ദേശിക്കുന്നത് അയാളുടെ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്ത് ഈ പെൺകുട്ടി ജീവിക്കണം എന്നുള്ളതാണ്. അത് ചെയ്യാത്തതുകൊണ്ടാണ് അവളെ യൂസ്ലെസ് ചൈൽഡ് എന്ന് വിളിക്കുന്നത്. പക്ഷേ അവളുടെ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്തിട്ടാണോ, അവളുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും പരിഗണിച്ചിട്ടാണോ അവളെ വളർത്തിയിട്ടുള്ളത് എന്ന മറുചോദ്യമാണ് ഇവിടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. അതിനുശേഷം ഇയാൾ ഈ കുട്ടിയെ തല്ലാൻ വേണ്ടി കൈ ഓങ്ങുന്ന സമയത്ത് അമ്മയാണ് ഇടയ്ക്ക് കയറുന്നത്. രമ്യയുടെ അമ്മ ഇടയ്ക്ക് കയറിയിട്ട് പറയുന്നത്, അയ്യോ ഒരു പെങ്കൊച്ചാണ്, അതിനെ തല്ലല്ലേ എന്ന് പറയുന്നുണ്ട്. അതിന് മറുപടി കൊടുക്കുന്നത് അച്ഛനല്ല, അമ്മുമ്മയാണ്. ആ അമ്മയോട് പറയുന്ന കാര്യങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ കേട്ടിട്ട് അവർ തളർന്നിരുന്ന് പോകുന്നൊരു സിറ്റുവേഷനാണ്. അവരോട് ചോദിക്കുന്ന അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തി പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ നീ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി, കുറ്റം നമ്പർ 1. കുറ്റം നമ്പർ 2, നീ ഒരു പെണ്ണാണ്, നീ വീട്ടിലിരുന്ന് ആ കുഞ്ഞിനെ വളർത്തണമായിരുന്നു. പകരം നീ എന്താ ചെയ്ത്? എല്ലാ ദിവസവും പല കളർ ഡ്രസ്സ് ഇട്ടിട്ട് സ്കൂളിൽ പഠിപ്പിക്കാൻ പോയി. അത് കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ട് നീ വീട്ടിലെ കാര്യങ്ങൾ നോക്കിയോ? ഇല്ല, നീ ട്യൂഷൻ എടുക്കാൻ പോയി. അങ്ങനെ നീ ജോലി ചെയ്യാനും നിൻ്റെ ജോലിയിൽ ഫോക്കസ് ചെയ്യാനും ഒക്കെ പോയതുകൊണ്ട് നിൻ്റെ കുട്ടി ഇങ്ങനെ ആയിപ്പോയി എന്ന് പറയുന്ന കുറ്റപ്പെടുത്തലാണ് ഈ സ്ത്രീ
അമ്മയുടെ മുഖത്ത് നോക്കി പറയുന്നത് അവരെന്ത് തെറ്റാണ് ചെയ്തത്. കാരണം അവർ നോക്കുന്നത് ഭർത്താവിൻ്റെ മുഖത്തേക്കാണ്. അയാൾ തിരിച്ചൊന്നും പറയുന്നില്ല. എൻ്റെ ഭാര്യ അവൾക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്തു, എൻ്റെ ഭാര്യ അവൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചു, എൻ്റെ ഭാര്യ അവളുടെ എന്നല്ല ഞങ്ങളുടെ മോളെ അവൾ നന്നായി നോക്കി. ആ പെൺകുട്ടി മോശക്കാരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഉത്തരവാദികളാണ്. പക്ഷേ മുഴുവൻ പ്രശ്നങ്ങളും ഒരു സ്ത്രീയുടെ മേലേക്കാണ് അടിച്ചേൽപ്പിക്കുന്നത്. ഇവിടെ ആ സ്ത്രീയെ കുറ്റം പറയുന്നത് മറ്റൊരു സ്ത്രീയാണ്. ആ അമ്മുമ്മ ഒരിക്കലും ഈ അച്ഛനോട് പറയുന്നില്ല. കാരണം അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ വേറെ നാട്ടിലൊക്കെ പോയി ജോലി ചെയ്താണ് നിന്നെ വളർത്തുന്നതെന്നൊക്കെ പറയുമ്പോൾ, നീ ഈ നാടൊക്കെ തെണ്ടിയിടന്ന് ജോലി ചെയ്യാൻ പോയതുകൊണ്ടാണ് നിൻ്റെ മോൾ ഇങ്ങനെ ആയിപ്പോയത്, നിനക്ക് വീട്ടിൽ ഇരുന്ന് മോളെ നോക്കിക്കൂടെ എന്നൊരിക്കലും ഈ ഭർത്താവിനോട് ചോദിക്കുന്നില്ല. കുറ്റം മുഴുവൻ പോകുന്നത് ഒരു പെണ്ണിൻ്റെ തലയിലേക്ക് മാത്രമാണ്. അവിടെ ആ സ്ത്രീ തകർന്നിരുന്ന് പോകുമ്പോൾ അവർ ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചിലപ്പോൾ ഇരുവരും ഒരുമിച്ച് ആലോചിച്ചെടുത്ത തീരുമാനമായിരിക്കും, നമുക്ക് കുറച്ചും കൂടി ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ നോക്കണം, അവർ ജോലിക്ക് പോകാമെന്നുള്ളത്. പക്ഷേ കുറ്റപ്പെടുത്തൽ വന്ന സമയത്ത് അത് മുഴുവൻ ഈ സ്ത്രീയുടെ മാത്രം നേർക്കാവുമ്പോൾ അവർ ഭർത്താവിനെ നോക്കുന്നത് ഒരു വാക്കെങ്കിലും തനിക്ക് വേണ്ടി അയാൾ സംസാരിക്കും എന്ന പ്രതീക്ഷയിലാണ്. അതുണ്ടായില്ല. പിന്നീട് നമ്മൾ ഈ എക്സ്പ്ലനേഷൻ കേൾക്കുന്നത് രമ്യയുടെയാണ്. രമ്യയുടെ അമ്മ തകർന്നിരിക്കുകയാണ്. ആ ഫ്രെയിമിന് തന്നെ ഭയങ്കര പ്രത്യേകതയുണ്ട്. രമ്യയും അമ്മയും കൂടി ഒരു ഫ്രെയിമിലിരിക്കുമ്പോൾ അമ്മ ഈ സൈഡിലേക്ക് നോക്കിയിരിക്കുന്നു, രമ്യ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിയിരിക്കുന്നു. രമ്യ നോക്കിയിരിക്കുന്നത് തൻ്റെ ഫ്യൂച്ചറിലേക്കാണ്. ഇവിടെ നിന്ന് തനിക്ക് സ്വാതന്ത്ര്യം കിട്ടില്ല, തൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ തീർന്നു പോവുകയുള്ളൂ, ഇങ്ങനെയുള്ള വഴക്കും കേട്ട് ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കും. അപ്പോൾ തൻ്റെ ഫ്യൂച്ചറിലേക്ക് എന്നുള്ള രീതിയിലാണ് അവൾ നോക്കുന്നത്. പക്ഷേ ആ അമ്മ നോക്കുന്നത് നേരെ ഓപ്പോസിറ്റാണ്, അവരുടെ പാസ്റ്റിലേക്കാണ്. അവർ ആ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അവരെന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ സമൂഹം പറയുന്ന, ഈ രമ്യ ആദ്യം കണ്ണു തുറന്ന് നോക്കുന്ന ദൈവങ്ങളും കാണുന്നുണ്ട്, പൂർവികരെയും കാണുന്നുണ്ട്. മതം പറയുന്ന, ജാതി പറയുന്ന രീതിയിൽ, പൂർവികർ പറഞ്ഞിട്ടുള്ള രീതിയിൽ നല്ല പെണ്ണായി ഇത്രയും കാലം ജീവിച്ചിട്ടുള്ള ആളാണ് അവളുടെ അമ്മ. ആ അമ്മ ഇത്രയൊക്കെ ചെയ്തിട്ടും അവസാനം അവർ കേൾക്കേണ്ടി വന്നത് കുറ്റം പറച്ചിൽ മാത്രമാണ്. അതാണ് രമ്യ പറയുന്നത്, അമ്മ ഇപ്പോൾ വളരെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. മൈൻഡ് വോയിസ് ആയിട്ടാണ്, നമ്മൾ അവിടെ ആരോടും പറയുന്നതല്ല. അമ്മ ഇപ്പോൾ വളരെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഇത്രയൊക്കെ നന്നായി ജീവിച്ചിട്ടും, ഇവർക്കൊക്കെ വേണ്ടി നല്ലവളായി ജീവിച്ചിട്ടും ഇത്രയും കുറ്റം കേൾക്കേണ്ടി വന്നല്ലോ എന്ന്. ആ അമ്മ ശരിക്കും ചിന്തിക്കേണ്ടിയിരുന്നത്, ഞാൻ ഇതുവരെ ജീവിച്ചതൊന്നും ശരിയല്ല. കാരണം ഇത്രയൊക്കെ ജീവിച്ച് അവർക്കൊക്കെ വേണ്ടി ജീവിച്ചു കൊടുത്തിട്ടും ചീത്തയല്ലേ കേൾക്കുന്നത്. അപ്പം ഞാൻ ഇത്രയും നാളും ജീവിച്ച രീതി ശരിയല്ല, എൻ്റെ മകളെങ്കിലും നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്നല്ലേ ഈ അമ്മ ചിന്തിക്കേണ്ടത്. പക്ഷേ അമ്മ ആ സമയത്ത് അവിടെ ചെയ്തത്, നളൻ്റെ അമ്മയെ ഫോൺ ചെയ്ത് സംസാരിച്ചു. നളൻ്റെ അമ്മ രമ്യയുടെ അമ്മയെ ഏറ്റവും മോശമായിട്ടാണ് സംസാരിച്ചത്. നിങ്ങളുടെ മകളാണ് എൻ്റെ മകനെ കണ്ടും കലാശവും കാണിച്ച് വളച്ചെടുത്തത് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. നളനെ പഠിക്കാൻ വേണ്ടിയിട്ട് സിംഗപ്പൂരേക്ക് അയക്കുകയാണ് അവൻ്റെ ഫാമിലിയിലുള്ളവർ ചെയ്തത്. ഇവിടെ പെണ്ണുങ്ങളാണോ പെണ്ണുങ്ങളെ ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പെണ്ണുങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന ആളുകളൊക്കെയും പെണ്ണുങ്ങളെ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവളുടെ അമ്മയെ ചീത്ത വിളിക്കുന്നു, അതൊരു സ്ത്രീയാണ്. നളൻ്റെ അമ്മ അവളുടെ അമ്മയെ ചീത്ത വിളിക്കുന്നു, അതും ഒരു സ്ത്രീയാണ്. അങ്ങനെ സ്ത്രീകളൊക്കെ ചേർന്ന് സ്ത്രീകളുടെ ജീവിതം ദുഷ്കരമാക്കുന്നു എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന പെൺകുട്ടിയുടെ അമ്മ, പെണ്ണിനെ ആര് പറ്റോ അവളുടെ അമ്മ, ആ പെണ്ണെന്ന് പറയുന്ന ടാഗേ ഒരു പ്രശ്നമാവുന്ന രീതിയിലാണ് പെണ്ണുങ്ങൾ തന്നെ ആളുകളെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് രമ്യ ചോദിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമായിട്ട് മാറുന്നത്. ഇത്രയൊക്കെ അവർക്ക് വേണ്ടി ജീവിച്ചിട്ടും അമ്മയ്ക്ക് ഇത്രയും ചീത്തയാണ് കിട്ടിയത്. അപ്പോൾ അമ്മ ചിന്തിക്കേണ്ടത്, ഞാൻ ഇത്രയും നാളും ജീവിച്ച രീതി ശരിയായില്ല, അതുകൊണ്ട് എൻ്റെ മകളെങ്കിലും നന്നായി ജീവിക്കണമെന്നല്ലേ ചിന്തിക്കേണ്ടത്. കറക്റ്റല്ലേ? പക്ഷേ അപ്പോഴും അമ്മ ചിന്തിക്കുന്നത് തൻ്റെ മകൾ ഇങ്ങനെ ആവണം എന്നാണ്. സ്കൂളിൽ നിന്ന് പിരിച്ചുവിട്ട വകയിൽ എന്തായാലും രമ്യയ്ക്ക് വേണ്ടി അവർ മറ്റൊരു സ്കൂൾ കണ്ടെത്തുന്നുണ്ട്. ആ സ്കൂളിലേക്കുള്ള ഓട്ടോറിക്ഷയിലെ യാത്രക്കിടയിലാണ്, ഞങ്ങൾ ഈ ചെയ്യുന്നത് മുഴുവൻ നിനക്ക് വേണ്ടിയിട്ടാണ്, നിനക്ക് നല്ല എഡ്യൂക്കേഷൻ വേണം. ആക്ച്വലി അവരോട് തന്നെ സംസാരിക്കുകയാണോ എന്നും എനിക്ക് തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു. അതായത് നല്ല എഡ്യൂക്കേഷൻ സ്വന്തമാക്കുക, എന്നിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാം. നമുക്ക് കൈമുതലാക്കാൻ പറ്റുന്നത് നല്ല വിദ്യാഭ്യാസം മാത്രമാണ്. എന്നിട്ട് മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് പോയി സെറ്റിലാവും. അപ്പോൾ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, അവിടെ നിന്നെ ആരും ചോദ്യം ചെയ്യാനും ജഡ്ജ് ചെയ്യാനും വരില്ല. ഈ ഡയലോഗ് പറയുന്ന സമയത്ത് ഇവരുടെ മുഖത്തുള്ളൊരു തെളിച്ചമുണ്ട്. ആസ് ആൻ ആർട്ടിസ്റ്റ് അവരെ ഞാൻ തൊഴുകയായിരുന്നു. കാരണം അമ്മ മോളോട് പറയുന്ന ഡയലോഗാണ്, മോളോട് പറഞ്ഞു കൊടുക്കുക, ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കഴിയുന്നിടത്തോളം നീ ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചേ പറ്റൂ, പക്ഷേ നീ നന്നായി പഠിച്ചു പോവുകയാണെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം എന്ന് പറയുന്ന രക്ഷപ്പെടാനുള്ള വാതിൽ അവർ കാണിച്ചു കൊടുക്കുകയാണ്. ആ വാതിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട്, അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിച്ചിരുന്നു. അത് തൻ്റെ മകൾക്കെങ്കിലും കിട്ടണം എന്ന് പറയുന്ന ഒരു ബോധ്യത്തിലേക്ക് അവർ എത്തുന്നുണ്ട്. പക്ഷെ അപ്പോഴും അവരെ പിടിച്ചു വെക്കുന്ന കുറേ പാരമ്പര്യ ചിന്തകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരുപക്ഷെ പെൺകുട്ടികൾ ഏറ്റവും അധികം അവരുടെ ജീവിതത്തിൽ കേൾക്കുന്ന ഡയലോഗാണ്, ഞങ്ങളുടെ വീട്ടിൽ നിന്നാൽ ഇങ്ങനെ പറ്റുള്ളൂ,
എന്ന് പറയുന്ന ഡയലോഗ്. ഇത് കല്യാണം കഴിയുന്നത് വരെ അച്ഛനമ്മമാർ പറയാം ഞങ്ങളുടെ വീട്ടിൽ ഇതേ പറ്റുള്ളൂ, നിനക്ക് വേണമെങ്കിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ ആയിക്കോ എന്ന് പറയുന്നതായിരിക്കും. കല്യാണം കഴിഞ്ഞൊരു വീട്ടിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന കെട്ടിയവനും അമ്മായിയമ്മയും പറയും ഇത് ഞങ്ങളുടെ വീടാണ്, ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ എന്ന്. അങ്ങനെ നമ്മുടെ നാട്ടിൽ എത്ര പെൺകുട്ടികൾക്ക് സ്വന്തമായി വീടുണ്ട്? സ്വന്തം വീട്ടിൽ നിൽക്കുമ്പോഴേ സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു കാര്യം ഇവരൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് പെൺകുട്ടികൾ ആജീവനാന്തം കേൾക്കുന്നുണ്ട്. പക്ഷേ സ്വന്തം വീട്, സ്വന്തം സ്പേസ് എന്ന് പറയുന്ന അതിൻ്റെ പ്രാധാന്യം ഈ സമയത്തൊന്നും രമ്യ തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല. സിനിമയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോഴാണ് രമ്യ ആ ഒരു തിരിച്ചറിവിലേക്ക് എത്തുന്നത്, അവളുടെ 34ാമത്തെ വയസ്സിലേക്ക് എത്തുമ്പോൾ. മാത്രമല്ല അമ്മ പറയുന്നത് കേട്ടോ, നീ ഒരു വിദേശ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ നിനക്ക് അവിടെ അങ്ങനെയൊക്കെ ജീവിക്കാം, ഇവിടെ പറ്റില്ല, ഇവിടെ ഇങ്ങനെ പറ്റില്ല, നീ അവിടെ പോയി കഴിഞ്ഞാൽ നിനക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം. ഇവരവിടെ പോയി നന്നായി ജീവിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ എങ്ങനെ മാറ്റാം, ഇവിടെ എങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരാം എന്ന് ചിന്തിക്കുന്നേ ഇല്ല. ഇവിടെ ഉള്ളത് ഇങ്ങനെ തന്നെ തുടരുള്ളൂ, ഇങ്ങനെ തന്നെ തുടർന്നോട്ടെ എന്ന് പറയുന്ന, എനിക്കതിനൊരു നെഗ്ലിജൻസ് എന്ന് വിളിക്കാനാണ് ഇഷ്ടം. കാരണം സിനിമയുടെ കുറച്ചും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ രമ്യ ഒരു ഫംഗ്ഷന് വരുന്നുണ്ട്, ഒരു കൊച്ചു കുഞ്ഞിനെ വെച്ചിട്ടുള്ള അവരുടെ എന്തോ ഒരു ആചാരമാണ്. അപ്പോൾ ഒരു ഹോമകുണ്ടത്തിൻ്റെ അടുത്താണ് ഈ കുഞ്ഞുവാവേനെ പിടിച്ചിരിക്കുന്നത്. ആ കുഞ്ഞുവാവയ്ക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല, അത് ഭയങ്കര അസ്വസ്ഥമായിട്ടിരിക്കുകയാണ്. രമ്യ ആദ്യം ചെയ്യുന്നത് അവിടെയുള്ള ബാക്കിയുള്ളവർക്ക് ഹായ് കൊടുക്കുകയോ കെട്ടിപ്പിടിക്കുകയോ ഫോട്ടോ എടുക്കുകയോ ഒന്നുമല്ല, നേരെ ചെന്ന് ആ കൊച്ചിനെയും എടുത്ത് കുറച്ച് നല്ല എയർ കിട്ടുന്നൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി കുഞ്ഞ് ചിരിക്കുന്നു, കുഞ്ഞിനെ അവൾ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് അമ്മ വന്ന് ചോദിക്കുന്നത് കുഞ്ഞിരിക്കേണ്ടത് ഹോമം നടക്കുന്നിടത്താണ്. അവൾ തിരിച്ചു പറയുന്നത് കുഞ്ഞിരിക്കുന്നത് ഹോമം നടക്കുന്നിടത്തല്ല, അവൾ ഇരിക്കേണ്ടത് അവൾ ഏറ്റവും ഹാപ്പിയായി, ഏറ്റവും കംഫർട്ടബിളായി, ഏറ്റവും പീസ്ഫുള്ളായി ഇരിക്കേണ്ടടുത്താണ്. പക്ഷേ മറ്റൊരു അമ്മൂമ്മ വന്ന് ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് പോയി വീണ്ടും ഹോമകുണ്ടത്തിൻ്റെ അടുത്ത് കൊണ്ട് വെക്കുകയാണ്. ഇതാണ് അമ്മ പറഞ്ഞ കാര്യം. ഇവിടെ ഇത് മാറാൻ ആരും സമ്മതിക്കുന്നില്ല. ആ കുഞ്ഞിന് ഈ പുകയും പൊടിയും കൺഫ്യൂഷനും രമ്യ കടന്നുപോയ എല്ലാ പ്രശ്നങ്ങളിലൂടെയും കടന്നുപോയി ഇവിടുന്ന് പുറത്തേക്ക് പോയാൽ മാത്രമേ രക്ഷപ്പെടൂ എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. ഇവിടെ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഇവിടെ മാറാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്. എന്തായാലും ഓട്ടോറിക്ഷയിൽ അമ്മയുടെ വക ഈ ഉപദേശങ്ങൾ മുഴുവൻ കേട്ട് ഇതെല്ലാം പ്രേമിക്കാനുള്ള പ്രായം എന്നുള്ള ഉപദേശങ്ങളൊക്കെ കേട്ടതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് രമ്യ പറയുന്ന ഡയലോഗ്, അതൊരു വെല്ലുവിളിയാണ് അമ്മയോട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ശരിക്കുള്ള സന്തോഷം എന്താണെന്ന് അറിഞ്ഞത്. നിങ്ങൾ അതും എൻ്റെ അടുത്ത് നിന്ന് പിടിച്ചു പറിച്ചു. നിങ്ങളോട് ജീവിക്കുമ്പോഴല്ലേ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ളൂ. ഞാൻ ഹോസ്റ്റലിൽ നിന്നേ പഠിക്കുന്നുള്ളൂ, ഞാൻ എനിക്കിഷ്ടമുള്ളതെല്ലാം ചെയ്യും, നിങ്ങൾക്കിഷ്ടമില്ലാത്തതെല്ലാം പ്രത്യേകം എടുത്ത് ഞാൻ ചെയ്യും എന്നവൾ വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട്. സംഭവം വളരെ സിമ്പിളാണ്. അവൾക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം നിങ്ങൾ ഇത്ര നാൾ അവളെ കൊണ്ട് ചെയ്യിച്ചില്ലേ, ഇനി നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം അവൾ ചെയ്യാൻ പോവാണ്. അതിൻ്റെ തൊട്ടടുത്ത ഷോട്ട് നമ്മൾ കാണുന്നത് ഒരു ഹോസ്റ്റൽ മുറിയാണ്, ഒരു ബോയ്സ് ഹോസ്റ്റലാണ്. ആ ബോയ്സ് ഹോസ്റ്റലിൽ രമ്യ കണ്ണു തുറക്കുന്നു. രമ്യയുടെ അടുത്തൊരു ആൺകുട്ടിയുണ്ട്, അർജുൻ എന്നാണ് അവൻ്റെ പേര്. അവൻ ആ കോളേജിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അവളുടെ സീനിയർ ആയിട്ടുള്ളൊരു പയ്യനാണ്. ഇവരുടെ ഫസ്റ്റ് ഇയറിലുള്ള ഒരു സമയം ഈ സീനിയർ ചേച്ചിമാരെല്ലാവരും കൂടി അവരെ പബ്ബിൽ കൊണ്ടുപോയി ഇവർ വെള്ളം അടിക്കുന്ന സമയത്ത് അവർ തന്നെ അർജുനെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവൻ ഓരോ പെൺകുട്ടികളും ഓരോ കിക്കാണ്. നമ്മൾ മറ്റേ സ്വപ്നക്കൂട് സിനിമയിൽ പൃഥ്വിരാജിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒന്ന് മോഹിപ്പിക്കുക എന്നിട്ട് കടന്നു കളയുക, ഇതാണ് അവൻ്റെ പ്രധാന പരിപാടി എന്ന് പറയുന്നത്. സെക്ഷുവലി യൂസ് ചെയ്യുക എന്ന് പറയുന്നൊരു കാര്യമാണ്. അവിടെ വീഴരുതെന്ന് പറയുമ്പോൾ രമ്യ അയാളെ നോക്കുന്നുണ്ട്. ആ സമയത്ത് രമ്യയുടെ ഫ്രണ്ട് സെൽവി പറയുന്നത് രമ്യ ഈസ് ഇൻ ടു ബാഡ് ബോയ്സ് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് കുറച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്തായാലും അർജുനുമായി അവൾ പ്രണയത്തിലാവുകയും അവൾ ഇടയ്ക്കിടയ്ക്ക് അർജുൻ്റെ ഹോസ്റ്റൽ റൂമിൽ ചെല്ലാറുണ്ട്. അവർ സെക്ഷുവലി ആക്റ്റീവാണ്. കണ്ണ് തുറക്കുമ്പോൾ അവൾ അർജുനോട് അവൾ കണ്ടുകൊണ്ടിരുന്ന ഒരു സ്വപ്നമാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആ സ്വപ്നം ഇങ്ങനെയാണ്: അവളുടെ നെഞ്ച് കീറി ഹൃദയത്തിൽ അർജുൻ ടാറ്റു ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്ക് വേദനിക്കുന്നുണ്ട്, അത് എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ അവൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. റിയാക്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷേ റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അവളുടെ മുഖത്ത് വരുന്നത് ചിരി മാത്രമാണ്. ഈ ചിരി കണ്ടിട്ട് അവൾ ഹാപ്പിയാണെന്ന് കരുതി അർജുൻ വീണ്ടും അവളുടെ നെഞ്ചിൽ ടാറ്റു ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. അർജുനുമായുള്ള അവളുടെ റിലേഷൻഷിപ്പ് അവളുടെ ഹൃദയത്തിൽ ഒരുപാട് സ്കാർസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇമോഷണലി അവൻ ഇവളുടെ അടുത്ത് കൊച്ചു കൊച്ചു പ്രേമ ഡയലോഗുകൾ പറയുന്നുണ്ടെങ്കിലും അവനൊട്ടും ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള, അവൾ ആഗ്രഹിക്കുന്നത് പോലെ ട്രീറ്റ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ അവനുമായിട്ടുള്ള ഈ പ്രേമബന്ധം അവൾക്ക് കോളേജിൽ കൊടുക്കുന്നൊരു വാല്യൂ ഉണ്ട്. ഐ ആം ദി ലക്കിയസ്റ്റ് ഗേൾ എന്നാണ് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവൾ പറയുന്നത്. സോ അർജുൻ്റെ കാമുകിയായി ഇരിക്കുക എന്ന് പറയുന്നത് ആ കോളേജിൽ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സീനിയറിൻ്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടിരിക്കുന്നു. അവൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ബാക്കിയുള്ള ആളുകളൊക്കെ ഇവളോട് സംസാരിക്കുന്നതിൽ അവളൊരു രസം കണ്ടെത്തുന്നുണ്ട്, അവളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, അവളെ മതിക്കുന്നുണ്ട് തമിഴിൽ പറയുകയാണെങ്കിൽ. ആ സാറ്റിസ്ഫാക്ഷൻ അവൾക്കുണ്ട്.
പക്ഷേ അവൻ ഒട്ടും ഇമോഷണലി അവൈലബിൾ അല്ലെന്നും അവൻ്റെ ഉള്ളിൽ അവളോട് ശരിക്കുള്ള സ്നേഹം ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്ന ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് അവൾ നിൽക്കുന്നത്. കാരണം പുറത്തുനിന്നൊരു കൂട്ടുകാരൻ നോക്ക് ചെയ്തിട്ട് വേഗം ഡോറ് തുറക്കുന്നു പറയുമ്പോൾ ആ കൂട്ടുകാരനെ കുറിച്ച് ഒരു നിമിഷ കവിത പോലെ അവനിങ്ങനെ പാടിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവൾ പറയുന്നത്, നീ എല്ലാത്തിനെയും കുറിച്ചും പാട്ടുകൾ എഴുതുന്നുണ്ട്, പാട്ടുകൾ പാടുന്നുണ്ട്, എന്നെക്കുറിച്ച് ഇതുവരെ ഒരു പാട്ട് പാടിയില്ലല്ലോ. അപ്പോൾ അവൻ തിരിച്ചു പറയുന്നത്, ഞാൻ ഇതുവരെ എഴുതിയ എല്ലാ പാട്ടുകളും നിനക്ക് വേണ്ടിയിട്ടാണെന്നാണ്. അതൊരു ഭംഗിവാക്ക് മാത്രമാണ്, പൊള്ളയായിട്ടുള്ളൊരു വാക്കാണ്. അത് നമുക്കും മനസ്സിലാവും, അവൾക്കും മനസ്സിലായിട്ടുണ്ടാവും. അവൾ എടുത്ത വായിക്ക് പറയുന്നത് ഹൗ റൊമാൻറ്റിക് എന്നാണ്. എന്നിട്ട് അവളങ്ങ് സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുകയാണ്. ആക്ച്വലി ഞാൻ മാനിപ്പുലേറ്റഡ് ആവാൻ റെഡിയാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് നമ്മളവിടെ കാണുന്നത്. അവൾ ആഗ്രഹിക്കുന്നത് സത്യസന്ധമായിട്ടുള്ള വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. പക്ഷേ അർജുൻ്റെ കയ്യിൽ നിന്ന് അത് കിട്ടുന്നില്ല എന്ന് അവൾക്കറിയാം. അത് അവളുടെ ഉള്ളിൽ മുറിവുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അർജുനെ പ്രേമിക്കുന്നത് വഴി അവൾക്ക് കിട്ടുന്ന മറ്റ് ചില അഡ്വാൻറ്റേജുകളുണ്ട്. അതുമാത്രം നോക്കി അവൾ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. ആ കാര്യം തന്നെയാണ് അവളുടെ സ്വപ്നത്തിൽ കാണുന്നത്. അതായത് അവൾക്കറിയാവുന്ന, അവളുടെ ഉപബോധ മനസ്സിനറിയാവുന്ന പക്ഷേ അവളായിട്ട് അംഗീകരിച്ചു കൊടുത്തിട്ടില്ലാത്ത കാര്യങ്ങൾ സ്വപ്ന രൂപേണ അവളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അർജുൻ 126 ദിവസത്തേക്ക് ആ നാട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ്. മാറി നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവനൊരു ഗിഫ്റ്റ് കൊടുക്കാൻ, അവൻ ഫ്ലൈറ്റിൽ കയറി പോകുന്നതിന് മുമ്പ് അവന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി അവൾ ചെയ്യുന്നത് അവൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള സ്പോർട്സ് മാഗസിൻ്റെ വിൻറ്റേജ് എഡിഷൻസ് അവൾ കളക്ട് ചെയ്യുന്നുണ്ട്. അവന് 126 ദിവസവും വലിക്കാൻ വേണ്ടിയുള്ള സിഗരറ്റ്സ് അവൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അവരാദ്യം ഡേറ്റിന് പോയ സ്ഥലത്ത് അവന് ഏറ്റവും ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞൊരു പലഹാരം അതും അവൾ കളക്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും സാധനങ്ങൾ ഒരു കവറിലാക്കിയിട്ട് അവൻ പോകുമ്പോൾ അവന് ഗിഫ്റ്റ് ചെയ്യാനാണ് അവൾ ശ്രമിക്കുന്നത്. അതായത് അവൻ ചിലപ്പോൾ ഫസ്റ്റ് ഡേറ്റിന് പോയതുപോലും ഓർമ്മയുണ്ടാവില്ല. എത്രയോ പെൺകുട്ടികളെ അവൻ കണ്ടിട്ടുണ്ട്, അതിലൊരു പെൺകുട്ടി മാത്രമാണിവൾ. പക്ഷേ അവൾ വിശ്വസിക്കുന്നത്, അതായത് അവൾ സ്വയം വിശ്വസിക്കുന്നത്, ഞാൻ അവന് സ്പെഷ്യലാണ്, ഞാനാണ് അവൻ്റെ പ്രയോറിറ്റി, അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇത് വാങ്ങിച്ചു കൊടുക്കാം. അതിന് അവൾ കണ്ടെത്തുന്ന ന്യായം എന്ന് പറയുന്നത്, അവനൊരു ബാഡ് ബോയ് ആയിപ്പോയത്, അതായത് ഈ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ കുറ്റം പറയുന്ന രീതിയിൽ ഒരു ബാഡ് ബോയ് ആയിപ്പോയത് ഇതുവരെ അവൻ്റെ ലൈഫിൽ ചെന്നിട്ടുള്ള സ്ത്രീകളാരും അവനെ നന്നായി ട്രീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. ഞാനവനെ നന്നായി ട്രീറ്റ് ചെയ്യും, ഞാനവന് സ്നേഹം കൊടുക്കും, അപ്പോൾ അവൻ ബാഡ് ബോയ് അല്ല, അവനൊരു നല്ല ബോയ് ആയിട്ട് മാറും എന്നുള്ളതാണ് ഇവളുടെ ന്യായം. അതിനു വേണ്ടിയാണ് ഇത്രയും ഗിഫ്റ്റുകളൊക്കെ കഷ്ടപ്പെട്ട് സംഘടിപ്പിച്ച് അവൾ അവന് കൊണ്ടുപോയി കൊടുക്കുന്നത്. പിന്നീട് അവിടുന്ന് പോയതിന് ശേഷം, ഫ്ലൈറ്റ് കയറി പോയ ശേഷം അവൻ അവളെ വിളിച്ചിട്ടേയില്ല. കുറേ ദിവസം അവൾ കോളൊക്കെ കാത്തിരുന്നു, ഒന്നും സംഭവിക്കുന്നില്ല. കുറേ ദിവസങ്ങൾക്ക് ശേഷം അവൻ്റെ കൂട്ടുകാരെ വിളിച്ചു എന്ന് പറയുന്ന കാര്യം അറിഞ്ഞ് കൂട്ടുകാരുടെ അടുത്ത് നിന്ന് നമ്പർ സംഘടിപ്പിച്ച് അവളാണ് അവനെ വിളിക്കുന്നത്. അവൾ അവനെ വിളിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവൻ അവളെ വിളിക്കുകയേയില്ലായിരുന്നു. അതോടുകൂടി ആ റിലേഷൻഷിപ്പ് തന്നെ എൻഡായിപ്പോയേനെ. പക്ഷേ അത് പുറത്തുനിന്ന് നോക്കുന്ന നമുക്കേ മനസ്സിലാവുള്ളൂ. ഈ റിലേഷൻഷിപ്പിൻ്റെ അകത്ത്, പ്രത്യേകിച്ച് ഇതുപോലെ ഒരു ട്രോമ ബോണ്ടിങ്ങിൽ പെട്ടുപോയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അയാൾക്കിത് മനസ്സിലാവില്ല. ഒരുപാട് അവോയ്ഡ് ചെയ്ത് കളഞ്ഞ്, ഒരുപാട് മോശമായി ട്രീറ്റ് ചെയ്തതിന് ശേഷം സോറിടാ, പോട്ടടാ, എന്താടാ ഞാൻ അന്നേരത്തതിന് പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ആണല്ലേ, അപ്പം ഞാനെന്തോ മോശമായതുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പിൽ ഞാനിങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെടേണ്ടി വരുന്നതെന്ന് അവരങ്ങ് വിശ്വസിക്കും. അതിനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അതിഭീകരമായി യൂസ് ചെയ്യുകയും ചെയ്യും. ഈ സിനിമയിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട, ഇനി അങ്ങോട്ട് രമ്യയുടെ ലൈഫിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് അത് രമ്യയുടെ അമ്മയോ രമ്യയുടെ ഈ പറയുന്ന ബോയ് ഫ്രണ്ട്സോ ഇവരാരുമല്ല, അത് സെൽവിയാണ്. സെൽവി എന്ന് പറയുന്ന ഒരു കൂട്ടുകാരി. അങ്ങനെ ഒരു കൂട്ടുകാരി ലൈഫിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ജെൻഡർ ഭേദമന്യേ അങ്ങനെ ഒരു സുഹൃത്ത് നമുക്കുണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണെന്നൊക്കെ പറയാൻ തോന്നുന്ന പോലെ എനിക്ക് തോന്നുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഇതെല്ലാം സെൽവി കാണുന്നുണ്ട്. നീ ഭയങ്കര ഓവർ റിയാക്ട് ചെയ്യുന്നതാണ് എന്ന് അർജുൻ കുറ്റപ്പെടുത്തുമ്പോൾ, അതായത് 4-5 ദിവസം അവളെ വിളിക്കാതിരുന്ന്, അതായത് വിളിക്കാൻ ഒരു എഫേർട്ട് വിടാതിരുന്ന് അവളെ അങ്ങോട്ട് വിളിച്ചപ്പോൾ അവളെ കുറ്റം പറഞ്ഞിട്ടുള്ള അർജുൻ നീ ഓവർ റിയാക്ട് ചെയ്യാണ് എന്ന് രമ്യയോട് പറയുമ്പോൾ രമ്യ ഇത് സീരിയസ് ആയിട്ട് എടുക്കുകയാണ്. എന്നിട്ട് കൂട്ടുകാരിയോട് ചോദിക്കുന്നത്, സെൽവിയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഭയങ്കര ഓവർ റിയാക്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കുമല്ലേ എന്ന്. സെൽവി അവളുടെ ബോഡി ലാംഗ്വേജ് കൊണ്ടാണ് മറുപടി പറയുന്നത്, അല്ല, ഒരിക്കലും അല്ല, നീ ഓവർ റിയാക്ട് ചെയ്യുന്നതല്ല, നീ അകപ്പെട്ടിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ മോശമാണ് എന്നുള്ളതാണ്. രമ്യ ആഹാരം കഴിക്കാതെ ആശുപത്രിയിലാവുന്ന സമയത്ത് സെൽവി അർജുനെ വിളിക്കുന്നുണ്ട്, അവൾ ഹോസ്പിറ്റലിലാണെന്ന്. ആ സമയത്ത് അവൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് വളരെ മോശം പ്രതികരണമാണ്. അത് സെൽവിയുടെ റിയാക്ഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അർജുൻ വീണ്ടും രമ്യ വിളിക്കുന്നു, ആശ്വസിപ്പിക്കുന്നു. അർജുൻ വിളിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ നന്നായി ആഹാരം കഴിച്ചോളാം അർജുൻ എന്ന് പറയുന്ന രമ്യയെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളെ, കൂട്ടുകാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല, നീ ഉള്ളതൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണ്, ഇവിടെ നിനക്ക് ലീസ്റ്റ് പ്രയോറിറ്റിയാണ്, നിനക്കിവിടെ റെസ്പെക്റ്റ് കിട്ടുന്നില്ല, ജസ്റ്റ് ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് റിലേഷൻഷിപ്പ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്താലും അവർക്ക് മനസ്സിലാവില്ല. അത് ആ ബോണ്ടിങ് രീതിയുടെ ഒരു പ്രശ്നമാണ്. പിന്നെയും രമ്യയും അർജുനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇടയ്ക്ക് ബ്രേക്കപ്പ് പോലൊരു സിറ്റുവേഷനിലേക്ക് പോകുന്നു, തിരിച്ചു വീണ്ടും വരുന്നു.
വീണ്ടും പാച്ചപ്പ് ആവുന്നു, ബ്രേക്കപ്പ് ആവുന്നു, ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് അർജുൻ്റെ സെൻഡ് ഓഫ് ഡേ, അവരുടെ മറ്റേ തൊപ്പിയൊക്കെ വെച്ചിട്ട് അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ദിവസം വരുന്നത്. ആ ദിവസം അർജുൻ്റെ പേരൻസ് വരുന്നുണ്ട്. പേരൻസിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന രമ്യയെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അർജുന് അവളെ ആ രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളത് മനസ്സിലാവുമ്പോൾ, അവളെ യൂസ് ചെയ്യുകയാണെന്ന് പറയുന്നൊരു ബോധ്യത്തിലേക്ക് അവൾ വരുമ്പോൾ അവൾ ഒരുപാട് മദ്യപിക്കുന്നുണ്ട്. അതിനുശേഷം അർജുൻ്റെ മുഖത്ത് നോക്കി ഒരൊറ്റ ഇടി വെച്ച് കൊടുക്കുന്നുണ്ട്. നിനക്ക് എന്താ വേണ്ടത് എന്ന് അർജുൻ ചോദിക്കുമ്പോൾ അവൾ തിരിച്ചു പറയുന്നത് ഇതാണ്: ഞാൻ ഒരുപാട് വേദനിക്കുന്നുണ്ട്, നീയും ആ വേദന മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ രമ്യയാണ് ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തിട്ടുള്ളത്. ആ എഫേർട്ടിന് വേണ്ടി അവൾ അനുഭവിച്ചിട്ടുള്ള പെയിനും ഉണ്ട്. നമുക്കൊക്കെയും മനസ്സിലാവുന്നത് പോലെ രമ്യയ്ക്കും ഏതൊക്കെയോ ഘട്ടങ്ങളിൽ മനസ്സിലായിട്ടുണ്ട് അവൻ ഈ റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടുന്നില്ല എന്നുള്ളത്. അവൻ 126 ദിവസത്തേക്ക് മാറി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അവന് വേണ്ടി, അവന് പ്രിയപ്പെട്ടതെന്ന് അവൾ കരുതിയിരുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് സംഘടിപ്പിച്ചതിന് ശേഷം അവനത് ആ ഫ്ലൈറ്റിൽ വെച്ച് മറന്നുപോയെന്നൊരു സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റാണ് പറയുന്നത്. അത് വളരെ അണ്ടർസ്റ്റുഡാണ്. അവൻ മറന്നു പോയതല്ല, അവനതിന് അത്രയും പ്രാധാന്യം ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത്. അതുപോലെ അവളെ ഒഴിവാക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ അവൻ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് പിന്നീടുള്ള വിഷ്വൽസിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അത്രയൊക്കെ ഉണ്ടായിട്ടും ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ഇത്രയും എഫേർട്ട് ഇട്ട് നിന്നിരുന്ന ഒരാൾക്ക് ഈ തിരിച്ചറിവിനെ അയാൾ ഉൾക്കൊള്ളുന്ന സമയത്ത് ഇത് ആ മൊമെൻറ്റ് മാത്രമല്ല അവൾ തിരിച്ചറിയേണ്ടി വരുന്നത്. ഈ റിലേഷൻഷിപ്പ് ത്രൂ ഔട്ട് ദിസ് ജേർണി അവളൊരു പ്രയോറിറ്റിയെ ആയിരുന്നില്ല എന്ന് പറയുന്ന ഒരു തിരിച്ചറിവ് അവളെ ഹിറ്റ് ചെയ്യുന്നത് അത്രയും ശക്തമായിട്ടാണ്. അത്രയും പെയിൻ അവളുടെ ഉള്ളിലുണ്ടാകും. അവൾ നോക്കുമ്പോൾ ഞാൻ ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് ഞാൻ ഇത്രയും പെയിൻ അനുഭവിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്നവന് ഒരു ചുക്കും ഇല്ല എന്നറിയുമ്പോൾ, ഒരു പെയിനും ഇല്ല എന്നറിയുമ്പോൾ നീയും ആ പെയിൻ അനുഭവിക്കണം, അറിയണം എന്നാണ് അവൾ പറയുന്നത്. അതിന് മറുപടിയായിട്ട് അർജുൻ പറയുന്നുണ്ട്: ഞാൻ ഈ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കാൻ എത്ര വട്ടം ശ്രമിച്ചു, ഞാൻ എത്ര പ്രാവശ്യം നിന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കി, പക്ഷേ നീയാണ് വീണ്ടും വീണ്ടും വന്നതെന്നാണ്. പക്ഷേ അർജുൻ്റെ ഭാഗത്തുണ്ടായ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അവൾക്ക് വീണ്ടും ഹോപ്പ് കൊടുത്തു എന്നുള്ളതാണ്. ഇത് അവസാനിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അവസാനിപ്പിക്കുക, പക്ഷേ വീണ്ടും വീണ്ടും അവളുടെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുകയും അവൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഇനിയും സ്കോപ്പ് ഉണ്ടെന്ന് പറയുന്നൊരു ഹോപ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്തത് അർജുനാണ്. അത് അയാളുടെ മിസ്റ്റേക്കാണ്. സ്വന്തം ഇമോഷൻസിനെ പോലും, സ്വന്തം ചിന്തകളെ പോലും സംശയിക്കുന്ന രീതിയിൽ, തന്നെ തന്നെ സംശയിക്കുന്ന രീതിയിൽ വളരെ മോശമായ ഒരു മാനസികാവസ്ഥയിലേക്ക് രമ്യ എത്തിച്ചേരുകയാണ് ഇവിടെ. കാരണം രമ്യയുടെ അടുത്ത് അവൻ പറയുന്നത്: നീ ഓവർ റിയാക്ട് ചെയ്യാതെ നല്ലൊരു കുട്ടിയായിട്ടിരിക്കൂ, നല്ല പെൺകുട്ടിയായിട്ടിരിക്കൂ, നന്നായി ബിഹേവ് ചെയ്യൂ. ഇതാണ് അവളുടെ അച്ഛനും അമ്മയും കൂട്ടുകാരും അതുപോലെ തന്നെ ടീച്ചേഴ്സും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. നല്ല കുട്ടിയായിരിക്കൂ, നല്ല കുട്ടിയായിരിക്കൂ. ഇവിടെ അവനും പറയുന്നത് അത് തന്നെയാണ്. നീ ഓവർ റിയാക്ട് ചെയ്യുന്നതാണ്. അവളുടെ ഇമോഷൻസ് ഒരു ഓവർ റിയാക്ഷൻ ആയിട്ടാണ് പറയുന്നത്. സെൽവി മാത്രമാണ് പറയുന്നത് അത് ഓവർ റിയാക്ട് ചെയ്യുന്നതല്ല. കാരണം അവൾ ഇവിടുന്ന് ഇത്രയും എഫേർട്ട് ഇട്ട് സ്നേഹം വാരിക്കോരി കൊടുക്കുമ്പോൾ, അതിനുവേണ്ടി ഇത്രയൊക്കെ പണിയെടുക്കുമ്പോൾ തിരിച്ചൊന്നും കിട്ടുന്നില്ല എന്നുള്ളത് അവളുടെ ഉള്ളിലുണ്ട്. അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് തിരിച്ചറിയുന്നുണ്ട്. അത് ഏതെങ്കിലുമൊക്കെ മൊമെൻറ്റിൽ അവൾ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇത്രയും പെയിൻ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് അതൊരു ഓവർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അവൻ ടാഗ് ചെയ്യുന്ന രീതിയിലേക്ക് മാറുന്നത്. അത് ഓവർ റിയാക്ഷൻ അല്ല. പക്ഷെ അത് മനസ്സിലാക്കിയ, അവളുടെ കൂടെ നിന്ന് അതിനെ വാലിഡേറ്റ് ചെയ്ത ഒരേ ഒരു സുഹൃത്ത് സെൽവി മാത്രമാണ്. അതിനുശേഷവും ഈ പറയുന്നൊരു പ്രശ്നം ഉണ്ടായതിനു ശേഷവും സെൽവി രമ്യയെ പ്രൊട്ടക്റ്റ് ചെയ്ത രീതിയും, കാരണം ഒരു കോളേജിലേക്ക് വരുമ്പോൾ എല്ലാവരും രമ്യയെ കളിയാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. നീ അതൊന്നും കേൾക്കണ്ട, അതൊക്കെ ഇഗ്നോർ ചെയ്ത് നടക്കൂ, ഞാനുണ്ട് നിൻ്റെ കൂടെ എന്ന് പറഞ്ഞ് അവളെ കൂടെ കൊണ്ട് നടക്കുന്നത്. അതിനുശേഷം ഈ പെൺകുട്ടികൾക്കിടയിൽ നടക്കുന്നൊരു കോൺവെർസേഷൻ ഉണ്ട്. ഇവർ ഒരുമിച്ച് സമയം ഒരുപാട് സ്പെൻഡ് ചെയ്യുകയും ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുമ്പോൾ, ഒരുപക്ഷെ സൈക്കോളജി പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കാം അവരുടെ കൂട്ടത്തിൽ, അതല്ലെങ്കിൽ ജീവിതത്തിലുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസുകളെ സയൻറ്റിഫിക്കലി നോക്കി കാണുന്നൊരു പെൺകുട്ടി ആയതുകൊണ്ടായിരിക്കാം ആ പെൺകുട്ടിയുടെ സഹോദരിയും ഭർത്താവും അവരിതുപോലൊരു റിലേഷൻഷിപ്പിലായിരുന്നു. പുറത്തുനിന്ന് നോക്കുന്ന എല്ലാവർക്കും മനസ്സിലായി അതൊരു ടോക്സിക് റിലേഷൻഷിപ്പാണെന്നുള്ളത്. പക്ഷേ അത് അവർ തട്ടിമുട്ടിയോ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിന് ആ പെൺകുട്ടി പറയുന്ന മറുപടി കഴിഞ്ഞ നവംബറിൽ അവളുടെ സഹോദരി സൂയിസൈഡ് ചെയ്തു എന്നുള്ളതാണ്. അതിനിടയിൽ പ്ലേ ആവുന്ന പാട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്നേഹത്തിനെ കുറിച്ച് വളരെ ഭംഗിയായിട്ട് ആ പാട്ടിൽ എഴുതിയിട്ടുണ്ട്. ഇഫ് ഇറ്റ് ഹേർട്സ് യു അത് സ്നേഹമല്ല, ഇഫ് ഇറ്റ് ബീറ്റ്സ് യു അത് സ്നേഹമല്ല, ഇഫ് ഇറ്റ് ബ്രേക്സ് യു അത് സ്നേഹമല്ല. ആകെ മൊത്തത്തിൽ നിങ്ങളെ നശിപ്പിക്കുന്ന എന്തോ ഒന്നാണത്, അത് സ്നേഹമാണെന്ന് തെറ്റിദ്ധരിക്കരുത് എന്നുള്ളതാണ്. നമ്മളത് ശരീരത്തിൻ്റെ കാര്യം മാത്രമായിട്ട് കാണരുത്, മനസ്സിനെയും കൂടി. നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും നോവിക്കുന്ന, നിങ്ങളെ ഡിസ്ട്രോയ് ചെയ്യുന്ന, നിങ്ങളെ ഇൻസൈഡ് ഔട്ട് ഡിസ്ട്രോയ് ചെയ്യുന്ന ഒന്നിനെയും നിങ്ങൾ സ്നേഹമായിട്ട് തെറ്റിദ്ധരിക്കരുത്. ഐ ലവ് യു എന്ന് 10 പ്രാവശ്യം പറഞ്ഞാലും നിങ്ങളെ നശിപ്പിക്കുന്ന രീതിയിലാണ് ആ റിലേഷൻഷിപ്പ് പോകുന്നതെങ്കിൽ, നിങ്ങളുടെ മനസ്സമാധാനത്തിന് പുല്ലുവിലയാണ് അവിടെ കിട്ടുന്നതെങ്കിൽ, നിങ്ങൾക്ക് റെസ്പെക്റ്റ് ഇല്ലെങ്കിൽ അത് സ്നേഹമല്ല, സ്നേഹമല്ല, സ്നേഹമല്ല. അതേ കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ സൈക്കോളജി പഠിച്ചിട്ടുള്ള ആ കൂട്ടുകാരി രമ്യയ്ക്ക് കൊടുക്കുന്ന ഉപദേശം. ഒരു പക്ഷേ ഈ വഴക്കുണ്ടാക്കുക, പിണങ്ങുക തുടങ്ങിയിട്ടുള്ള പരിപാടികൾ, വീണ്ടും ഇണങ്ങുക, ഇതിങ്ങനെ കോൺസ്റ്റൻ്റായി സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്തുള്ള ഡ്രാമയുണ്ടല്ലോ, അത് രമ്യയെ എക്സൈറ്റ് ചെയ്തിട്ടുണ്ടാവും.
പക്ഷേ അത് അവൾക്കൊട്ടും നല്ലതല്ല, അവളുടെ മാനസികാരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല എന്ന് ആ കൂട്ടുകാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ കുട്ടി പറയുന്നൊരു എക്സാമ്പിൾ ഉണ്ട്. അവളുടെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു, അവരുടെ ഹസ്ബൻഡ് മരിച്ച സമയത്ത് ഇനി എനിക്കൊരു ജീവിതമില്ല, എൻ്റെ ജീവിതം ഇവിടെ അവസാനിച്ചു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കട പ്രകടനങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം ആ ആൻറ്റിയെ കാണുമ്പോൾ അവർ മുടിയൊക്കെ വെട്ടി അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർ വളരെ ഹാപ്പി ആയിട്ട്, എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ഇത്രയും ഹാപ്പി ആയിട്ട് അവരെ കണ്ടിട്ടില്ലായിരുന്നു എന്നുള്ളതാണ്. അതൊരു പക്ഷേ ഒരു ട്രോമ ബോണ്ടിങ് ആയിരുന്നിരിക്കാം. അതിനുശേഷമാണ് രമ്യയുടെ ജീവിതത്തിൽ വളരെ സുന്ദരമായ എന്ന് എനിക്ക് പറയാൻ തോന്നുന്ന സംഭവം ഉണ്ടാവുന്നത്. രമ്യയുടെ അമ്മൂമ്മ തട്ടിപ്പോയി ഗൈസ്. അങ്ങോട്ടേക്ക് രമ്യ ചെന്ന് കയറുകയാണ്. അവിടെ ചെന്നിരിക്കുമ്പോൾ രമ്യ ഈ അമ്മൂമ്മയുടെ ബോഡിയിലേക്കൊന്നും നോക്കുന്നില്ല, അവരുടെ കാൽക്കൽ ചെന്നിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ നമ്മുടെ നാട്ടിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കൊനഷ്ട് കാണിച്ചാലും എന്ത് വൃത്തികേട് കാണിച്ചാലും തട്ടിപ്പോയോ അവർ പിന്നെ നന്മ മരങ്ങളാണ്. അവർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിലപിക്കുക എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. ഈ അമ്മൂമ്മ പണ്ട്, അതായത് രമ്യ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് വേറൊരു മതത്തിൽപ്പെട്ട ജാതിയിൽപ്പെട്ട ആളെ കല്യാണം കഴിക്കുന്നു എന്നുള്ളത് കൊണ്ട് വീട്ടിൽ കയറ്റാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഓടിച്ചു വിട്ടിട്ടുള്ള ആ പെൺകുട്ടി ഈ അമ്മൂമ്മ മരിച്ചതറിഞ്ഞ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ളൊരു അമ്മാവൻ ആസ് യൂഷ്വൽ എല്ലാ നാട്ടിലും കാണുന്ന പോലെ വരണം. പുള്ളി അവിടെ നിന്ന് പറയുന്നു, ഈ വീട്ടിലേക്ക് ഇവളെ കയറ്റാൻ പറ്റില്ല, ഈ അമ്മൂമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടില്ല എന്ന് പറയുന്ന കണസ ഡയലോഗ് മുഴുവൻ പറയുന്നുണ്ട്. ആ സമയത്ത് രമ്യയുടെ അച്ഛൻ രമ്യയെ നോക്കുന്നുണ്ട്. രമ്യയെ നോക്കിയിട്ട് അയാൾ ആ പെൺകുട്ടിയോട് പറയുന്നത് അവൾ അകത്തേക്ക് കയറിക്കോട്ടെ, കുഴപ്പമില്ല, അവൾ കണ്ടിട്ട് പോട്ടെ എന്നുള്ളതാണ്. ആ സമയത്ത് മുഴുവൻ ഇദ്ദേഹം ഈ പെൺകുട്ടിയെ വീടിനകത്തേക്ക് കയറ്റാൻ വേണ്ടിയിട്ടുള്ള സംസാരങ്ങളൊക്കെ നടക്കുമ്പോഴും രമ്യയും അച്ഛനും തമ്മിലുള്ള ഒരു ഐ കോണ്ടാക്റ്റും കൂടി അവിടെ നടക്കുന്നുണ്ട്. അയാൾ സ്വന്തം മകളെയും കൂടി കണ്ടിട്ടാണ് അയാളിലൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്. അയാൾ ഇതിനെയും അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറയുന്നൊരു തിരിച്ചറിവിലേക്ക് വരുന്നത്. എന്തായാലും അവളും കൂടി അകത്തേക്ക് വന്ന ശേഷം ഈ അമ്മൂമ്മയുടെ നേരെ തൊട്ട് താഴത്തെ ലെവലിലുള്ള മക്കൾ ആരാണ്ടൊക്കെ ഇരുന്നിട്ട് അവരങ്ങനെയായിരുന്നു, നല്ലൊരു സ്ത്രീയായിരുന്നു എന്നുള്ള ഡയലോഗ് പറഞ്ഞു തുടങ്ങുമ്പോൾ കൊച്ചുമക്കളാണ് ഓരോരോ സംഭവങ്ങളായിട്ട് എടുത്ത് പുറത്തേക്ക് ഇടുന്നത്. എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്ന സമയത്ത് നീ PG പഠിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് എന്നെ PG പഠിക്കാൻ വേണ്ടി ഈ അമ്മൂമ്മ ഒറ്റ ഒരുത്തിയാണ് നിർബന്ധിച്ചത്. അങ്ങനെ ഞാൻ PG പഠിച്ചു, വലിയ പോസ്റ്റിലൊക്കെ ആയി. പക്ഷേ എൻ്റെ കല്യാണം ഇതുവരെയും കഴിഞ്ഞിട്ടില്ല, ഞാനിപ്പോഴും കഷണ്ടിത്തലയായിട്ട് ഇവിടെ ജീവിക്കുകയാണ് എന്ന് പറയുന്ന സങ്കടമാണ്. കാരണം ചില അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും ഒക്കെ അങ്ങനെയുണ്ട്. അവർ പറഞ്ഞ ആ കുടുംബത്തിലെ വേദവാക്യമായിരിക്കും. അപ്പോൾ അവർ പറയും, മക്കളെ നീ ഇപ്പോഴല്ല ചെയ്യേണ്ടത്, നീ ഇപ്പോൾ ഇതാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അവർ പറയുന്നതനുസരിച്ച് ഓരോന്ന് ചെയ്തിട്ട് നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും ചെയ്യാനുള്ള സമയം വൈകിപ്പോവും. അങ്ങനെ ഒരു ദുഃഖം ഒരു ഗ്രാൻഡ് സൺ എന്ന് പറയാണ്. മറ്റൊരു പെൺകുട്ടി പറയുന്നത്, നിനക്ക് തല കഷണ്ടിയായതല്ലേ, എൻ്റെ പ്രശ്നം എന്നെ ഇതുവരെ ഇവർ മുടി വെട്ടാൻ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ അവളുടെ മുടി ഒതുക്കാനുള്ള അവകാശം അവൾക്ക് നിഷേധിച്ചത് ഈ അമ്മൂമ്മയാണ്. ആ സമയത്താണ് രമ്യ ഒരു എക്സ്പീരിയൻസ് പറയുന്നത്. ഇവിടെ തൊട്ട് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. രമ്യ ഇരിക്കുന്നു, രമ്യ വാതിലിനോട് ചേർന്നായിരിക്കുന്നു. അപ്പോൾ ആ വാതിലിൻ്റെ പാളിയുണ്ട്. ആ പാളിയുടെ തൊട്ടിപ്പുറത്തെ സൈഡിൽ രമ്യയുടെ അമ്മയും ഇരിപ്പുണ്ട്. ഇവർക്കിടയിൽ ഒരു സെപ്പറേഷനുണ്ട്. രമ്യ പറയുന്നത്, പണ്ട് എൻ്റെ പുറത്ത് ഒരു പല്ലി വന്ന് വീണത് ഞാൻ ഡയപ്പർ നന്നായിട്ട് ഡിസ്പോസ് ചെയ്യാത്തത് കൊണ്ടാണ് എന്ന് ഈ അമ്മൂമ്മ പറഞ്ഞിരുന്നു എന്ന് രമ്യ പറയുന്നുണ്ട്. അപ്പോൾ അമ്മയാണ് അതിനെ എതിർത്ത് പറയുന്നത്, അത് നിൻ്റെ അനുഭവമല്ല, അത് എൻ്റെ അനുഭവമാണ്, എന്നോടാണ് അമ്മൂമ്മ അങ്ങനെ പറഞ്ഞത്, അത് ഞാൻ പറയുന്നത് കേട്ടിട്ട് നിനക്ക് തോന്നിയതായിരിക്കും നിന്നോട് പറഞ്ഞതാണെന്നുള്ളത്, ആക്ച്വലി എന്നോടാണ് പറഞ്ഞതെന്നാണ്. അപ്പോൾ രമ്യ വാദിക്കുന്നത്, അല്ല അത് എന്നോടാണ് പറഞ്ഞത്, അത് ആ സമയത്ത് ഇങ്ങനെ ആയിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ തിരുത്തുന്നത്, ആ റെനോവേഷനൊക്കെ ഏത് കാലത്ത് നടന്നതാണ്, ഇത് എന്നോട് പറഞ്ഞതാണ്, ഞാനും അമ്മയും തമ്മിലുള്ള കോൺവെർസേഷനിൽ നീ തെറ്റിദ്ധരിച്ചതാവാം എന്ന് പറയുമ്പോഴാണ് രമ്യ അമ്മൂമ്മയെ നോക്കുന്നത്. അതായത് ഇത് എന്നോട് പറഞ്ഞതാണോ അമ്മയോട് പറഞ്ഞതാണോ എന്ന് പറഞ്ഞു തരാൻ ഈ അമ്മൂമ്മ തള്ള മാത്രമാണല്ലോ ബാക്കിയുള്ളത്. പക്ഷെ അവർ തട്ടിപ്പോയല്ലോ, അയ്യോ അത് പറയാനുള്ള അമ്മൂമ്മ മരിച്ചുപോയി എന്ന് പറഞ്ഞ് രമ്യ അവിടെ കരയുകയാണ്. എന്തുകൊണ്ടായിരിക്കും രമ്യയ്ക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവുക? ഇത് അമ്മയോട് പറഞ്ഞതാണോ എന്നോട് പറഞ്ഞതാണോ? ഒരു പക്ഷേ നമ്മുടെ ഈ ജനറേഷനിലുള്ള, ഞാൻ എൻ്റെ പെൺസുഹൃത്തുക്കളോട് സംസാരിച്ചിട്ടുള്ളതും ശ്രുതി സംസാരിക്കുമ്പോഴൊക്കെ മനസ്സിലാക്കുന്നൊരു കാര്യം, ഈ ജനറേഷനിലുള്ള പെൺകുട്ടികളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, അവരുടെ അമ്മയുടെ ലൈഫ് പോലെ ആവരുത് അവരുടെ ലൈഫ് എന്നുള്ളതാണ്. അമ്മ മോശക്കാരി ആയതുകൊണ്ടല്ല, അവരുടെ അമ്മ ഒരു പെൺകുട്ടി എന്ന നിലയിൽ, ഒരു സ്ത്രീ എന്ന നിലയിൽ ആ വീട്ടിൽ അനുഭവിച്ചിട്ടുള്ള സ്വാതന്ത്ര്യമില്ലായ്മകൾ എത്രത്തോളമാണ്, കുറ്റപ്പെടുത്തലുകൾ അനാവശ്യമായി കേട്ടിട്ടുള്ളത് എത്രത്തോളമാണ്, അവരുടെ ഇമോഷൻസിന് യാതൊരു വാല്യൂവും കൊടുക്കാതിരുന്ന, അവർക്ക് യാതൊരു അഷുറൻസും കൊടുക്കാതിരുന്നിരുന്ന ഒരു ജീവിതം, ആ ജീവിതം എനിക്ക് വേണ്ട, എൻ്റെ ജീവിതവും അമ്മയുടെ ജീവിതം പോലെ ആയി പോകുമോ എന്ന് പറയുന്നൊരു പേടിയുണ്ട്. ആ പേടി രമ്യയുടെ ഉള്ളിലുണ്ടായിരുന്നിരിക്കും. ഈ അമ്മൂമ്മ അമ്മയോട് പറയുന്നതും അതിൻ്റെ എക്സ്റ്റൻഷനൊക്കെ തന്നെയാണ് തന്നോട് പറയുന്നത് എന്ന് പറയുന്ന ഒരു തിരിച്ചറിവ് അവിടെ ഉള്ളപ്പോൾ, ഒരു പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് അമ്മ ഈ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞപ്പോൾ, നാളെ ഞാനും ഇത് കേൾക്കേണ്ടി വരും, ഞാനിതെൻ്റെ ഏതോ ഒരു പ്രായത്തിൽ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നൊരു കാര്യം അവളുടെ ഉള്ളിൽ പതിഞ്ഞു പോയതായിരിക്കാം. എനിക്കെൻ്റെ അമ്മയാവണ്ട,
എന്നുള്ള അവളുടെ ഉള്ളിൽ കിടക്കുന്ന ആഗ്രഹത്തിൽ നിന്നാണ് ഈ ഒരു കൺഫ്യൂഷൻ തന്നെ ഉണ്ടാകുന്നത്. സോ അമ്മയുമായിട്ട് ഈ കോൺവെർസേഷൻ ഉണ്ടായതിന് ശേഷമാണ്, ഈ കൺഫ്യൂഷൻ ഉണ്ടായതിന് ശേഷമാണ് അവൾ അമ്മൂമ്മയെ നോക്കുന്നത്. കാരണം ഈ കാര്യം ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് അവിടെ പറയാൻ ആകെ ബാക്കിയുള്ളത് അമ്മൂമ്മയാണ്. അവർ തട്ടിപ്പോയി. അതാണ് അവളുടെ മൈൻഡ് വോയിസ് ആയിട്ട് നമ്മൾ കേൾക്കുന്നത് ആ കരച്ചിലിനിടയിൽ. എല്ലാം അറിയുന്ന പോലെ നടന്ന് എല്ലാം കുഴപ്പത്തിലാക്കിയിട്ട് ഇപ്പോൾ ഒന്നും അറിയാത്ത പോലെ കിടക്കുന്നു എന്ന് പറയുന്ന തൻ്റെ പ്രിയപ്പെട്ട അമ്മൂമ്മ മരിച്ചുപോയി എന്ന് പറയുന്ന സങ്കടമല്ല, ഇത്രയും കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെച്ച് എല്ലാവരെയും കുഴപ്പങ്ങളിലാക്കിയിട്ട് നിങ്ങളങ്ങ് പോയല്ലോ എന്ന് പറയുന്ന ഒരു ചോദ്യമാണ് അവിടെ ഉള്ളത്. ഒന്നിനും ഉത്തരങ്ങൾ കൊടുക്കാതെ, ഒന്നിനും സൊല്യൂഷൻസ് കൊടുക്കാതെ കുറേ കുഴപ്പങ്ങൾ മാത്രം ഉണ്ടാക്കിയിട്ട് അവരങ്ങ് പോയി. അത് ഡീൽ ചെയ്യേണ്ടത് ഈ ജനറേഷനിലുള്ള ആളുകളാണ്. ഒരുപക്ഷെ അടുത്ത ജനറേഷനും ഇതൊക്കെ തന്നെ ഡീൽ ചെയ്യേണ്ടി വരും. ഇത് നമ്മുടെ മൊത്തം പൂർവികന്മാരോടുള്ള ചോദ്യം ചെയ്യൽ പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ലോജിക്കും ഇല്ല, ഒരു കാര്യമില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരൊറ്റ പോക്കാ. പിന്നെ നമ്മളാണ് ഇത് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇതിനിടയിൽ സംസാരിച്ച് പോകുന്നത് ഈ അമ്മുമ്മ അവർ എല്ലാ ദിവസവും കുളിക്കണമെന്ന് പറയുന്ന അവരുടെ ആചാരം വിശ്വാസമൊക്കെ മുറുക്കെ പിടിച്ചുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ ഈ മരിക്കുന്നതിന് മുമ്പ് കിടപ്പിലായ സമയത്ത് ആഴ്ചയിൽ ഒരിക്കലും മാത്രമേ അവർക്ക് കുളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഡയപ്പർ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത് രമ്യയുടെ അമ്മയാണ് എന്ന് പറയുന്നുണ്ട്. ആ സ്ത്രീയെയാണ് ഈ അമ്മുമ്മ കുറേ മുമ്പ് ജോലിക്ക് പോകുന്നതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അവരെ കുറ്റപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ അവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്നു. ജോലിക്ക് പോകണമായിരുന്നു, വീട്ടിലെ കാര്യങ്ങൾ നോക്കണമായിരുന്നു, ഈ കിടപ്പിലായ അമ്മൂമ്മയെ നോക്കണമായിരുന്നു. അങ്ങനെ ആ സ്ത്രീ നയിച്ചിട്ടുള്ള വളരെ ഹെക്റ്റിക്കായിട്ടുള്ളൊരു ലൈഫുണ്ട്. അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഇവിടെ ആർക്കും സങ്കടമില്ല. അതെപ്പോഴും ആ സ്ത്രീയുടെ മാത്രം ജോലിയായിരുന്നു. അത് കഴിഞ്ഞ് ഈ സിനിമയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സീൻ നമ്മൾ കാണുകയാണ്. അതൊക്കെയാണ് മാൻ സൗഹൃദം. അങ്ങനെ ഒരു ഫ്രണ്ട് വേണമെന്ന് സെൽവിയെ കാണുന്ന ഓരോ മൊമെൻറ്റിലും വീണ്ടും വീണ്ടും കൊതി തോന്നി പോകുമായിരുന്നു. വെയിലടിക്കുന്നുണ്ട്, ജനലിൽ കൂടി വരുന്ന വെയിൽ രമ്യയുടെ മുഖത്താണ് വന്ന് വീഴുന്നത്. അർജുൻ്റെ റൂമിൽ കിടക്കുമ്പോൾ അവൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ എത്ര തവണയായി പറയുന്നു ഈ വെയിൽ എൻ്റെ മുഖത്ത് അടിക്കുന്നതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന്, നിനക്ക് ഇതുവരെ അവിടെ ഒരു കർട്ടൻ ഇടാൻ തോന്നിയില്ലല്ലോ എന്ന്. അവൻ ഒരിക്കൽ പോലും അത് ചെയ്തിട്ടില്ല. പക്ഷേ റൂമിൽ രമ്യ കിടക്കുന്ന സമയത്ത് രമ്യയുടെ മുഖത്തേക്ക് വെയിലടിക്കുമ്പോൾ സെൽവി എണീറ്റ് പോയി കർട്ടനൊക്കെ കൃത്യമായി ഇട്ട് അവളുടെ മുഖത്ത് വെയിലടിക്കുന്നില്ല എന്ന് ഉറപ്പാക്കിയിട്ട് തിരിച്ചു വന്ന് കിടക്കുന്നുണ്ട്. ആ സെൽവി അവസാനം വരെയും രമ്യക്കൊപ്പം ഉണ്ട്. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ കാണുന്നത് സ്കിൻ കെയറിന് വേണ്ടി കഷ്ടപ്പെടുന്ന നമ്മുടെ രമ്യയാണ്. അവരൊരു 30s എത്തി എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. മാത്രമല്ല ഈ ഒരു ടൈം പീരീഡിൽ സ്കിൻ കെയർ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി തന്നെ ഭയങ്കര വലുതാവുകയും ക്ലിനിക്കുകളുടെ എണ്ണം കൂടുകയും സ്കിൻ കെയർ ഒരു വലിയ പ്രധാനപ്പെട്ട ഘടകമായി മാറുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിനിടയിൽ രമ്യയുടെ ഒരു മൈൻഡ് വോയിസ് ആയിട്ട് നമ്മൾ കേൾക്കുന്നത് അവൾക്ക് ടയേർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓൾറെഡി ജോബൊക്കെ ഉണ്ട്, സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. ടയേർഡാണ്, എനിക്ക് ഉറക്കം വേണമെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ ഉറങ്ങാൻ പറ്റുന്നില്ല. പക്ഷേ ഞാൻ അവനോടൊപ്പമായിരുന്ന സമയത്ത് എനിക്ക് ഉറങ്ങാൻ പറ്റിയിരുന്നല്ലോ എന്നും രമ്യ പറയുന്നുണ്ട്. രമ്യയ്ക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ഇർഫാൻ എന്ന് പറയുന്ന ഒരാളുമായിട്ട്. അയാൾ അവളെ വളരെ നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്തതെന്ന് പിന്നീട് അങ്ങോട്ടുള്ള ഓരോ സീനിലും സിറ്റുവേഷൻസിലൊക്കെ അവൾ ഇർഫാനെ ഓർത്തെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇർഫാനുമായി അവൾക്ക് ഒത്തുപോകാൻ പറ്റാതിരുന്ന പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഇർഫാൻ്റെ ഒപ്പം താമസിച്ചിരുന്ന രമ്യ ഇർഫാൻ്റെ അടുത്ത് നിന്ന് മാറി താമസിക്കാൻ തീരുമാനിച്ചു. അവളുടെ കുറച്ച് സാധനങ്ങൾ ഇനി ഇർഫാൻ്റെ സ്പേസിൽ ഇരിപ്പുണ്ട്, അത് പോയി എടുക്കണം. അതിനുവേണ്ടി അവൾ ഓട്ടോ വിളിച്ച് ഇർഫാൻ്റെ വീട്ടിലേക്ക് ചെന്ന് കയറുന്ന സമയത്ത് അവിടെ കാണുന്നത് ഇർഫാൻ്റെ പുതിയ ഗേൾ ഫ്രണ്ട് അവിടെ ഇരിക്കുന്നതാണ്. ആ സമയത്ത് അവൾക്ക് സങ്കടമാവുന്നുണ്ട്. പക്ഷേ അവൾക്കറിയാം ആ റിലേഷൻഷിപ്പിൽ താൻ മൂവ് ഓൺ ചെയ്യേണ്ടതാണ്, ഇർഫാൻ മൂവ് ഓൺ ചെയ്തിട്ടുണ്ട്, ദാറ്റ്സ് ഓക്കെ എന്നുള്ളത്. പക്ഷേ വിഷമം ഉണ്ടാവില്ലേ? ആ ഗേൾ ഫ്രണ്ടും പറയുന്നുണ്ട് ഇറ്റ്സ് ഓക്കെ, താൻ കയറി സാധനങ്ങളൊക്കെ എടുത്തോളൂ, എനിക്കങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അവൾ അവളുടെ മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ മുറിയിൽ നമ്മൾ 2 പൂച്ചകളെ കാണുന്നുണ്ട്. പൂച്ചകളോട് അവൾ പറയുന്നത് അമ്മയെ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നുള്ളതാണ്. അതായത് ഒരു പൂച്ചകളെ മക്കളായി കണ്ട് ഇഷ്ടപ്പെട്ട് വളർത്തുക എന്നുള്ളത്. ഈ പൂച്ചക്കുഞ്ഞിൻ്റെ ഒരു സ്റ്റോറിയും വരുന്നുണ്ട്. ഈ പൂച്ചക്കുഞ്ഞിനെ ഇവർക്ക് ഒരു കാറിൻ്റെ അടിയിൽ നിന്നാണ് കിട്ടിയത്. വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവർ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അതിനെ പൊന്നുപോലെ വളർത്തുമായിരുന്നു. മകളെ പോലെ അവൾ ആ പൂച്ചയെ വളർത്തുമായിരുന്നു. ഈ സമയത്ത് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് അവളുടെ കൗമാരകാലത്ത് അവൾ കണ്ടിട്ടുള്ള സ്വപ്നങ്ങളിൽ നമ്മൾ മാത്രമുള്ള സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ അവളും അവളുടെ പ്രിയപ്പെട്ടവനും ഒക്കെ പൂച്ചകളായിട്ടിരിക്കുന്നതായിട്ടാണ് അവൾ കാണുന്നത്. എന്തായാലും അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇർഫാൻ രമ്യയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്, ഒരു സോറിയൊക്കെ പറയുന്നുണ്ട്. രമ്യ വളരെ കൂളായിട്ടാണ് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. നീ ഇപ്പോൾ നല്ല ഡ്രസ്സ് ധരിക്കുന്നുണ്ട്, നിന്നെ താടിയൊക്കെ ട്രിം ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നതല്ലേ, നീ അന്ന് അതൊന്നും ചെയ്തില്ലല്ലോ, പക്ഷേ ഇപ്പോൾ നീ അതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, നീ നിന്നെ നന്നായി നോക്കുന്നുണ്ടല്ലോ, ഇറ്റ്സ് ഗുഡ് എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ചിട്ട് സോറി പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് രമ്യ അവിടുന്ന് പോകുന്നതെങ്കിലും ഇർഫാൻ സോറി പറയുന്നത് അവളെ അൺകംഫർട്ടബിൾ ആക്കിയിട്ടുണ്ടെങ്കിൽ, അവളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവളെ കംഫർട്ടബിൾ ആക്കി വിടണം. ഈ ഇഷ്ടം എന്ന് പറയുന്നത് നമ്മൾ 2 വഴിക്ക് ആകുമ്പോഴേക്കും ഇല്ലാണ്ടാവുന്നതോ നശിച്ചു പോകുന്നതോ ഒന്നുമല്ല. മറ്റേ ആളെ പരിഗണിക്കുക എന്ന് പറയുന്ന, കൺസിഡർ ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം, അത് ഇർഫാൻ്റെ ഒരു ക്വാളിറ്റി ആയിരുന്നിരിക്കണം. അവിടുന്ന് ഓട്ടോറിക്ഷ കയറിയിട്ട് അവൾ നേരെ വിളിക്കുന്നത് സെൽവിയാണ്. സെൽവി ഒരു വിദേശ രാജ്യത്ത് സെറ്റിൽഡ് ആണ്, ഒരു വിദേശ പൗരനെയൊക്കെ വിവാഹം കഴിച്ചിട്ട്, ആൻഡ് അവൾ പ്രഗ്നൻ്റ് ആണ്.
അപ്പോൾ സെൽവിയെ ഫോൺ ചെയ്തിട്ട് അവൾ പറയുന്നത് കുറച്ച് നേരം എൻ്റെ കൂടെ ഈ ലൈനിലിരിക്കണം, ഞാൻ വേണ്ടാത്തതൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അത് അവളുടെ ഉള്ളിലുള്ള ഇൻറ്റൻസ് പെയിൻ എത്രത്തോളമാണ് എന്നുള്ളതും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ അവളെ രക്ഷിക്കാൻ പറ്റുന്നത് സെൽവിക്ക് മാത്രമാണ്. അവൾക്ക് ഒപ്പം നിൽക്കുന്ന, അവളെ മനസ്സിലാക്കിയിട്ടുള്ള, അവളെ പൂർണ്ണമായ അർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള, എല്ലാ തരത്തിലും അവളെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് സെൽവിയാണ്. അങ്ങനെ സെൽവി ഫോൺ എടുത്തിട്ട് തിരിച്ചു ചോദിക്കുന്നത് ആർ യു ഓക്കെ എന്നുള്ളതാണ്. രമ്യയുടെ മറുപടി എനിക്കറിയില്ല, പേടിയുണ്ട്, തെരിയാതെ, ഭയമാർക്ക് എന്നാണ് പറയുന്നത്. ഞാനാണോ ഈ റിലേഷൻഷിപ്പ് കുഴപ്പമാക്കിയത്? ഞാൻ അവനെ പിരിയാതിരിക്കണമായിരുന്നോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് രമ്യയുടെ വായിന്ന് വരുന്നത്. അവിടെ സ്വയം ബ്ലെയിം ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ സെൽവി ആസ് എ ഗുഡ് ഫ്രണ്ട് സ്റ്റോപ്പ് എന്നാണ് പറയുന്നത്. നീ ആ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് എത്രത്തോളം അൺഹാപ്പി ആയിരുന്നു എന്നുള്ളത് നീ മറന്നുപോയോ എന്നുള്ളൊരു മറുചോദ്യമാണ്. അതൊരു ഓർമ്മിപ്പിക്കലാണ്. നീ നിന്നെ ബ്ലെയിം ചെയ്യല്ലേ. ആ റിലേഷൻഷിപ്പ് വർക്കായില്ല, അതിൽ നിന്ന് വിടൂ. നീ നിൻ്റെ സ്വന്തമായിട്ടൊരു സ്പേസ് എടുക്കൂ എന്ന് പറയുമ്പോൾ അതിന് ഭയങ്കര പൈസയാവും എന്നുള്ളതാണ് രമ്യ പറയുന്നത്. കാരണം സ്വന്തമായൊരു സ്പേസിലേക്ക് മാറുമ്പോഴാണ്, അവനവൻ്റേതായ ഒരു സ്പേസിലേക്ക് മാറുമ്പോഴാണ് നമുക്ക് ഹീൽ ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടുക. പക്ഷേ രമ്യയുടെ പ്രശ്നം ബഡ്ജറ്റാണ്. അപ്പോൾ സെൽവി പറയുന്നത് ഞാനിവിടെ ഉള്ളപ്പോൾ നീ ബഡ്ജറ്റിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നത് എന്തിനാ? ഈ സംസാരത്തിൻ്റെ ഇടയിൽ രമ്യ അവളുടെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിലേക്ക് ചെന്ന് കയറുകയാണ്. ആ ഫ്രണ്ട് കുക്ക് ചെയ്തിട്ടുണ്ട്, ഭക്ഷണം കുക്ക് ചെയ്തിട്ട് അത് കഴിക്കുന്നു എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ്. അവിടെ രമ്യ പറയുന്നത് അയ്യോ എനിക്ക് വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം, മരിക്കുന്നത് വരെ ഫ്ലാറ്റ് ടമ്മിയായിട്ട്, അതായത് കുടവയറില്ലാതിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നാണ്. ഈ ചെന്ന് കയറിയ ഫ്ലാറ്റിലെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുള്ള പെൺകുട്ടി അവൾ വിവാഹിതയാവാൻ പോകുന്ന, തടി കുറയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഇപ്പുറത്തെ സൈഡിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സെൽവിയാണ് ഇരിക്കുന്നത്. ഡെലിവറിക്ക് ശേഷം വയറ് കുറയുമോ കുടവയറായിരിക്കുമോ എന്നൊക്കെ പറയുന്നത് പോലത്തെ കൺഫ്യൂഷൻസ്. ഈ കുടവയർ എന്ന് പറയുന്ന ഒരു കാര്യം ഇൻസെക്യൂരിറ്റി ആയിട്ട് വരുന്ന രണ്ട് പേര്, ഒരാൾ ഫോണിലും ഒരാൾ നേരിട്ടും അടുത്തിരിക്കുമ്പോഴാണ് രമ്യയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ഡയലോഗ് ഉണ്ടാകുന്നത്. അതെന്തൊരു ഇൻസെൻസിറ്റീവ് ആണ് എന്നുള്ളത് സെൽവി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ചോദ്യം ചെയ്യുന്നുണ്ട്. രമ്യ അതിന് തിരിച്ചു ചോദിക്കുന്നത് നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ, നീ ചത്തിട്ടുണ്ടായേനെ എന്നാണ് സെൽവി അവിടുന്ന് തിരിച്ചു പറയുന്നത്. അത് അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചായിരിക്കാം, പക്ഷേ അത് സത്യവുമാണ്. സെൽവി ഇല്ലായിരുന്നെങ്കിൽ രമ്യ എന്ത് ചെയ്തേനെ? രമ്യ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഏറ്റവും മോശം മാനസികാവസ്ഥയിലേക്ക് പോയേനെ. സെൽവിയെ പോലൊരു കൂട്ടുകാരി നിൻ്റെ ഭാഗത്ത് തെറ്റുകളില്ല, നിനക്കൊപ്പം ഞാനുണ്ട് എന്ന് പറഞ്ഞൊരു അഷ്വറൻസ് കൊടുത്ത് അവളുടെ ഇമോഷൻസിനെ വാലിഡേറ്റ് ചെയ്ത് കൂടെ നിന്നില്ലായിരുന്നെങ്കിൽ രമ്യ ഇന്ന് കാണുന്ന അത്രയും പോലും മിച്ചം ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് സെൽവിയെ പോലൊരു ഫ്രണ്ട് എല്ലാവർക്കും ഉണ്ടാവണമെന്ന്. അതിനുശേഷം ഇവരൊരു പാർട്ടിക്ക് പോകുന്നു. അവിടെ വെച്ച് മദ്യപിച്ചതിന് ശേഷം രമ്യ സുഹൃത്തുക്കളോട് പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ ഇനി ആരാണ് ബേബി ഗേൾ എന്ന് വിളിക്കുക? ശരിക്കും അവൻ എന്നെ ഹീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ നാൾ മുമ്പ് ആരെങ്കിലും എന്നോട് വന്നിട്ട് ഇതുപോലെ നല്ലൊരു പയ്യൻ വരാനുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടി നന്നായിട്ടിരുന്നേനെ, അവന് വേണ്ടി ഞാൻ പ്രിപ്പയർഡായിട്ടിരുന്നേനെ എന്ന് പറയുന്നൊരു ഡയലോഗാണ്. ആ ഡയലോഗൊക്കെ ഞാനും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ഇത്രയും നല്ലൊരാൾ നമുക്ക് വേണ്ടി വരും എന്ന മുൻകൂട്ടി ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടി പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കാമായിരുന്നു എന്നുള്ളത്. പക്ഷേ രമ്യയുടെ സുഹൃത്ത് അതിനൊരു മറുപടി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. എന്തായാലും രമ്യ പറയുന്നത് ആ റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യാൻ വേണ്ടി ഞാനും ഒരുപാട് ശ്രമിച്ചു, അവനും ഒരുപാട് ശ്രമിച്ചു, പക്ഷേ വർക്കായിട്ടില്ലായിരുന്നു. ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഞങ്ങൾ വലിയ വലിയ വിഷയങ്ങളാക്കി മാറ്റി. ക്ലോസറ്റിൻ്റെ ടോപ്പ് അടച്ചിട്ടില്ല എന്നുള്ളതൊക്കെ ഒരു വലിയ വിഷയമല്ല എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു എന്നുള്ള രീതിയിൽ അവൾ സംസാരിക്കുമ്പോൾ ലിഫ്റ്റിൽ അവരുടെ കൂടെ മറ്റൊരു പുരുഷനുണ്ട്. കുറച്ച് പ്രായമായിട്ടുള്ള ആളാണ്. പാല് ഫ്രിഡ്ജിൽ വെക്കാത്തതും തുണി അലക്കാത്തതൊന്നും വലിയ പ്രശ്നമല്ല എന്ന് മാത്രമേ എനിക്ക് മനസ്സിലായി എന്നാണ് പുള്ളി പറയുന്നത്. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. എത്രയോ ചെറിയ പ്രശ്നങ്ങളെ നമ്മൾ വലിയ പ്രശ്നങ്ങളായി മാറ്റുന്നു. ഈ ചെറിയ പ്രശ്നങ്ങളെ വലുതാക്കി എന്നൊക്കെ പറയുമ്പോൾ ചിലർക്ക് അതിൽ വിഷമം തോന്നിയേക്കാം. എല്ലാവർക്കും അവരവരുടെ പ്രശ്നങ്ങൾ വളരെ വലുത് തന്നെയാണ്. പക്ഷേ ഇവിടെ അവൾ ഓക്കെ ആയിരിക്കുന്ന സമയത്ത്, സുഹൃത്തുക്കളോടൊപ്പം ചില്ല് ചെയ്തിരിക്കുന്ന സമയത്ത് ആ പ്രശ്നങ്ങളെ ചെറിയ പ്രശ്നങ്ങളായിട്ടാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അന്ന് അത് ചെറുതല്ലായിരുന്നു, അത് വലിയ പ്രശ്നമായിട്ടാണ് അവൾ ഡീൽ ചെയ്തത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ ഹീൽഡ് അല്ലായിരുന്നു. അവളുടെ മനസ്സിൽ ഒരുപാട് ട്രോമ ഉണ്ടായിരുന്നു, അവളുടെ മനസ്സിൽ ഒരുപാട് ഉണങ്ങാത്ത മുറിവുകളുണ്ടായിരുന്നു. അതുള്ളപ്പോൾ നമുക്ക് ചെറിയ പ്രശ്നങ്ങളും വളരെ വലിയ പ്രശ്നങ്ങളായി മാറും. നമ്മുടെ റിയാക്ഷൻസ്, നമ്മുടെ ഇമോഷൻസ് നമ്മുടെ കയ്യിൽ നിൽക്കാത്തതുപോലെ പുറത്തേക്ക് വരും. അങ്ങനെ വരുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ വലുതാക്കി ഡീൽ ചെയ്തു എന്ന് പറയുന്നൊരു സാഹചര്യത്തിലേക്ക് വരും. അതാണ് അവളിവിടെ സൂചിപ്പിക്കുന്നത്. ഇതിനുള്ള മറുപടിയൊക്കെ അവളുടെ ഫ്രണ്ട് അവർ ഒരുമിച്ച് തിരിച്ച് കാറിൽ പോകുന്ന സമയത്ത് രമ്യയോട് പറയുന്നുണ്ട്. ഇർഫാൻ ഒരു നല്ല പയ്യനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, പക്ഷേ അവൻ നിന്നെ ഹീലാക്കി എന്ന് പറഞ്ഞത് തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നീ ശരിക്കും ഹീലായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ റെസ്റ്റ്ലെസ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അടുത്ത റിലേഷൻഷിപ്പിലേക്ക് ഇങ്ങനെ ജമ്പ് ചെയ്തുകൊണ്ടിരിക്കില്ലായിരുന്നു. മാത്രമല്ല അടുത്ത സെൻറ്റൻസ് ഇതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സെൻറ്റൻസ്. ഒരു പയ്യന് മറ്റൊരു പയ്യൻ ഉണ്ടാക്കിയ മുറിവുകളെ ഹീൽ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് അതൊക്കെ മറന്നിട്ട് നമ്മൾ ഹാപ്പി ആണെന്ന് പറയുന്നൊരു ഫീൽ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. വി മസ്റ്റ് ഹീൽ അവർ സെൽഫ്സ് എന്നാണ്. അതിലെ പയ്യെന്നുള്ള വാക്കൊക്കെ നിങ്ങൾ വിട്ടേക്കൂ.
ഒരാൾ അല്ലെങ്കിൽ ഒരു സാഹചര്യം കൊണ്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാനസികമായൊരു മുറിവ് അത് നിങ്ങളെ അൺബാലൻസ്ഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ വേറൊരു വ്യക്തിക്കോ വേറൊരു സാഹചര്യത്തിനോ അതിനെ ഹീൽ ചെയ്യാൻ പറ്റില്ല, ആ മുറിവിനെ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. ചിലപ്പോൾ നിങ്ങളത് മറക്കും, നിങ്ങൾ കുറേ ഹാപ്പി ആയിട്ട് ഇവിടെ ഇരിക്കും. പക്ഷേ ആ മുറിവിനെ ട്രിഗർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു വാക്കുണ്ടായാൽ, ഒരു പ്രവൃത്തി ഉണ്ടായാൽ, ഒരു സാഹചര്യം ഉണ്ടായാൽ ആ മുറിവിൻ്റെ വേദന വീണ്ടും നിങ്ങൾ അനുഭവിക്കും. ഒരു പക്ഷേ ആ മുറിവിൽ അന്ന് നിങ്ങൾക്കുണ്ടായിരുന്ന അതേ പെയിൻ നിങ്ങൾ ഈ സിറ്റുവേഷനിലും കാണിക്കും. ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ആളുകൾ എന്തിനാണ് ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്, നിങ്ങൾ ഓവർ റിയാക്ട് ചെയ്യുന്നതായി അവർക്ക് തോന്നാനുള്ള കാരണം നിങ്ങൾ റിയാക്ട് ചെയ്യുന്നത് പഴയ പെയിനാണ്, പുതിയ പെയിനല്ല. കാരണം ഇവിടെ ഇത്രയും പെയിൻ ഉണ്ടാവേണ്ട കാര്യമില്ല. സോ നമ്മൾ ഹീലാവുക എന്നുള്ളതാണ് പ്രധാനം. നമ്മുടെ ഉള്ളിലെ മുറിവുകളെ ഉണക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ നമുക്ക് ചിലപ്പോൾ മറക്കാൻ പറ്റുമായിരിക്കും. മറക്കുക എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ അല്ല. ഇവിടെ രമ്യ ചെയ്തുകൊണ്ടിരുന്ന മിസ്റ്റേക്ക് അതായിരുന്നു. അവളുടെ ആദ്യത്തെ റിലേഷൻഷിപ്പുകൾ, അവളുടെ കുട്ടിക്കാലത്ത് അച്ഛനമ്മമാർ അവളെ ട്രീറ്റ് ചെയ്തത്, അതുമൂലം അവളുടെ ഉള്ളിലുണ്ടായിട്ടുള്ള ട്രോമകൾ, ഇതൊന്നും ഹീൽ ചെയ്യപ്പെടാതെ അവിടെ കിടന്ന് മുന്നോട്ട് വരുമ്പോൾ പുതിയ ഏതൊരു റിലേഷൻഷിപ്പിലേക്ക് അവൾ പോയി കഴിഞ്ഞാലും ഈ പറയുന്ന മെമ്മറീസിനെ ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലും ഒന്ന് അയാളിൽ നിന്നുണ്ടായാൽ, എത്ര നന്നായി ട്രീറ്റ് ചെയ്താലും, ഇർഫാൻ അവളെ ഏറ്റവും നന്നായിട്ടാണ് ട്രീറ്റ് ചെയ്തതെന്ന് അവൾ തന്നെ പറയുന്നുണ്ട്. അത്രയും നന്നായി അവൻ ട്രീറ്റ് ചെയ്യുമ്പോഴും അവൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും അവളുടെ കുട്ടിക്കാലത്തുണ്ടായ, അല്ലെങ്കിൽ കുട്ടിക്കാലം മുതൽ ഇങ്ങോട്ടുണ്ടായ ഏതെങ്കിലും ഒരു മുറിവിനെ ട്രിഗർ ചെയ്യുകയും അവൾ ഓവർ റിയാക്ട് ചെയ്യുകയും ചെയ്യും. അവനിത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവൻ അതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർഡ് അല്ല. കാരണം അത് അവനുണ്ടാക്കിയ മുറിവേ അല്ല. എല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലാവുന്നൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഒരു പ്രേമം ഉണ്ടായിരുന്നു, ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അത് ബ്രേക്കപ്പായ ഉടനെ തന്നെ നമ്മൾ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുമ്പോൾ ഈ ആദ്യം ബ്രേക്കപ്പായ പ്രണയവും അതുമായി ബന്ധപ്പെട്ടുള്ള സങ്കടങ്ങളും ഒന്നും നമ്മൾ ആ സമയത്ത് ഓർക്കാതെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ അതൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് പോയി, ഞാനിപ്പോൾ വളരെ കൂളാണ്, ഹാപ്പിയാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകും. പക്ഷേ പതിയെ ഈ സങ്കടങ്ങളെടുത്ത് മുന്നോട്ട് വരാൻ തുടങ്ങും. മാത്രമല്ല പുതിയ റിലേഷൻഷിപ്പിലെ ചെറിയ മിസ്റ്റേക്കുകൾ പോലും പഴയ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന നിങ്ങൾ ഭയക്കുന്ന, നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള ഇമോഷൻസുമായി കണക്റ്റ് ആവുകയും ഇതിൻ്റെ റിയാക്ഷൻസ് ഇവിടെ ഉണ്ടാവുകയും ചെയ്യും. അത് നിലവിലുള്ളൊരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ രണ്ടാമത് എത്തിച്ചേർന്നിട്ടുള്ളത് ഏറ്റവും നല്ലൊരു റിലേഷൻഷിപ്പ് ആയിരിക്കും. പക്ഷേ ആ റിലേഷൻഷിപ്പിൻ്റെ ബ്യൂട്ടി പോലും മനസ്സിലാക്കാനാവാതെ അവിടെ നിന്നും നമ്മളും മറ്റേയാളും രക്ഷപ്പെടുക എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അങ്ങനെ ചിന്തിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് അത് ചെന്നെത്തിയേക്കും. നമ്മൾ ഹീലാവുക എന്നുള്ളതാണ് പ്രധാനം, മറക്കുക എന്നുള്ളതല്ല. അത് കഴിഞ്ഞാണ് ഫാമിലിയിൽ ഒരു ഫംഗ്ഷൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് രമ്യ നാട്ടിലേക്ക് പോകുന്നത്. നാട്ടിൽ ചെന്ന് ഹോമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവർ വീട്ടിലിരിക്കുമ്പോൾ സംഭവിക്കുന്നൊരു കോൺവെർസേഷൻ ഉണ്ട്. അച്ഛൻ ടി വിയുടെ മുമ്പിലിരുന്ന് പ്രൊപ്പഗൻഡ ന്യൂസ് എന്ന് രമ്യ പറയുന്ന, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചൂടേറിയ ചർച്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് നല്ല മുരുമുരാന്നിരിക്കുന്ന ദോശയും ചമ്മന്തിയും കൂട്ടി അത് കഴിച്ച് ടി വിയുടെ മുമ്പിലിരുന്ന് ഈ ന്യൂസ് കാണുക എന്നുള്ളതാണ് ഒരു ശീലം. അപ്പോൾ അമ്മ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല മുരുമുരാന്ന് ദോശ ചുട്ട് അത് അപ്പപ്പോൾ കൊണ്ടുപോയി അച്ഛന് കൊടുക്കുക. ഇദ്ദേഹം അടുക്കളയിൽ വന്ന് എടുക്കുകയല്ല, ചുട്ടിട്ട് അത് അതുപോലെ പ്ലേറ്റിലേക്ക് കൊണ്ട് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അമ്മ അടുക്കളയിൽ തന്നെയാണ്. രമ്യ അടുക്കളയിൽ അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ പറയുന്നത്, ഈ ദോശ നീ കൊണ്ടുപോയി അച്ഛന് കൊടുക്കും. രമ്യയുടെ എടുത്ത വായിക്കുള്ള ചോദ്യം, പുള്ളിക്ക് ഇവിടെ വന്നത് എടുത്തൂടെ എന്നുള്ളതാണ്. ആൻഡ് ഈ ദോശ കൊണ്ട് കൊടുക്കുന്ന സമയത്തും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്ന ഒരു ചോദ്യം രമ്യ ചോദിക്കുന്നുണ്ട്. പക്ഷേ അച്ഛനുമായി ഒരു കോൺവെർസേഷൻ ഉണ്ടാവാൻ, ഒരു ചോദ്യോത്തരം ഉണ്ടാവാൻ അമ്മ സമ്മതിക്കുന്നില്ല. അമ്മ വന്ന് രമ്യയെ അടുക്കളയിൽ വന്ന് എന്നെ സഹായിച്ചേ എന്ന് പറഞ്ഞ് നീ അവിടെ വഴക്കുണ്ടാക്കാൻ പോകരുത് എന്നാണ് പറയുന്നത്. പെൺകുട്ടികളുടെ ചോദ്യങ്ങളും ആ ചോദ്യങ്ങൾ പുരുഷന്മാർക്ക് നേരെ ആവുന്ന സമയത്ത് അതിനെ വഴക്ക് എന്ന് വിളിക്കാനാണ്, അതിനെ ആവശ്യമില്ലാത്ത വഴക്ക് പറച്ചിൽ എന്ന് വിളിക്കാനാണ് നമ്മുടെ സൊസൈറ്റി ഇഷ്ടപ്പെടുന്നത്. അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് നമ്മൾ അവിടെ കാണുന്നത്. അതിനുശേഷം ഒരു വിവാഹം കഴിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചൊക്കെ രമ്യയുടെ അടുത്ത് അമ്മ സംസാരിക്കുന്നുണ്ട്. മിങ്കിൾ എന്ന് പറയുന്ന ഒരു ആപ്പിൽ അവളുണ്ട് എന്നുള്ള കാര്യം വേറൊരാൾ പറഞ്ഞു എന്നൊക്കെ അവളുടെ അടുത്ത് പറയുമ്പോൾ മിങ്കിൾ എന്ന് പറയുന്ന ആപ്പ് എന്താണ് എന്ന് അവൾ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് അമ്മയ്ക്ക് വളരെ കൂളായി കാണിച്ചു കൊടുക്കുകയും അത് കണ്ടു കഴിയുമ്പോൾ ഇവരിത് പറഞ്ഞു കേട്ടു, അയ്യോ നീ മിങ്കിളിലൊക്കെ ഉണ്ടെന്ന് അവർ പറഞ്ഞല്ലോ എന്ന് പറയുന്ന ആ വെപ്രാളത്തിൽ നിന്ന് മിങ്കിൾ എന്താണ് എന്നുള്ളത് കണ്ടു കഴിയുമ്പോഴേക്കും അമ്മ കൂളാവുന്നുണ്ട്. നല്ല പയ്യനല്ലേ, അവൻ എന്തിനാ നീ ഇപ്പോൾ സ്വൈപ്പ് ചെയ്ത് മാറ്റിയത് എന്നൊക്കെയുള്ള ചോദ്യവും അമ്മ ചോദിക്കുന്നുണ്ട്. അതിന് അവൾ കൊടുക്കുന്ന മറുപടി ഒരുപാട് പേര് അവൈലബിൾ ആണെന്നുള്ളതാണ്. അതിനുശേഷം ഞങ്ങൾ പോയി കഴിഞ്ഞാൽ നിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ആരാണ് എന്ന് പറയുന്നൊരു ചോദ്യമാണ് അമ്മ ചോദിക്കുന്നത്. വിവാഹം കഴിക്കുക എന്ന് പറയുന്ന ആവശ്യകത അവൾ ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി അമ്മ ചോദിക്കുന്ന ചോദ്യമാണ്, ഞങ്ങൾ പോയി കഴിഞ്ഞാൽ നിൻ്റെ കാര്യങ്ങൾ ആര് നോക്കും? അതിനവളൊരൊറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. ആ ചോദ്യത്തിൽ അമ്മ സ്റ്റക്ക് ആവുന്നുണ്ട്.
അമ്മയുടെ കാര്യം ആരാ നോക്കുന്നത്? ഹൂ ടേക്സ് കെയർ ഓഫ് യു? ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റാതെ അമ്മ നിൽക്കുമ്പോൾ അച്ഛൻ്റെ സൗണ്ട് നമ്മൾ ബാക്കിൽ നിന്ന് കേൾക്കുന്നുണ്ട്, കുറച്ച് ചമ്മന്തി കൊണ്ടിട്ടാണ്. അമ്മ അവിടെ ചെയ്യുന്നത് അച്ഛൻ്റെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ അവരുടെ കാര്യം ആരും അവിടെ ടേക്ക് കെയർ ചെയ്യാനില്ല. അവരിതിനു മുമ്പ് പാട്ടി കിടപ്പിലായ സമയത്ത് അവരുടെ ഡയപ്പർ മാറ്റി അവരുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു. കുഞ്ഞുണ്ടായതിന് ശേഷം ആ കുഞ്ഞിനെ വളർത്തുക, ജോലിക്ക് പോവുക, അങ്ങനെ ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി ഇവർ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ കല്യാണം കഴിച്ചു എന്നുള്ളത് കൊണ്ട് അവരുടെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യാൻ ഇവിടെ ഒരാളുണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് പ്രോമിസാണ് അല്ലെങ്കിൽ എന്ത് ചോദ്യമാണ് എന്നോട് ചോദിക്കുന്നതെന്നുള്ള രമ്യയുടെ വളരെ സിമ്പിളായിട്ടുള്ള മറുചോദ്യമാണത്. പിന്നീടും അവളുടെ ലൈഫിൽ ഈ പറയുന്ന ഒറ്റപ്പെടൽ അനുഭവിക്കുകയാണല്ലോ. അമ്മ ചോദിച്ച ചോദ്യമൊക്കെ ഉണ്ട്, നിനക്കും ലൈഫിൽ ഒരു കൂട്ട് വേണ്ടേ എന്നുള്ളത്. അവൾക്കും ഓട്ടോമാറ്റിക്കലി ഭയമാർക്ക്, അതാണ് അവർ ഉപയോഗിക്കുന്ന വാക്ക്. ഒരു 30കളിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോൾ പല ആളുകൾക്കും ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്, വിവാഹം കഴിച്ചിട്ടില്ല, ഒരു സ്റ്റേബിളായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇല്ല. ചുറ്റും നോക്കുമ്പോൾ എല്ലാവർക്കും നല്ല ലൈഫ് ഉണ്ടല്ലോ, എനിക്ക് മാത്രം എന്താ നല്ല ലൈഫ് ഇല്ലാത്തത്, അപ്പോൾ എൻ്റെ കുഴപ്പമാണോ? ഈ പറയുന്ന ചിന്തകളൊക്കെ തന്നെയും രമ്യയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. ആ ചിന്തകളുമൊക്കെ ആയിട്ട് അവൾ നിൽക്കുന്ന സമയത്താണ് ഒരു പാർട്ടി പോലെ അവർ അറേഞ്ച് ചെയ്യുന്ന സ്ഥലത്തേക്ക് അവളുടെ ഒരു ഫ്രണ്ട് വരുന്നത്. അവൻ ഇവരുടെ തന്നെ കോമൺ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിട്ടുള്ള ആളാണ്. അവൻ ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുന്ന കാര്യം രമ്യയോട് പറയുമ്പോൾ രമ്യ ഞെട്ടുന്നുണ്ട്. അവൾ അത് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഈ പുരുഷൻ പറയുന്ന വാക്കുകൾ വളരെ പ്രധാനമാണ്. ഞങ്ങൾ തെറാപ്പി അടക്കമുള്ള കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾക്കിത് തുറന്നു പറയാനുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും അവൾ പറയാത്തത്. പക്ഷെ ഒരുപാട് നോക്കി, വർക്കാവുന്നില്ല. ഒരാൾക്ക് മറ്റേ ആളെ ഹാപ്പിയാക്കി വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ലല്ലോ എന്നാണ് അയാൾ പറയുന്നത്. അവിടെ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ പറയുന്നൊരു മിഡ് ലൈഫ് ക്രൈസിസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന 30കളിലേക്ക് എത്തി നിൽക്കുന്ന ആളുകളുടെ ലൈഫിൽ അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, അതൊക്കെ കോമൺ ആണ് എന്ന് പറയുന്ന ഒരു ധാരണയിലേക്ക് അവൾ എത്തുകയും. 2, ഒരു പുരുഷൻ അയാൾ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്ന ഭാര്യയെക്കുറിച്ച് ഏറ്റവും നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്. അവർക്ക് പരസ്പരം ഹാപ്പിയാക്കി വെക്കാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. മറ്റേ ആൾ കുഴപ്പക്കാരിയാണ് എന്ന് അയാൾ പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞാണ് രമ്യ നളനെ കാണുന്നത്. ഒരു സൂപ്പർ മാർക്കറ്റിൽ വെച്ച് നളൻ ആ സമയത്ത് ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ട്. കുഞ്ഞുമായിട്ട് തൻ്റെ ഈ പറയുന്ന പാർട്ടിയിലേക്ക് പങ്കെടുക്കാൻ വരൂ എന്ന് പറഞ്ഞ് നളനെ അവൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അങ്ങനെ പാർട്ടിയുടെ ഇടയ്ക്ക് വെച്ച് കുഞ്ഞ് കരയുന്ന സമയത്ത് കുഞ്ഞിനെയും നളനെയും അവൾ അവളുടെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോവുകയും ആ ബെഡ്റൂമിൽ വെച്ച് അവർ സംസാരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സംസാരിക്കുമ്പോൾ നളനോട് രമ്യ ചോദിച്ച 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. ഡു യു ഹേറ്റ് യുവർ വൈഫ്? 2, ഈസ് ഷീ അഗ്ലി എന്നാണ് ചോദിക്കുന്നത്. ഡു യു ലവ് യുവർ വൈഫ് എന്നോ ഈസ് ഷീ ബ്യൂട്ടിഫുൾ എന്നോ അല്ല അവിടെ ചോദിക്കുന്നത്. നിനക്ക് അവളോട് വെറുപ്പുണ്ടോ, അവൾ മോശമാണോ എന്നുള്ളതാണ് ചോദ്യങ്ങൾ. ഇവരുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ക്ലോഷർ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല. അത് അങ്ങനെ അങ്ങ് അവസാനിച്ചു പോയി. നമ്മുടെ സൈക്കോ പാരൻസ് സമ്മതിച്ചിരുന്നെങ്കിൽ നമ്മളിപ്പോൾ സന്തോഷമായി അവസാനം വരെ ഇങ്ങനെ ജീവിക്കുന്നുണ്ടാവുമോ എന്നുള്ള ചോദ്യമൊക്കെ അവൾ ചോദിക്കുമ്പോൾ അവളവിടെ ഒരു ഹോപ്പ് വെക്കുന്നുണ്ട്. അവളുടെ ജീവിതത്തിൽ ഏറ്റവും ആദ്യം നന്നായി മനസ്സിലാക്കിയിട്ടുള്ള, അവളുടെ ചിന്തകളെ വാലിഡേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്, അവളുടെ ഇമോഷൻസിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഒരാളുമായി ഇനിയൊരു ലൈഫിന് സ്കോപ്പ് ഉണ്ടോ എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് പോലും അവൾ പോയിട്ടുണ്ടാവും. അതിനുശേഷമാണ് രമ്യയും അമ്മയും തമ്മിലുള്ള കോൺവെർസേഷൻ വരുന്നത്. ഞാൻ നളനെ കണ്ടിരുന്നു, നിങ്ങൾ മോശമാക്കിയില്ലായിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് എന്ത് മനോഹരമായിട്ടിരുന്നേനെ. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്ത നിങ്ങൾ തെറ്റുകൾ എന്ന് പറഞ്ഞത് ഒന്നും എനിക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല. അന്നും ഇന്നും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് നിങ്ങളുടെ സൈഡിൽ നിന്നാണ് എന്ന് അമ്മയുടെ മുഖത്ത് നോക്കി പറയാണ്. അത് കഴിഞ്ഞ് അവൾ റൂമിലേക്ക് ചെല്ലുമ്പോഴാണ് അമ്മ ആ വീട് മുഴുവൻ പൊടിയൊക്കെ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ജനലുകളൊക്കെ തുറന്നിട്ടു. അവിടെ ഉണ്ടായിരുന്ന നെറ്റെല്ലാം മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായും അവൾ ഓമനിച്ച് വളർത്തിയ പൂച്ച, മാഡം എന്നവർ വിളിക്കുന്ന പൂച്ച ആ വീട്ടിൽ നിന്ന് ചാടിപ്പോയിട്ടുണ്ടായിരുന്നു. അവൾ ഭയങ്കര അപ്സെറ്റ് ആവുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഈ പൂച്ച എവിടെ പോയി എന്ന് പറഞ്ഞാൽ അന്വേഷിച്ച് പൂച്ച തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ശബ്ദമൊക്കെ ഉണ്ടാക്കിയൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ഉണ്ടാവുന്നില്ല. അവൾ അമ്മയെ ബ്ലെയിം ചെയ്യുന്നുണ്ട്. ആ ഇറങ്ങിപ്പോയ പൂച്ച, ആ പൂച്ച ആരായിരുന്നു? ആ പൂച്ചയും അവൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തായിരുന്നു? ആ പൂച്ചയെ അവൾ എങ്ങനെയാണോ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കിയത് അതുപോലെ തന്നെയല്ലേ അവളുടെ അമ്മയെ അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കിയത്. പിന്നീട് അവൾ അമ്മയോട് അതിനെക്കുറിച്ച് വിവരിച്ച് മനസ്സിലാക്കിച്ച് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഒരു ഡൊമസ്റ്റിക് കാറ്റാണ്, നമ്മൾ വീട്ടിൽ വളർത്തുന്ന പൂച്ചയാണ്. അതിനെ ഇര തേടാൻ അറിയില്ല, സ്വയം എങ്ങനെ ഡിഫെൻഡ് ചെയ്യണമെന്നറിയില്ല, എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നോ പോയിട്ട് എങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വരണമെന്നറിയില്ല. ആ ഒരു അവസ്ഥയിലുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു പൂച്ച ഇറങ്ങി പോവാന്ന് പറയുമ്പോൾ അത് ജനൽ തുറന്ന് സ്വതന്ത്രമായ ഒരു ലോകത്തേക്ക്, ഓപ്പൺ ആയിട്ടുള്ള ഒരു ലോകത്തേക്ക് പോകുമ്പോൾ അതൊട്ടും സുരക്ഷിതമല്ല, അതിനെന്ത് പറ്റിയിട്ടുണ്ടാവും എന്ന് പറയുന്ന അവളുടെ ടെൻഷനാണ്. അവൾ ആ പൂച്ചയെ അന്വേഷിച്ചിറങ്ങുന്ന സമയത്ത് ഇർഫാൻ അവളെ അന്വേഷിച്ച് വരുന്നുണ്ട്. പൂച്ചയെ കാണാതായി എന്നുള്ള കാര്യം അറിഞ്ഞിട്ട് ഇർഫാൻ വരുന്ന സമയത്ത് ഇർഫാൻ്റെ പുതിയ ഗേൾ ഫ്രണ്ടും കൂടി അയാൾക്കൊപ്പം വരുന്നുണ്ട്. അവർ 3 പേരും കൂടി പോസ്റ്ററുകളൊക്കെ ഒട്ടിച്ച് രാത്രി ആവുന്ന സമയത്ത്
ഇർഫാൻ്റെ പുതിയ ഗേൾ ഫ്രണ്ട് തിരിച്ച് അവളുടെ താമസ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ടാക്സി വെയിറ്റ് ചെയ്യുകയാണ്. ആ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇർഫാൻ രമ്യയുടെ അടുത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ രമ്യ അവനോട് പറയുന്നൊരു കാര്യമുണ്ട്, നീ എന്നെ ലേറ്റ് ആവുന്ന സമയത്ത് എൻ്റെ കൂടെ എനിക്ക് ടാക്സിയൊക്കെ വിളിച്ചു ഞാൻ വരുന്നത് വരെ എന്നെ അത്രയും പ്രൊട്ടക്റ്റ് ചെയ്ത് നിന്ന സമയത്ത് ഞാൻ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു. ആ സന്തോഷം നീ അവൾക്കും കൊടുക്കണം, അവളെ ഒറ്റയ്ക്ക് വിടരുത് എന്ന് പറയുന്നുണ്ട്. ഇർഫാൻ നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നു. അവൾ ഓക്കെ ആണ്, പ്രോമിസ് എന്ന് പറഞ്ഞിട്ടാണ് ഇർഫാനെ അവിടുന്ന് പറഞ്ഞു വിടുന്നത്. ഇർഫാൻ ചെല്ലുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ മുഖത്ത് ഒരു എക്സ്ട്രാ ചിരി വരുന്നതും നമുക്ക് കാണാൻ പറ്റും. രമ്യ എന്തുകൊണ്ടായിരിക്കും അവനോട് പൊക്കോ എന്ന് പറഞ്ഞത്? നമ്മൾ ഇതിന് മുമ്പ് കണ്ടിട്ടുള്ള പല സോപ്പ് സിനിമകളിലും കാണുന്നത് പോലെ നിനക്ക് പുതിയ ജീവിതമൊക്കെ ആയില്ലേ, നീ പൊക്കോ എന്ന് പറയുന്നൊരു ഫാക്ടർ അല്ല അവിടെ വർക്ക് ചെയ്യുന്നത്. ഇർഫാൻ്റെ പുതിയ ഗേൾ ഫ്രണ്ട് രമ്യയുടെ ഇമോഷൻസിനെ മനസ്സിലാക്കുന്നുണ്ട്. നിൻ്റെ പഴയ ഗേൾ ഫ്രണ്ട് അല്ലേ, നീ ഇപ്പോൾ അവളുടെ അടുത്ത് പോകുമൊന്നും വേണ്ട, എന്താ അവളായി അവളുടെ പാടായി, നീ ഇവിടെ നിന്നാൽ മതി എന്ന് പറയുന്ന ചിന്തകൾക്കൊക്കെ അപ്പുറത്തേക്ക് അവർ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് അവർ ഓമനിച്ച് വളർത്തിയിട്ടുള്ളൊരു പൂച്ചയാണത്. അതിനെ നഷ്ടപ്പെടുമ്പോൾ ഇർഫാനും ഒരു സങ്കടം ഉണ്ടാവും. രമ്യ എത്രത്തോളം സങ്കടപ്പെടുന്നു എന്നുള്ളത് ഇർഫാന് മനസ്സിലാക്കാനും സാധിക്കും. അവിടെ ഒരു ഹ്യൂമൻ ഇമോഷനാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ മറ്റേ പ്രേമം, പഴയ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയുള്ള ചാട്ടം, ഇതൊന്നുമല്ല സംഭവിക്കുന്നത്. അപ്പോൾ രമ്യ അനുഭവിക്കുന്ന ഇമോഷണൽ പെയിൻ എത്രത്തോളമാണ് എന്നുള്ളത് ഈ പുതിയ ഗേൾ ഫ്രണ്ടിന് മനസ്സിലായിട്ടുണ്ട്. ഇർഫാന് അത് ഉൾക്കൊള്ളാനാവുമെന്നും ഇർഫാൻ്റെ സാമീപ്യം അവൾക്ക് സഹായകമാകും എന്നുള്ളതും ഈ ഗേൾ ഫ്രണ്ടിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവളും ഒപ്പം വരുന്നത്. അവൾ ആക്ച്വലി ഒരുപാട് ഹീൽഡ് ആയിട്ടുള്ള ആളായിരിക്കും. മറ്റേ ആളുടെ പെയിൻ എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരിക്കും. സ്വാഭാവികമായും അവളൊപ്പം നിന്നു. അങ്ങനെ ഒരാൾ അയാൾ തിരിച്ചും അങ്ങനെ ഒരു ജസ്റ്റർ അർഹിക്കുന്നുണ്ടെന്ന് പറയുന്ന രമ്യയുടെ തിരിച്ചറിവിൽ നിന്നാണ് ഇർഫാനോട് നീ അവൾക്കൊപ്പം പോവുകയാണ് വേണ്ടത്, അവളെ ഹാപ്പിയാക്കി വെക്കണം, എന്നെ ഹാപ്പിയാക്കിയതുപോലെ അവളെയും ഹാപ്പിയാക്കണം എന്ന് പറയുന്നൊരു ഡയലോഗ് പറഞ്ഞിട്ട് വിടുന്നത്. ആ മൊമെൻറ്റ് മുതലാണ് രമ്യ ആക്ച്വലി ഹീലായി തുടങ്ങുന്നത് നമുക്ക് മനസ്സിലാക്കാം. കാരണം അതിന് ശേഷമാണ് അവളൊരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകുന്നത്. നമ്മളൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ നമ്മൾ ആദ്യം തിരിച്ചറിയണം നമ്മൾ കുറച്ച് കാര്യങ്ങൾ നേരെ ആകാനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഹീൽ ചെയ്യാനുണ്ട് എന്നുള്ളത്. അതും ഹീലിങ്ങിൻ്റെ ഒരു പാർട്ടാണ്. പിന്നീട് നമ്മൾ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിരുന്ന് പൂച്ചയെക്കുറിച്ച്, ആ പൂച്ച എങ്ങനെയായിരുന്നു തന്നോട് ബിഹേവ് ചെയ്തതെന്നൊക്കെ വളരെ സ്നേഹത്തിൽ സംസാരിക്കുന്ന രമ്യയെ കാണുന്നുണ്ട്. രമ്യ പൂച്ചേനെ കിട്ടിയതും അതിനെ വളർത്തിയതും അത് എത്രത്തോളം പ്രഷ്യസ് ആയിരുന്നു എന്നുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ രമ്യയുടെ അമ്മ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തിരുന്ന് സംസാരിക്കുന്നത് അവർക്ക് എങ്ങനെയാണ് രമ്യയെ കിട്ടിയതെന്നും രമ്യ അവരെങ്ങനെയാണ് നോക്കിയതും എന്നുള്ളതുമാണ്. രമ്യ പൂച്ചയെക്കുറിച്ച് പറയുന്നത് കേട്ട് നോക്കൂ. അതൊരു ഇൻഡോർ ക്യാറ്റാണ്. അതിന് ഹണ്ട് ചെയ്ത് തിന്നാൻ അറിയില്ല. അത് പുറത്തിറങ്ങിയാൽ അതിനെ ഹണ്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിന് സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാനോ സ്വയം ഡിഫെൻഡ് ചെയ്യാനോ അറിയില്ല. സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള വഴി അറിയില്ല എന്നൊക്കെയാണ്. ഇവിടെയൊക്കെയും രമ്യ ഒരു അമ്മയായിട്ടാണ് മാറുന്നത്. രമ്യ ഇർഫാൻ്റെ വീട്ടിലേക്ക് തൻ്റെ തിങ്സ് എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് പൂച്ചകളെ കാണുമ്പോഴും പറയുന്നത് അമ്മ തിരിച്ചു വന്നു എന്നുള്ളതാണ്. അവരമ്മയായിട്ടാണ് ആ പൂച്ചക്കുഞ്ഞുങ്ങളെ ഡീൽ ചെയ്യുന്നത്. പക്ഷേ ഒരു പ്രായം കഴിയുമ്പോൾ അവർ പ്രിപ്പയർഡ് ആവണമല്ലോ. അവർ ഈ പുറം ലോകത്ത് ജീവിക്കാൻ പ്രിപ്പയർഡ് ആവണ്ടേ എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. നമ്മൾ ലാപ്പത്ത ലേഡീസ് എന്ന് പറയുന്ന സിനിമ കാണുന്ന സമയത്ത് അവിടെ റെയിൽവേ സ്റ്റേഷനിലുണ്ടായിരുന്ന ആ പ്രായമായ സ്ത്രീ അവർ നായികയോട് പറയുന്നത് നിന്നെ അവർ നന്നായി വളർത്തിയിട്ടില്ല എന്നാണ്. അവൾ തിരിച്ചു പറയുന്നത് ആര് പറഞ്ഞു, എനിക്ക് വീട് നന്നായിട്ട് നോക്കാൻ അറിയാം, നന്നായിട്ട് പാത്രം കഴുകാനും ഭക്ഷണം വെക്കാനും പൂജ ചെയ്യാനും ഒക്കെ എനിക്ക് അറിയാമല്ലോ എന്ന് പറയുമ്പോൾ നിനക്ക് നിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ അറിയോ എന്നുള്ള ഒറ്റ ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. അതവർക്കറിയില്ല. അതറിയാത്തിടത്തോളം അവളെ നന്നായിട്ടല്ല വളർത്തിയത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അവർക്ക് അവരുടെ പാരൻറ്റിങ്ങിൻ്റെ ബൗണ്ടറി എവിടെയാണെന്ന് അറിയില്ലായിരുന്നു. ഇവിടെ രമ്യയെ സംബന്ധിച്ച് അവൾ ആ പൂച്ചയെ വളർത്തിയ സമയത്ത് അതിന് വേണ്ടതൊക്കെ കൊടുത്തൊരു വീടിനകത്ത് തന്നെ അവൾ വളർത്തി. പക്ഷേ ആജീവനാന്തം അങ്ങനെയല്ല, പുറത്ത് പോയാലും സർവൈവ് ചെയ്യാൻ അത് അറിഞ്ഞിരിക്കണം. ഇവിടെ രമ്യയുടെ അമ്മ ചെയ്തത് എന്താണ്, തൻ്റെ കുഞ്ഞിനെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിനെ പൊതിഞ്ഞു കെട്ടി സൂക്ഷിക്കുകയായിരുന്നു അവർ. കുഞ്ഞിനെക്കുറിച്ചുള്ള ഓർമ്മകൾ പറയുമ്പോൾ പാലൂടി മാറ്റാൻ വേണ്ടി മദറിൻലോ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് അവർക്കും വിഷമമുണ്ടായിരുന്നു. അമ്മേനെ കാണണമെന്ന് പറഞ്ഞ് കുഞ്ഞ് കരയുന്ന സമയത്ത് അവരുടെ ഉള്ളിലെ അമ്മ ഭയങ്കരമായിട്ട് കൊതിക്കും. പക്ഷേ 4 പെറ്റ അമ്മായിയമ്മയാണ് പറയുന്നത് കുഞ്ഞിനെ മാറ്റി കിടത്തണമെന്ന്. നമ്മുടെ നാട് പിന്നെ എത്ര പെറ്റു എന്നുള്ളതാണല്ലോ ഇവിടെ ഒരു ഗൈനക്കോളജിസ്റ്റ് ആവണോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് ആവണോ അല്ലെങ്കിൽ മാതൃത്വത്തിൻ്റെ ഉദാത്ത ഭാവമാവണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് എണ്ണം വെച്ചിട്ടാണല്ലോ. അപ്പോൾ 4 പേരെ പെറ്റ അമ്മായി പറഞ്ഞതുകൊണ്ട് സ്വന്തം കുഞ്ഞ് അമ്മയെ കാണണമെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന സമയത്ത് ദൂരെ മാറി നിന്ന് ഒളിഞ്ഞു നോക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ സ്ത്രീ പെരുമാറേണ്ടി വന്നു. കാത് കുത്തിയപ്പോൾ എനിക്ക് അവളെക്കാളും കൂടുതൽ പേടിയായിരുന്നു. പക്ഷേ എല്ലാവരും നല്ലതിനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതും കേട്ടു, അനുസരിച്ചു. പൂച്ച ഓടിപ്പോകുമെന്ന് എനിക്കെങ്ങനെ അറിയാം? എനിക്കും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ? ഞാൻ ജനൽ അടച്ചിട്ടാലും തുറന്നിട്ടാലും എൻ്റെ മകൾ ഓടിപ്പോവും. പുറം ലോകം അവൾക്ക് സേഫ് അല്ല. പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്. നമ്മൾ ഇവിടെയാണ് ഈ പാരൻറ്റിംഗ് എന്ന് പറയുന്ന പരിപാടിക്ക് ഒരു ബൗണ്ടറി ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയേണ്ടത്. പിന്നീട് നമ്മൾ സെൽവിയെ കാണുന്നുണ്ട്. സെൽവിക്ക് കുഞ്ഞുണ്ടാകുന്ന സമയത്ത് അവൾ രമ്യയെ വിളിക്കുന്നു. അവർ വീഡിയോ കോളിൽ കുഞ്ഞിൻ്റെ വിരലൊക്കെ കാണുന്നു. അയ്യോ എന്ത് കുഞ്ഞ് വിരല, കുളിപ്പിക്കാൻ നേരത്തെ എൻ്റെ കൈ തന്നെ പറയാതെ എൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി. ആ സമയത്ത് ഞാൻ വല്ലാണ്ട് പേടിച്ചു പോയി. എന്നിട്ട് സെൽവി കുഞ്ഞിനോട് പറയുന്നത് അമ്മയുടെ ഭാഗത്തുനിന്ന് ഒരുപാട് തെറ്റുകളുണ്ടാകും, പക്ഷേ നീ എന്നോട് ക്ഷമിക്കണം എന്നുള്ളതാണ്. ആ ഡയലോഗ് രമ്യയ്ക്ക് ഭയങ്കരമായിട്ട് കൊള്ളും. കാര്യം രമ്യ
അമ്മയോട് ക്ഷമിച്ചിട്ടില്ല. അമ്മയുടെ ഭാഗത്തുനിന്ന് ഒരുപാട് മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ ഇമോഷണൽ സ്കാർസ് ആയിട്ട് അവളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുമുണ്ട്. അവളൊരു പുറം ലോകത്തിന് എത്രത്തോളം നന്നായി പ്രിപ്പയർ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും ആ അമ്മ തോൽവിയാണ്. പക്ഷേ അമ്മയ്ക്ക് എന്ത് തെറ്റുണ്ടായാലും നീ എന്നോട് ക്ഷമിക്കണേടാ എന്ന് കുഞ്ഞിനോട് പറയുന്ന സെൽവിയെ കാണുമ്പോഴാണ്, ഒരു കുഞ്ഞുണ്ടാവുമ്പോഴാണ് നമ്മൾ ഈ മാതൃത്വം എന്ന് പറയുന്ന ഒരു ഭാവത്തിലേക്ക് വരുന്നത്. ആ കുഞ്ഞിനെ ഏറ്റവും നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മൾ കൊണ്ട് നടക്കുകയും വേണം. പക്ഷേ അതിനൊരു സമയമുണ്ട്. ഒരു സമയത്തിനപ്പുറം നിങ്ങൾ ഈ പുറം ലോകത്ത് ജീവിക്കാൻ, ഓപ്പൺ വേൾഡിൽ ജീവിക്കാൻ അവരെ പ്രിപ്പയർ ആക്കുക എന്നുള്ള ഒരു ജോലിയെ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. അവിടെ ഇത്രയും ഡേഞ്ചറുണ്ട്, നിങ്ങൾ അതിനെ ഡീൽ ചെയ്യാൻ പഠിക്കണം. കബാലി എന്ന് പറയുന്ന സിനിമയിൽ രജനീകാന്ത് വന്നിട്ട് ആദ്യം കൂട്ടിലടച്ചിട്ടിരിക്കുന്ന എല്ലാ വർണ്ണപക്ഷികളെയും പറത്തി വിടാൻ പറയും. അപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞ് ഇതിനെയൊക്കെ പരുന്ത് പിടിക്കും എന്ന് പറയുമ്പോൾ അയാൾ പറയുന്നത് ഇത്രേ ഉള്ളൂ, പറക്കുക എന്ന് പറയുന്നത് അവരുടെ ജോലിയാണ്, വാഴ്വാ സാവാന്ന് അതേ തീരുമാനിക്കട്ടെ എന്നാണ് രജനീകാന്ത് പറയുന്നത്. നമ്മളൊക്കെ പക്ഷികളാണ്, നമ്മളൊക്കെ ഈ ലോകത്ത് പറഞ്ഞേ പറ്റുള്ളൂ. പക്ഷേ നമ്മളെയൊക്കെ കാത്ത് കഴുകന്മാരും പരുന്തുകളും വേട്ടക്കാരും എല്ലാവരും ഇരിപ്പുണ്ടാവും. പക്ഷേ അതിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അതിന് നമ്മളാണ് പ്രിപ്പയർഡ് ആവേണ്ടത്. ഇപ്പോൾ പേരൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഏജ് കൊണ്ട് അവസാനിച്ചു. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. പിന്നെ ഈ അമ്മയോട് ക്ഷമിക്കുക, അച്ഛനോട് ക്ഷമിക്കുക, പേരൻസിനോട് ക്ഷമിക്കുക എന്ന് പറയുന്നൊരു ഫാക്ടർ നമ്മൾ പറയുമ്പോഴേ, വളരെ ടോക്സിക് ആയിട്ടുള്ള പേരൻറ്റിങ് അനുഭവിച്ച് വളർന്നു വന്നിട്ടുള്ള ആളുകളുണ്ട്. സ്വന്തം അച്ഛനോടും അമ്മയോടും ഒന്നും ഒരു കാലത്ത് ക്ഷമിക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളും ഈ വീഡിയോ കാണുന്നുണ്ടാവാം. നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുകയൊന്നും വേണ്ട. ആരോടും ക്ഷമിക്കാൻ പറയുക, ഉപദേശിക്കുക എന്ന് പറയുന്ന പരിപാടി അതൊന്നും ശരിയല്ല. നിങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇമോഷണൽ സ്കാർസ് നിങ്ങൾ ഹീലാവുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനം. ഇവിടെ രമ്യയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ, രമ്യ തിരിച്ചറിയുന്നൊരു കാര്യം, എൻ്റെ അമ്മ ഒരമ്മയാവാൻ പ്രിപ്പയർഡ് അല്ലായിരുന്നു എന്നുള്ളതാണ്. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് അമ്മയോട് ക്ഷമിക്കാൻ അവൾ തയ്യാറാവുന്നത്. അമ്മയോട് ഒരു ഐ ലവ് യു പറയാൻ സെൽവി പറയുന്ന സമയത്ത്, ഇഷ്ടമുണ്ടെങ്കിൽ ഒരു ഐ ലവ് യു നമ്മൾ പറയാമെന്നുള്ളതാണല്ലോ. അപ്പോൾ അമ്മയോട് ഒരു ഐ ലവ് യു പറഞ്ഞൂടെ, നീ എത്ര ആമ്പിള്ളേരോടുത്ത് പറഞ്ഞിരിക്കുന്നു എന്ന് സെൽവി ചോദിക്കുന്നുണ്ട്. പക്ഷേ അമ്മയോട് ഐ ലവ് യു പറയാനുള്ള അവളുടെ ശ്രമം ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. നമുക്കല്ലെങ്കിലും അങ്ങനെയാണല്ലോ, ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെൺകുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച് അച്ഛന്മാരൊരു ഡിസ്റ്റൻസ് ഇടും, ആൺകുട്ടികളാണെങ്കിൽ അമ്മമാരും അച്ഛനമ്മമാരൊരു പ്രായം കഴിയുമ്പോൾ സ്നേഹപ്രകടനത്തിൽ ഒരു ഡിസ്റ്റൻസ് ഇടും. പക്ഷേ ജീവിതത്തിൽ കയറി ഇടപെടുന്നതിന് വലിയ ഡിസ്റ്റൻസ് ഒന്നും ഇടില്ല. എന്തായാലും രമ്യ അവളുടെ അമ്മയോടൊരു ഐ ലവ് യു പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അമ്മയുടെ സ്കൂളിലെ ലാസ്റ്റ് ഡേ ആണ്, അവർ റിട്ടയർ ആവുകയാണ്. ആ ദിവസമാണ് അവൾ സ്കൂളിലേക്ക് ചെല്ലുന്നത്. അവിടെ കുട്ടികളുടെ കൂട്ടത്തിലിരിക്കുമ്പോൾ പെൺകുട്ടികളൊക്കെ വട്ടം കൂടിയിരുന്ന് വേറെ വിശേഷം പറയുകയാണ്. അവിടെ ശ്രദ്ധിച്ചൂടെ, അവർ ഇത്ര ഇമോഷണലായിട്ട് പറയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈ പിള്ളേർ ചോദിക്കുന്നത്, ഞങ്ങൾ എന്തിനാണ് അതൊക്കെ കേൾക്കാൻ പോകുന്നത്, അല്ല നിങ്ങളാരാ ഇത് പറയാമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവരുടെ മകളാണ് എന്ന് പറയും. അപ്പോഴാണ് ആ പെൺകുട്ടികളുടെ മറുപടി എന്നാണ് രമ്യ തിരിച്ചറിയുന്നത് അവൾ അവിടുത്തെ ഒരു വലിയ ലെജൻഡറി കഥാപാത്രമാണെന്നുള്ളത്. അന്തരമ്യവാ, നിങ്ങളൊരൊറ്റ ആൾ കാരണമാണ് ഞങ്ങൾക്ക് താഴത്തെ ക്ലാസ് റൂമിൽ പോകാൻ പറ്റാത്തത്, നിങ്ങളൊരൊറ്റ ആൾ കാരണമാണ് ഇവിടെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായത്, നിങ്ങൾ പ്രഗ്നൻ്റ് ആയി, അത് കഴിഞ്ഞ് അബോർട്ടായി, അങ്ങനെ വലിയ വലിയ കഥകളാണ്. പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവരൊരു എക്സ്കേർഷന് പോയപ്പോൾ ഒരുമിച്ച് കുറച്ച് സമയം ഇരുന്നു എന്നുള്ളതും ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞു. ഇത്രയാണ് ആ സ്കൂളിൽ സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ അവളെക്കുറിച്ച് ഇനി അവിടെ പ്രചരിക്കാൻ കഥയൊന്നും ബാക്കിയില്ല എന്ന് പറയുന്ന പോലെ അങ്ങനെ കഥകൾ പ്രചരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അമ്മയ്ക്കൊന്നുമേ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്നുള്ളത് അവരുടെ വർത്തമാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർ പ്രിപ്പയർഡ് ആവാതെ അമ്മയായി എന്നുള്ളതും അവർ പ്രിപ്പയർഡ് ആവാതെയാണ് ടീച്ചറായെന്നുള്ളതൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കുറച്ച് പെൺകുട്ടികൾ വന്ന് ഇവർക്ക് ഓൾ ദി ബെസ്റ്റ് കൊടുക്കുന്ന സമയത്ത് അവർ പറയുന്നത് നന്നായി പഠിച്ച് എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ നേടണം എന്നുള്ളതാണ്. പക്ഷേ ആ കുട്ടികൾ പറയുന്നു, മാം ഞങ്ങൾ കൊമേഴ്സാണ് പഠിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നല്ല എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പഠിച്ചിട്ടുള്ള ആൺകുട്ടിയെ നോക്കി കല്യാണം കഴിക്കണം എന്നാണ് അവർ പറയുന്നത്. അവരുടെ മനസ്സിൽ ഈ പറയുന്ന ഹയർ എഡ്യൂക്കേഷൻ, എഞ്ചിനീയറിംഗ് അങ്ങനെ കിട്ടുന്ന ബിരുദവുമായി വിദേശ രാജ്യത്തേക്ക് പോകുക, അവിടെ നന്നായി ജീവിക്കുക, അവർ മകൾക്ക് കൊടുത്തിട്ടുള്ള ഉപദേശവും അതായിരുന്നു. ആ കാര്യം തന്നെയാണ്. അതായത് ഈ ഹയർ എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് അത് പക്ഷേ എങ്ങനെ പറയണമെന്ന് അവർക്ക് അറിയില്ല, അല്ലെങ്കിൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ അവർക്ക് ഇച്ചിരി പ്രശ്നമാണ്. എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി അമ്മയും മോളും കൂടി ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യാണ്. അച്ഛൻ ഫ്രണ്ട് സീറ്റിലാണ് ഇരിക്കുന്നത്. അങ്ങനെ അമ്മയും മോളും കൂടി ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ അവളിങ്ങനെ ഓർക്കുകയാണ് അവളുടെ ആൻസസ്റ്റേഴ്സ് മുതൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളതെന്നൊക്കെ ഓർത്ത് ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അമ്മയോടൊരു ഐ ലവ് യു പറയുന്നുണ്ട്. ആ ഐ ലവ് യു പറഞ്ഞാൽ അവർ ഹഗ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ രണ്ടുപേരുടെയും മുഖത്ത് വളരെ പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അവരുടെ ഉള്ളിലും ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവൾ അന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു പയ്യനോട് പറഞ്ഞ ഐ ലവ് യു ആണ് ഇന്ന് അവൾ അമ്മയോട് പറയുന്നത്. അന്ന് അവൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്ന സമയത്ത് അന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് അമ്മയോട് അത്രയും സ്വാതന്ത്ര്യത്തോടുകൂടി സംസാരിക്കാൻ അവൾക്ക് സാധിച്ചിരുന്നെങ്കിൽ, അങ്ങനെ ഒരു സ്പേസ് അമ്മ ഒരുക്കി കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് അവളുടെ ഉള്ളിലുള്ള ഈ ഇമോഷണൽ സ്കാർസ് ഒന്നും ഉണ്ടാവില്ലായിരുന്നു വെച്ചാൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും സ്കാറുകൾ ഉണ്ടായേക്കാം. പക്ഷേ ഇന്നും ഉണങ്ങാത്ത അത്രയും ആഴത്തിലുള്ള മുറിവുകൾ അവളിൽ ഉണ്ടാവില്ലായിരുന്നു. നമ്മളിൽ എത്ര പേർക്ക് പറ്റും നമ്മുടെ അച്ഛനെയും അമ്മയൊക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് സംസാരിക്കുക? അത് പറ്റാത്തതൊരു കുഴപ്പമൊന്നുമല്ല, തെറ്റൊന്നുമല്ല കേട്ടോ. പക്ഷേ
അത് ആഗ്രഹിക്കുന്ന അച്ഛനമ്മമാരുണ്ടാവും. ഇവിടെ ആ അമ്മയ്ക്ക് മകളുടെ അടുത്തുനിന്ന് ഒരു ഹഗ്ഗും ഒരു ഐ ലവ് യുവും കിട്ടുമ്പോൾ അവരിലെ അമ്മ വാലിഡേറ്റ് ചെയ്യപ്പെടുകയാണ്. ആ അമ്മുമ്മ അന്ന് അവരെ അത്രയും കുറ്റം പറഞ്ഞ ആ മോള് വഷളാവാനുള്ള കാരണം നീയും നിൻ്റെ ജീവിതം നിൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമാണ് എന്ന് കുറ്റപ്പെടുത്തുമ്പോൾ ഇന്ന് അവർക്കൊപ്പം വളർന്നു നിൽക്കുന്ന മകൾ അവളെ കെട്ടിപ്പിടിച്ച് ഐ ലവ് യു എന്ന് പറയുകയാണ്. ആ ഒരു ഐ ലവ് യു ആ അമ്മുമ്മ കേട്ടിട്ടില്ല, അതിവരേ കേട്ടിട്ടുള്ളൂ. ആ സ്നേഹം കൊടുക്കുന്ന ഒരു ഹീലിംഗ് ഉണ്ട്. ആക്ച്വലി ആ അമ്മ ഹീൽ ചെയ്യപ്പെടുകയാണ്, അവൾ ഹീൽ ചെയ്യപ്പെടുകയാണ്. ആ സ്പേസ് ഉണ്ടല്ലോ, ആ ഇഷ്ടങ്ങൾ മക്കൾക്ക് അച്ഛനമ്മമാരോട് തുറന്നു പറയാൻ പറ്റുന്നൊരു സ്പേസ്, അത് കുറച്ചും കൂടി നേരത്തെ അവർക്കുണ്ടായിരുന്നെങ്കിൽ അവർ രണ്ടുപേരും കുറേം കൂടി നേരത്തെ ഹീൽ ചെയ്യപ്പെടുമായിരുന്നു. നല്ല സുഹൃത്തുക്കളെ പോലെ സ്നേഹത്തോടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് അതിനെ അപ്രിഷ്യേറ്റ് ചെയ്ത് ഇമോഷൻസിനെ വാലിഡേറ്റ് ചെയ്ത് അവർ മുന്നോട്ട് പോയിരുന്നെങ്കിൽ കുറേ കൂടി മനോഹരമായ ഒന്നായേക്കാം. എന്തായാലും എന്തുകൊണ്ടാണ് എനിക്ക് ഹാപ്പി ആകാൻ പറ്റാത്തത് എന്നുള്ള അവളുടെ ചോദ്യത്തിന് അവളൊരു ഉത്തരം കണ്ടെത്തുന്നതാണ് നമ്മൾ പിന്നീട് കാണുന്നത്. എനിക്ക് എൻ്റേതായ ഒരു സ്പേസ് വേണം. അവൾ സ്വന്തമായി ഒരു വീട് നോക്കുകയാണ്, അവളുടേത് മാത്രമായ ഒരു സ്പേസ്. അവൾ നളനോട് ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അന്ന് അവൾ ആഗ്രഹിച്ചിരുന്നതും അതാണ്. എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു മുറി വേണം, എൻ്റേതായിട്ടുള്ളൊരു സ്പേസ് വേണം. ആ സ്പേസ് അവൾ വാടകയ്ക്ക് നല്ലൊരു സ്പേസ്, അവൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്പേസ് കണ്ടെത്തുകയാണ്. അവിടേക്ക് അകത്തേക്ക് കയറുന്ന ബ്രോക്കർ പറയുന്നത് മുറി ഇത്രയേ ഉള്ളൂ, അടുക്കള ചെറുതാണ്, ഇത് വാടക ഇത്രയും വരും, പിന്നെ എക്സ്ട്രാ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇത്ര പൈസ മുടക്കണം എന്നൊക്കെ അവർ പറയുമ്പോൾ അവൾ വളരെ ചിരിച്ചുകൊണ്ടാണ് അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നത്. കാരണം അത് ബാച്ചിലർ ആണോ എന്നുള്ള കാര്യം ചോദിക്കില്ല, പെറ്റ്സ് ഉണ്ടോ എന്ന് ചോദിക്കില്ല. അതായത് നിങ്ങളെ ജഡ്ജ് ചെയ്യില്ല, നിങ്ങൾ കൃത്യമായി വാടക കൊടുക്കുക, ഇവിടെ എക്സ്ട്രാ ചിലവ് വരുന്ന കാര്യങ്ങൾ നോക്കുക, സൗകര്യങ്ങൾ ഇത്രയൊക്കെയാണ്, നിങ്ങൾക്ക് ആരും നിങ്ങളെ ജഡ്ജ് ചെയ്യില്ല എന്നുള്ള ഉറപ്പിൽ ജീവിക്കാം എന്ന് പറയുന്നൊരു സ്പേസ് അവൾക്ക് കിട്ടുമ്പോൾ അവൾ ഹാപ്പിയാണ്. പക്ഷേ അവൾക്ക് അങ്ങനൊരു സ്പേസാണ് ആവശ്യമെന്ന് അവളേക്കാൾ എത്രയോ മുമ്പ് മനസ്സിലാക്കിയിട്ടുള്ള ഒരു സുഹൃത്ത് അവൾക്കുണ്ടായിരുന്നു, സെൽവി അവളോട് പറയുന്നത് നീ സ്വന്തമായൊരു സ്പേസ് എടുക്കുക. അപ്പോൾ ബഡ്ജറ്റ് ഇല്ല എന്ന് പറയുമ്പോൾ ഞാനുള്ളപ്പോൾ നീ ബഡ്ജറ്റിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവുന്നത് എന്തിനാ എന്ന് പറയുന്നൊരു ചോദ്യമാണ്. നമ്മൾ നമ്മുടെ സ്പേസിലേക്ക് വരുമ്പോൾ, നമ്മളുടേതായ സ്പേസിലേക്ക് വരുമ്പോൾ നമ്മൾ ഗ്രോ ചെയ്യും, നമ്മൾ ഹീൽ ചെയ്യും. നമ്മൾ അവനവൻ്റേതായ സ്പേസിൽ നിന്ന് ഗ്രോ ചെയ്യുകയും ഹീൽ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അത് ഒരു ആക്ച്വൽ എഫക്റ്റിലേക്ക് വരുന്നത്. അടിസ്ഥാനപരമായിട്ട് നമുക്കൊരു മുറി ഉണ്ടെങ്കിൽ, നമ്മുടേതെന്ന് പറയാവുന്ന ഒരു മുറി ഉണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ ആരെയും ഭയക്കാതെ, ആരെങ്കിലും ജഡ്ജ് ചെയ്യുമോ എന്ന് ഓർക്കാതെ. ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ പറയില്ലേ നമ്മുടെ തലേണയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുക, നമ്മുടെ കണ്ണീര് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള നമ്മുടെ തലേണയാണെന്ന് പറയുമ്പോൾ നമുക്ക് കരയാൻ തോന്നിയാൽ പോലും വേറൊരാൾ ജഡ്ജ് ചെയ്യില്ല. എനിക്ക് സമാധാനം കിട്ടുന്നവരെ എനിക്ക് കരയണം, നമുക്ക് കരയാം, നമുക്ക് പൊട്ടിച്ചിരിക്കാം, നമുക്ക് നമ്മുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ സാധനം പുറത്തേക്ക് ഇറങ്ങിപ്പോവുക. ഈ പറയുന്ന മുറിവുകളൊക്കെ ഉണങ്ങുന്നതിന് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ്. അതിന് നമുക്ക് നമ്മുടേതായ ഒരു മുറി വേണം. അത് ആൺകുട്ടിയോ പെൺകുട്ടിയോ ആരും ആയിക്കോട്ടെ. അവളുടെ കുട്ടിക്കാലത്ത് നളനുമായിട്ടുള്ള കോൺവെർസേഷനിൽ ആകെ ആഗ്രഹിച്ചിരുന്ന അതാണ്. കാരണം അവൾക്കിഷ്ടമുള്ള ഒരാളോട് സംസാരിക്കാൻ പോലും അവളുടേതായിട്ടുള്ളൊരു മറയില്ലായിരുന്നു, അവൾക്ക് അവളായിരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. നമ്മളായിരിക്കുക, നമ്മളുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഹീലിംഗ് ജേർണിയിലും നമ്മുടെ ഗ്രോത്തിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ആ തിരിച്ചറിവിലേക്ക് അവൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ബാഡ് ഗേളിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ച് ബാഡ് ഗേൾ എന്ന് പറയുന്നത് തൻ്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് സ്വയം ഒരുപാട് തെറ്റിദ്ധരിച്ച, ഒരുപാട് മുറിവേറ്റ, ഒരുപാട് സെൽഫ് ഡൗട്ട്സ് ഇപ്പോഴുമുള്ള ഒരാളാണ്. നമ്മൾ ഈ മോശം ലോകത്ത് നമ്മുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കുമ്പോൾ നമ്മളൊരു മോശം വ്യക്തിയായിട്ട് മാറുന്നൊന്നുമില്ല. നമ്മുടെ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു ബേസിക് റൈറ്റാണ്. അവൾ ഇത്രയും കാലം മറ്റു പല ആൾക്കാരിൽ നിന്നും കിട്ടണമെന്ന് ആഗ്രഹിച്ചൊരു വാലിഡേഷൻ ഉണ്ട്, ഒരു കൺസിഡറേഷൻ ഉണ്ട്. അത് ആക്ച്വലി അവൾക്ക് ആദ്യം കൊടുക്കേണ്ടത് അവൾ തന്നെയാണ് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് അവൾ വരികയും അതിനൊരു പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റിൻ്റെ, സൈക്യാട്രിസ്റ്റിൻ്റെ സപ്പോർട്ട് അവൾ എടുക്കുകയും അങ്ങനെ അവൾ സ്വയം മനസ്സിലാക്കി വരികയും ചെയ്യണം. നമ്മളെ ആദ്യം മനസ്സിലാക്കേണ്ട, നമ്മളെ ആദ്യം സ്നേഹിക്കേണ്ട ആൾ നമ്മൾ തന്നെയാണ്. നമ്മൾ ബാഡ് അല്ല എന്ന് നമ്മുടെ മുഖത്ത് നോക്കി ആദ്യം പറയേണ്ടതും നമ്മൾ തന്നെയാണ്. നമ്മുടെ സെൽഫ് എന്ന് പറയുന്നത് വേറൊരാൾ ജഡ്ജ് ചെയ്യേണ്ടതല്ല എന്നുള്ളൊരു തിരിച്ചറിവുണ്ടാവണം. നമ്മുടെ ലൈക്സും നമ്മുടെ പ്രിഫറൻസും ഒക്കെ നമ്മുടെ അവകാശമാണെന്നുള്ളൊരു ബോധ്യത്തിലേക്ക് നമ്മൾ എത്തണം. ആ തിരിച്ചറിവുകളിലൂടെ കടന്നുപോയി സ്വയം ഹീലാവുന്ന ഒരു ജനറേഷന് മാത്രമേ അടുത്ത ജനറേഷന് സ്കാസ് ഉണ്ടാക്കി കൊടുക്കാതെ അവരെ വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് രമ്യയും പറയുന്നത്, രമ്യയുടെ കഥയും നമ്മളോട് പറയുന്നത്. സോ നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ അതിനെ വേറൊരാൾക്ക് ജഡ്ജ് ചെയ്യാൻ വിട്ടുകൊടുക്കാതെ ഏറ്റവും സന്തോഷകരമായ, സമാധാനപരമായ ഒരു ജീവിതത്തിലേക്ക് എത്തിപ്പെടാൻ നിങ്ങൾക്കും പറ്റട്ടെ. അതിനൊരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാൻ ഒരു തരത്തിലും നിങ്ങൾ സംശയിക്കേണ്ട, ഒരു സെൽഫ് ഡൗട്ടിൻ്റെയും ആവശ്യം അവിടെ ഇല്ല എന്ന് ഓർമ്മിപ്പിച്ചിട്ട്
നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.